ഹലോ എവ്രിവൺ, എല്ലാവർക്കും അക്കാഡമിക് സ്പേസിലേക്ക് വീണ്ടും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് പൂർവദാസ്. അപ്പോൾ ടാർഗറ്റ് GK-യുടെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ ആദ്യ ക്ലാസ്സിൽ കണ്ടു. ജിയോഗ്രഫിയുടെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത്. ഇന്ന് രാത്രി നമ്മൾ ജിയോഗ്രഫിയുടെ പാർട്ട് 2 പോവുകയാണ്. ഒരു ദിവസം ഒരു ക്ലാസ് തന്നെ തന്നാൽ മതി എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. ഇനിയും നമുക്ക് എത്ര ദിവസമുണ്ട്? 8 ദിവസമുണ്ട്. ഈ 8 ദിവസങ്ങൾ കൊണ്ട് GK-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പോയിന്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, നിങ്ങൾ വിടാൻ പാടില്ലാത്ത പോയിന്റുകൾ നമ്മൾ വളരെ കൃത്യമായി കളക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുക. ഈ ക്ലാസ്സിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ താഴെ നിങ്ങൾ ആ ചോദ്യങ്ങളുടെ ആൻസറുകൾ താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി എന്താണ് ആവശ്യമുള്ളത്, ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ടഫായി തോന്നുന്നത്, അതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഓരോരോ ടോപ്പിക്കുകൾ എടുക്കുന്ന ആ കളക്ഷൻ പ്രോസസ്സിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പോൾ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ആ അഭിപ്രായങ്ങളാണ് വീണ്ടും വീണ്ടും ക്ലാസ്സുകളുമായി വരാനും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുമുള്ള നമ്മളുടെ മാർഗം എന്ന് പറയുന്നത്. തെറ്റുകളും തിരുത്തലുകളും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. നമുക്ക് പ്രിലിംസ് എന്ത് ചെയ്യാനായിട്ട് നോക്കാം. GK ഭാഗം ടഫാണ്, ടെൻഷനാണ് എന്ന് പറയുന്ന ടെൻഷനുകളൊക്കെ മാറ്റിവെച്ച് ദിവസവും വളരെ കൃത്യമായി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചങ്ങ് അവസാനിപ്പിക്കാം. ടെൻഷനൊക്കെ കളയുക. പഠിക്കാൻ പോവുകയാണ് നമ്മൾ. കൃത്യമായി ഇനി അങ്ങോട്ട് മുന്നിലുള്ള ഈ ക്ലാസ്സിന്റെ സമയം ഉപയോഗപ്പെടുത്തുക, റിവൈസ് ചെയ്യുക, ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക. അക്കാഡമിക്സ് PSC എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട PDF-കൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ 3-ാമത്തെ ക്ലാസ്സിലേക്ക്, 3-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ജിയോഗ്രഫിയുടെ ഡിസ്കഷൻ നമ്മൾ ആരംഭിക്കുന്നത് ലോക്കൽ വിൻഡുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ലോക്കൽ വിൻഡുകൾ? നമുക്ക് നേരത്തെ നമ്മൾ പ്രഷർ ബെൽറ്റുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ പ്രഷർ ബെൽറ്റുകളിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത് ലോ പ്രഷറിന്റെ ഭാഗത്ത് നിന്ന് ഹൈ പ്രഷർ ഉള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, എയർ മൂവ് ചെയ്യുന്നു. അത് കാറ്റാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രഷർ ഗ്രേഡിയന്റ് കാറ്റിന്റെ ശക്തിയെ എന്ത് ചെയ്യുന്നു, നിശ്ചയിക്കുന്നുണ്ട്. കോറിയോളിസ് ഫോഴ്സ് നിശ്ചയിക്കുന്നുണ്ട് അല്ലെ? ഇനി എന്താ പറയുന്നത്, ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അല്ലെ? ഫ്രിക്ഷൻ, അടിസ്ഥാനപരമായിട്ട് ഭൂമിയുടെ ഒരു ഘടന അല്ലെ, ലാൻഡിന്റെ ഒരു ഷേപ്പ്, ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, തീരുമാനിക്കുന്നുണ്ട്. കാറ്റിന്റെ സ്പീഡും ഡയറക്ഷനും ഒക്കെ. അപ്പൊ ഇത്തരത്തിൽ കോറിയോളിസ് ഫോഴ്സ്, ഈ 3 കാര്യങ്ങൾ അല്ലെ, പ്രഷർ ഗ്രേഡിയന്റ്, കോറിയോളിസ് ഫോഴ്സ്, അതുപോലെ തന്നെ ഭൂമിയുടെ ഘടന, ഈ 3 കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാറ്റൊരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇതൊരു വർഷം ഡിഗ്രിയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ 3 പോയിന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. SCRT ടെക്സ്റ്റിൽ ഒരു സ്ഥലത്ത് 3 പോയിന്റ് ആയിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ലോകത്തിലൊന്നാകെയുള്ള അല്ലെ പ്ലാനിറ്ററി വിൻഡുകൾ അല്ലെങ്കിൽ പെർമനന്റ് വിൻഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടു. അതൊക്കെ എന്തായിരുന്നു? ഇപ്പൊ ട്രേഡ് വിൻഡുകൾ എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലായിടത്തും ട്രേഡ് വിൻഡുകൾ അല്ലെ? ഭൂമധ്യരേഖ ഇങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവിടെയും എന്തുണ്ട്, ട്രേഡ് വിൻഡുകൾ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അതിന്റെ താഴെ വെസ്റ്റർലീസ് എന്ത് ചെയ്യുന്നുണ്ട്, വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? വെസ്റ്റർലീസ് അതിന് മുകളിൽ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോളാർ, ഇതൊക്കെ എന്താണ്, ലോകത്ത് ഏത് ലാറ്റിറ്റ്യൂഡിൽ പോയി നോക്കുമ്പോഴും പെർമനന്റ് ആയിട്ടുള്ള വിൻഡുകൾ, പ്ലാനിറ്ററി, എല്ലാവരുടെയും പ്ലാനറ്റ് മൊത്തം കാണുന്ന വിൻഡുകൾ എന്നിങ്ങനെയാണ് ഇവയെ വിളിക്കാറുള്ളത്. ഇനി അങ്ങനെയല്ലാതെ ചില ലോക്കൽ ഏരിയകളിൽ മാത്രം കാണാൻ സാധിക്കുന്ന ചില വിൻഡുകൾ ഉണ്ട്. അവയാണ് ലോക്കൽ വിൻഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡറി വിൻഡ് സർക്കുലേഷൻ, അങ്ങനെ പല പല രീതിയിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ലോക്കൽ വിൻഡുകൾ എന്ന തരത്തിൽ എന്ത് ചെയ്യുക, നോക്കുകയാണെങ്കിൽ ഇവ ചില വർഷങ്ങളിൽ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. മനസ്സിലായോ? നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലൂ എന്ന് പറയുന്ന ഈ കാറ്റിനെ കുറിച്ച്. ഈ ലൂ എന്ന് പറയുന്ന കാറ്റ് ഹോട്ട് വിൻഡ് ആണ്. 2 തരത്തിലുള്ള വിൻഡുകളുണ്ട്. അതാണ് ഹോട്ട് വിൻഡുകളുമുണ്ട്, കോൾഡ് വിൻഡുകളുമുണ്ട്. അത് പേര് പറയുന്ന പോലെ തന്നെ ചൂട് കാറ്റുകളും അതുപോലെ തന്നെ എന്താണ്, തണുപ്പേറിയ കാറ്റുകളുമാണ്. ഹോട്ട് വിൻഡ് ആണ് ലൂ എന്ന് പറയുന്നത്. വളരെ ഡ്രൈ സമ്മറിൽ, വളരെ ചൂടേറിയ ഡ്രൈ ആയിട്ടുള്ള സമ്മറിലുള്ള ഒരു വിൻഡാണിത്. മനസ്സിലാണ്ടോ? ഡ്രൈ സമ്മർ വിൻഡാണ്. നോർത്തേൺ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ഇത് വീശിയടിക്കുക. നമ്മളുടെ പാകിസ്ഥാൻ അതിർത്തിയുടെ പഞ്ചാബ് ഉണ്ടല്ലോ, ഇന്ത്യയിലെ പഞ്ചാബ്, പാകിസ്ഥാനിലെ പഞ്ചാബ്, ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി നോർത്ത് ഇന്ത്യൻ, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, ഇങ്ങനെ ഈ പ്ലെയിനിൽ കൂടെ അടിച്ച് ഏതാണ്ട് ബീഹാറിലെ പാറ്റ്ന വരെയുള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്യുകയാണ്, ബീഹാറിലെ പാറ്റ്നയൊക്കെ വരെയുള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്യുകയാണ്, ഈ ഹോൾ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ വീശി അടിക്കുന്ന, പാകിസ്ഥാനിലും അടിക്കുന്ന ഒരു കാറ്റാണ് ലൂ എന്ന് പറയുന്ന കാറ്റ്. ഇത് ഭയങ്കര വെസ്റ്റേൺ ഡയറക്ഷനിൽ മുതൽ, അതായത് സത്യം പറഞ്ഞാൽ ഒരു നോർത്ത് വെസ്റ്റേൺ ഡയറക്ഷനിൽ മുതൽ ഇങ്ങോട്ട് ഈസ്റ്റേൺ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് അടിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇങ്ങനെ അടിക്കുന്ന ഈ കാറ്റ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാറ്റ് കൂടിയാണ്. അത് ഇവിടെ
ടെമ്പറേച്ചർ എന്ത് ചെയ്യാറുണ്ട്? ടെമ്പറേച്ചർ ഹൈ ആക്കാറുണ്ട്. ഈ ഏരിയയിൽ മൊത്തം ഇത് പൊടി വല്ലാണ്ട് കൊണ്ടുവരാറുണ്ട്. ഈ ഹൈ ഹീറ്റ് വേവ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരുപാട് പേർക്ക് മരണത്തിനും ഈ ലൂ എന്ന് പറയുന്ന കാറ്റ് കാരണമാകാറുണ്ട്. പലതവണ ചോദ്യം വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി സിറോക്കോ എന്ന് പറയുന്നൊരു കാറ്റുണ്ട്. ഇത് എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? സഹാറയിൽ നിന്ന് മെഡിറ്ററേനിയനിലേക്ക്. നമുക്കറിയാം അല്ലെ, യൂറോപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, അതിന് താഴെ ഇവിടെ ആഫ്രിക്ക കിടക്കുന്നുണ്ട് അല്ലെ, ഇവിടെ ആഫ്രിക്ക കിടക്കുന്നു, താഴത്തോട്ട് ആഫ്രിക്ക എങ്ങനെ എന്ത് ചെയ്യുന്നു? കിടക്കുന്നു. മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂറോപ്പ് കിടക്കുന്നുണ്ട്. ഇവിടെ മെഡിറ്ററേനിയൻ സീ ആണ് അല്ലെ. അപ്പൊ സഹാറൻ ഭാഗത്ത് നിന്ന് മെഡിറ്ററേനിയനിലേക്ക് എന്ത് ചെയ്യുകയാണ്? വീശുന്ന ഒരു കാറ്റാണ് ഇതെന്ന് പറയുന്നത് സിറോക്കോ എന്ന് പറയുന്ന കാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇതും എന്ത് ചെയ്യുന്നുണ്ട്? ഹോട്ട് ഡസ്റ്റി വിൻഡാണ് ഇത് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. ഇനി ഹർമാട്ടൻ എന്ന് പറഞ്ഞൊരു കാറ്റുണ്ട്. ഇത് എവിടെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് നമ്മളിപ്പോ ഒരു ആഫ്രിക്ക കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഒരു ആഫ്രിക്ക നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ ആഫ്രിക്കയിലെ എവിടേക്ക് വീശു അറിയോ? സഹാറയിൽ നിന്ന്, സഹാറൻ ഭാഗത്ത് നിന്ന് വെസ്റ്റേൺ ആഫ്രിക്കൻ ഭാഗങ്ങളിലേക്ക് എന്താണ് വീശുന്ന ഒരു കാറ്റാണ് ഇതെന്ന് പറയുന്നത് ഈ ഹർമാട്ടൻ എന്ന് പറയുന്ന കാറ്റ്. മനസ്സിലായോ? ഇത് ഡോക്ടർ വിൻഡ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. എന്തുകൊണ്ട് ഡോക്ടർ വിൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയോ നിങ്ങൾക്ക്? ഡോക്ടർ വിൻഡ് എന്നറിയപ്പെടാൻ കാരണം ഇത് അവിടുത്തെ കനത്ത ഹ്യൂമിഡിറ്റിയിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? അവിടുത്തെ ജനങ്ങൾക്ക് ഒരു റിലീഫ് കൊടുക്കുന്നത് കാരണമാണ് ഇത് ഡോക്ടർ വിൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഖസ്മിൻ എന്ന് പറയുന്നൊരു വിൻഡ് ഉണ്ട്. അതെവിടെയാണ്? ഇത് ഈജിപ്തിലുള്ള ഒരു ഹോട്ട് വിൻഡ് ആണ്. സിമൂം എന്ന് പറയുന്നത് അറേബ്യൻ ഏരിയയിൽ മൊത്തം വീശുന്നതാണ്. ഷറാവ് എന്ന് പറയുന്നത് ഇസ്രായേൽ റീജിയനിൽ വീശുന്ന ഒരു കാറ്റാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ കണ്ടിട്ടുള്ള മറ്റൊരു ഹോട്ട് വിൻഡ് ആണ് ഫോഹൻ എന്ന് പറയുന്നത്. ഇതൊരു വാം ഡ്രൈ വിൻഡ് ആണ്. ഡൗൺ ആൽപൈൻ സ്ലോപ്പ്, ആൽപ്സിന്റെ എന്താ പറയുക, ഒരു എന്താ പറയുന്നത്, ആൽപ്സിന്റെ സ്വിറ്റ്സർലാൻഡിന്റെ ഏരിയകളിലേക്കൊക്കെ താഴത്തോട്ടേക്ക് പിന്നെ ഇറങ്ങി വരുന്ന എന്താണ്? ഒരു ഹോട്ട് വിൻഡ് ആണിത്. ഇത് ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? അവിടുത്തെ വിളകൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? എഫക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. സാന്റ ആന കാലിഫോർണിയയിലുള്ള ഒരു ഹോട്ട് വിൻഡാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അമേരിക്കയിലുള്ള നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ, അവിടെ അമേരിക്ക, കാനഡ, അവിടെ ഇങ്ങനെ കിടക്കുന്ന മൗണ്ടെയിനുകളാണ് റോക്കി മൗണ്ടെയിനുകൾ. ഓക്കെ, നോർത്ത് അമേരിക്ക നമ്മളിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇത്രയും അമേരിക്ക ഉണ്ട്, പിന്നെ കാനഡ ഉണ്ട് അല്ലേ. അപ്പൊ ഏതാണ്ട് ഇങ്ങനെ കിടക്കുന്ന മൗണ്ടെയിൻസ് ആണ് റോക്കി മൗണ്ടെയിൻസ്. ഇതിലേക്ക് എന്താണ് കയറിയിട്ട് താഴത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ അഡിയബാറ്റിക്കലി ഹീറ്റ് ആയിട്ട് വാമായിട്ട് വീശുന്ന ഒരു കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്ന ഈ ഒരു കാറ്റ്. ഇത് സ്നോ ഈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം ഇപ്പുറത്തെ സൈഡിലെ തണുത്തുറഞ്ഞു കിടക്കുന്ന ഭാഗത്തെ മഞ്ഞിനെ എന്താ പറയുക, ഉരുക്കിയിട്ട് അവിടെ പുതിയ പുൽനാമ്പുകൾ കാണാൻ സാധ്യമാക്കുന്നതും പാസ്ചറുകൾ, പുൽമൈതാനങ്ങൾ, അതായത് കന്നുകാലികൾക്ക് വന്നിട്ട് മേയാൻ പറ്റുന്ന പുൽമൈതാനങ്ങളാക്കിയിട്ട് അവയെ മാറ്റുകയും ചെയ്യുന്ന ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉള്ള ഒരു സ്നോ ഈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാറ്റ് കൂടിയാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ഇനി കോൾഡ് ലോക്കൽ വിൻഡുകൾ നോക്കുകയാണെങ്കിൽ മിസ്ത്രൽ ഒരു ഫേമസ് ആയിട്ടുള്ള കോൾഡ് ആണ്. ഏതാണ് കോൾഡ്? നോർത്ത് വെസ്റ്റേൺ വിൻഡ് ഫ്രം ആൽപ്സ് ടു മെഡിറ്ററേനിയൻ. ആൽപ്സിൽ നിന്നും ഇറങ്ങിയിട്ട് മെഡിറ്ററേനിയനിലേക്ക് എന്താ പറയുക അടിക്കുന്ന ഒരു കാറ്റാണ് മിസ്ട്രൽ എന്ന് പറയുന്നത്. പിന്നെ ബോറ ഓർത്ത് വെക്കുക. ബ്ലിസാർഡ് ഉണ്ട്, പുർഗാബുറാൻ, പാംപെറോ, ഇതൊക്കെ ഓരോരോ ഏരിയകൾ, ഏതൊക്കെ ഏരിയകളാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഇവിടെ പട്ടികയാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഏതാണ്, ഹോട്ടാണോ എന്താ പറയുക കോൾഡ് ആണോ എന്ന രീതിയിൽ എന്ത് ചെയ്യാണ് പേരുകൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഏത് റീജിയനിലാണ് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ എവിടെ വരാറുള്ളത്? എക്സാമിൽ വരാറുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ പോയിന്റുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയേണ്ട ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില എക്സ്ട്രാ പോയിന്റുകൾ കൂടി ഓർക്കുക. ലോക്കൽ വിൻഡുകൾ അല്ലെങ്കിൽ റിവേഴ്സിംഗ് വിൻഡുകൾ എന്ന തലത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ കൂടി പഠിച്ചിട്ട് പോവുക. സീ ആൻഡ് ലാൻഡ് ബ്രീസുകൾ, സീ ആൻഡ് ലാൻഡ് ബ്രീസുകൾ, അതുപോലെ തന്നെ വാലി ആൻഡ് മൗണ്ടെയിൻ വിൻഡുകൾ. ഓക്കെ, ഇതൊക്കെ പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, വളരെ എളുപ്പത്തിലുള്ളൊരു വഴിയുണ്ട്. എന്താ അറിയോ നിങ്ങൾക്ക്? കാറ്റിൻ്റെ പേര്, നെയിം, കാറ്റിൻ്റെ പേര് എങ്ങനെ ഇടുന്നു എന്ന് മാത്രം ഓർത്താൽ ഇത് മുഴുവൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ്? കാറ്റ് എവിടെ നിന്ന് വരുന്നോ അതാണ് അല്ലെ അഡ്രസ്സ്. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു അല്ലെ, കാറ്റിന്റെ അഡ്രസ്സ്, നമ്മളുടെ ഒക്കെ അഡ്രസ്സ് എങ്ങനെയാ? നമ്മൾ എവിടെ നിന്ന് വരുന്നു? നമുക്കൊരു വീടുണ്ട് അല്ലെ, നമ്മളുടെ വീടിന്റെ അഡ്രസ്സ് അല്ലേ നമ്മളുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വരുന്നു? വീട്ടിൽ നിന്ന് വരുന്നു. കാറ്റ് എവിടെ നിന്ന് വരുന്നുവോ അതായിരിക്കും കാറ്റിന്റെ പേര്. അതായത് വെസ്റ്റിൽ നിന്നും വീശുന്ന കാറ്റാണെങ്കിൽ അത് വെസ്റ്റേർലി ആണ്, ഈസ്റ്റിൽ നിന്നും വീശുന്ന കാറ്റാണെങ്കിൽ അത് ഈസ്റ്റേർലി ആണ്, നോർത്ത് വെസ്റ്റിൽ നിന്നും വീശുന്ന കാറ്റാണെങ്കിൽ അത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ അത് നോർത്ത് ഈസ്റ്റേർലി ആണ്. മനസ്സിലാവുന്നുണ്ടോ? നോർത്ത് വെസ്റ്റിൽ നിന്നും വീശുന്ന കാറ്റാണെങ്കിൽ അതെന്താണ്? നോർത്ത് വെസ്റ്റേർലി ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഈ രീതിയിൽ കാറ്റിന്റെ പേര് കണ്ടാൽ അത് എവിടുന്ന് വീശുന്നറിയാം. ഇത് ദിക്കുകളിൽ മാത്രമല്ല. സീ ബ്രീസ് എന്ന് വെച്ചാൽ എന്താണ്? കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ്. ലാൻഡ് ബ്രീസ് എന്ന് വെച്ചാൽ എന്താണ്? കരയിൽ നിന്നും, ലാൻഡിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ്. വാലി
വിൻഡ്, വാലി ബ്രീസ് എന്ന് വെച്ചാൽ വാലിയിൽ നിന്നും മൗണ്ടെയിന്റെ മുകളിലോട്ട് കയറി പോകുന്നതാണ് വാലി. മനസ്സിലാവുണ്ടോ? വാലി ബ്രീസ്, വാലി വിൻഡ് എന്ന് പറയുന്നത്. മൗണ്ടെയിൻ ബ്രീസ് എന്ന് പറയുന്നതോ, മൗണ്ടെയിൻ വിൻഡ് എന്ന് പറയുന്നതോ, മൗണ്ടെയിനിൽ നിന്ന് വാലിയിലോട്ട് ഇറങ്ങി വരുന്നതാണ് ഇത്. മനസ്സിലായോ? ഇനി ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അവിടുത്തെ ഡിഫറൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ? റൈറ്റ്. അപ്പൊ ഈ ഒരു ബേസിക്, ഈ ഒരു കോർ പോയിന്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കാറ്റിന്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? എവിടെ നിന്ന് വരുന്നു എന്ന് പറയുന്നതാണ് കാറ്റിന്റെ പേര്. ബാക്കി കാര്യങ്ങൾ ഓർത്താൽ മതി. റൈറ്റ്. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നവർ നോക്കൂ. Which local wind is known as ഡോക്ടർ വിൻഡ് ഇൻ വെസ്റ്റേൺ ആഫ്രിക്ക? വെസ്റ്റേൺ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഡോക്ടർ വിൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് കാറ്റാണ്? ഓൾറെഡി കണ്ടിരുന്നല്ലോ, ഹർമാട്ടൻ. ഏതാണ്? ഹർമാട്ടൻ. ഇനി ലൂ ഈസ് എ ഹോട്ട് ഡ്രൈ വിൻഡ് ദാറ്റ് ബ്ലോസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഇൻ നോർത്ത് ഇന്ത്യ? ഏത് ഡയറക്ഷനിലാണ് ലൂ വരാറുള്ളത് എന്നാണ് ചോദിക്കുന്നത്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് വരാറുള്ളത്. നമ്മൾ കാണിച്ചു, ഡയറക്ഷൻ മൊത്തം കാണിച്ചിരുന്നു അല്ലെ. ഇനി മിസ്ട്രാൽ ഈസ് എ കോൾഡ് ലോക്കൽ വിൻഡ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് റീജിയൻ? ഏത് റീജിയൻ ആണ്? ഫ്രാൻസ് ആൻഡ് മെഡിറ്ററേനിയൻ. ഫ്രാൻസ് ആൻഡ് മെഡിറ്ററേനിയൻ. കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക? പ്രധാനപ്പെട്ട ലോക്കൽ വിൻഡുകൾ ഓർത്തിരിക്കുക. ഇനി ഞാൻ സീ ആൻഡ് ലാൻഡ് ബ്രീസ് പറഞ്ഞു, വാലി ആൻഡ് മൗണ്ടൻ ബ്രീസ് പറഞ്ഞു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ലോക്കൽ വിൻഡുകളുടെ പേരിൽ ഓർത്തിരിക്കണം. എന്താണ്? ഒന്ന്, മാംഗോ ഷവർ. എന്താണ്? മാംഗോ ഷവർ. നമ്മളുടെ വേനൽ മഴകൾ പെയ്യില്ലേ, പ്രീ മൺസൂണിന് തൊട്ട് മുമ്പ്, പ്രീ മൺസൂൺ റെയിനുകളില്ലേ, എവിടെയൊക്കെയാണ്? കേരളം, കർണാടക തുടങ്ങിയ സദേൺ റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്? ഈ മാംഗോ ഷവറുകൾ ഉണ്ടാവുക. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? മാങ്ങ പഴുക്കാൻ. റൈപ്പണിങ് ഓഫ് മാംഗോസ്. മനസ്സിലാവുന്നുണ്ടോ? റൈപ്പണിങ് ഓഫ് മാംഗോ, മാങ്ങ പഴുക്കാൻ എന്ത് ചെയ്യുന്നു? ഈ മാംഗോ ഷവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ റീജിയൻ ഓർത്ത് വെക്കുക. പ്രീ മൺസൂൺ ആണ് ഇതിന്റെ സമയം എന്ന കാര്യവും ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പേരുണ്ട്, ഇംഗ്ലീഷിൽ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നോർവെസ്റ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് നോർവെസ്റ്റേഴ്സ്? ഈ നോർവെസ്റ്റേഴ്സിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? കാൽ ഭൈശാഖി. എന്താണ്? കാൽ ഭൈശാഖി. ഭൈശാഖി എന്നൊക്കെ കേൾക്കുമ്പോൾ റീജിയൻ ഓർമ്മ വരണം നിങ്ങൾക്ക്. എന്താണ്? കാൽ ഭൈശാഖി. എവിടെയാണ്? കാൽ എന്താണ്? കറുത്ത എന്നൊരു അർത്ഥമൊക്കെ അല്ലെ. അപ്പൊ എന്താണ്? എന്തോ വയലന്റ് ആണ്, പ്രശ്നമാണ് അല്ലെ. ഇതൊരു വയലന്റ് സ്റ്റോം ആണ്. മനസ്സിലാവുന്നുണ്ടോ? വയലന്റ് ആയിട്ട് തണ്ടർ സ്റ്റോം ഒക്കെ ആയിട്ട്, ഇടിവെട്ടും വലിയ കാറ്റുമൊക്കെ ആയിട്ട് പെയ്യുന്ന ഒരു പ്രീ മൺസൂൺ ഷവർ ആണ് നോർവെസ്റ്റേഴ്സ് അഥവാ കാൽ ഭൈശാഖി. എവിടെയൊക്കെയാണുള്ളത്? വെസ്റ്റ് ബംഗാൾ, ആസാം റീജിയനുകളിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. ഒഡീഷയിലും എന്താണ് ഇത് കാണാറുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നോർവെസ്റ്റേഴ്സ് അഥവാ കാൽഭൈശാഖി, മാംഗോ ഷവേഴ്സ് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ലൂ പോലെയൊക്കെ തന്നെയുള്ള മറ്റൊരു ആന്ധി എന്ന് പറയുന്ന ഒരു എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ഡസ്റ്റ് സ്റ്റോം. നോർത്ത് ഇന്ത്യൻ ഡസ്റ്റ് സ്റ്റോം ആണിത്. എന്താണ്? ഡസ്റ്റ് സ്റ്റോം. പൊടിക്കാറ്റാണ്, ഒരു ഡ്രൈ പൊടിക്കാറ്റാണ് ഡസ്റ്റ്. ആന്ധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാഴ്ചയൊക്കെ മറയ്ക്കുന്ന തരത്തിലുള്ള ഒരു ചൂടും പൊടിയൊക്കെ കയറിയിട്ടുള്ള ഒരു ഡസ്റ്റ് സ്റ്റോം ആണ് ആന്ധി എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻ പ്ലെയിനുകളിലാണ് ഇത് എന്ത് ചെയ്യാറുള്ളത്? വീശി അടിക്കാറുള്ളത്. പിന്നെ അവസാനമായിട്ടുള്ള ആൾ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ചെറി ബ്ലോസംസ്. ഇതാണ് ചെറി ബ്ലോസംസ്. ഇതെവിടെയാണ്? പ്രധാനമായിട്ടും കർണാടകൻ റീജിയൻ ആണ്. കർണാടക എന്തിന് ഫേമസ് ആണ്? കോഫി അല്ലെ. കോഫി ചെടികള് ഫ്ലവർ ചെയ്യാൻ, ബ്ലോസം ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷവറാണ് ചെറി ബ്ലോസംസ് എന്ന് പറയുന്ന ഷവർ. കേരളത്തിലും കുറച്ച് എവിടെയാണ്, കർണാടകയിലും കുറച്ചൊക്കെ എവിടെയാണ്, കേരളത്തിലേക്കും എന്ത് ചെയ്യാറുണ്ട്? ഈ ചെറി ബ്ലോസംസ് വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓർത്തിരിക്കാൻ പറ്റുമല്ലോ? കൃത്യമാണ്, ഓർത്തിരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലോക്കൽ വിൻഡുകൾ, നമ്മൾ 4 ലോക്കൽ വിൻഡുകളെ കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത്? മാംഗോ ഷവറുകൾ, കാൽഭൈശാഖി അഥവാ നോർവെസ്റ്റേഴ്സ്, ചെറി ബ്ലോസംസ്, ആന്ധി. ഓർത്തിരിക്കുക. കൃത്യമായിട്ട് ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം എഴുതുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ ആണല്ലോ? പ്രശ്നങ്ങളൊന്നുമില്ല ആ ഭാഗത്ത് എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം അല്ലെ. നെക്സ്റ്റ് ടോപ്പിക്, ഇന്ത്യൻ മൺസൂൺ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ മൺസൂൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നത് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതിന് കഴിഞ്ഞ ശേഷം നമ്മൾ മെയിൻസിന് ശക്തമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഡേറ്റാ പോയിന്റുകളാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ ഡേറ്റാ പോയിന്റിനോടൊപ്പം വളരെ കൃത്യമായ കൺസെപ്റ്റുകൾ കൂടി ചേർത്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ മെയിൻസും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിലെ ആദ്യം അല്ലെ, റാങ്ക് ലിസ്റ്റിന്റെ അവസാനം വന്നിട്ട് കാര്യമുണ്ടോ? അതും കാര്യമില്ല. തുടക്കത്തിൽ വരാനാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് കഴിഞ്ഞ മെയിൻസിൽ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ്, അത്തരം പല മെയിൻസ് പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മൺസൂണിന്റെ കൺസെപ്റ്റുകൾ വളരെ കൃത്യമായി ക്ലിയറായി നിങ്ങളെ
എന്താ പറയുക ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിട്ട് തന്നെ എപ്പോഴും പോകണം, പഠിച്ചിട്ട് പോകണം. അത് പ്രിലിംസിന് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പ്രിലിംസിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മെയിൻസിലേക്ക് ഇവ തീർച്ചയായിട്ടും എന്തായിരിക്കും, മുതൽക്കൂട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളും ഡേറ്റയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി മൺസൂൺ എന്ന് പറയുന്ന വാക്ക്, മൺസൂൺ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് ഇന്ത്യൻ മെട്രോളജിക്കൽ IMD മൺസൂൺ എന്ത് ചെയ്യും, ഗസ് ചെയ്യും ഒരു സമയമാവുന്ന സമയത്ത്. അതായത് ഇത്രയാണുള്ളത്, ഇത്ര മൺസൂൺ നേരത്തെ വരുമോ അതോ പതുക്കെ വരികയുള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് മൺസൂൺ പ്രവചിക്കുന്ന ഒരു സമയമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വേനലൊക്കെ കടുക്കുന്ന സമയത്ത്. അപ്പൊ IMDയുടെ ആ റിപ്പോർട്ട് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ സ്റ്റോക്കുകൾ തന്നെ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉയരാറുണ്ട്. കാരണം എന്താ, നമ്മൾ എന്ന് പറയുന്നത്, നമ്മളുടെ ജനത എന്ന് പറയുന്നത് തന്നെ അഗ്രികൾച്ചറിൽ, നമ്മുടെ രാജ്യം അഗ്രികൾച്ചറിൽ വളരെയധികം ഡിപ്പെൻഡന്റ് ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയാറുള്ളത് എങ്ങനെയാണ്, ട്രോപ്പിക്കൽ, നമ്മളൊരു ട്രോപ്പിക്കൽ കാലാവസ്ഥയാണല്ലോ അല്ലെ, ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥ എന്നാണ് നമ്മൾ പറയാറുള്ളത്. നമ്മൾ എങ്ങനെയാണെന്നാണ് പറയാറുള്ളത്, ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഇത് പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ പറയുമ്പോൾ ടെമ്പറേറ്റ് റീജിയന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഹിമാലയത്തിന്റെയും മറ്റും സാന്നിധ്യം കാരണം നമ്മൾ പ്രോപ്പർലി ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥ തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അനുഭവപ്പെടാറുള്ളത് എന്ന് കൂടി ഓർക്കണം. ഇതിനിടയിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ, കൺസെപ്റ്റുകളൊക്കെ പലതവണയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെറുതെ പറഞ്ഞു പോകുന്നതല്ല, കഥ പറഞ്ഞു പോകുന്നതല്ല, കഥയായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ പോലും കഥയിൽ കാര്യമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹിമാലയം എവിടെ നിൽക്കുമ്പോൾ അതിന്റെ എഫക്റ്റുകൾ എന്തെല്ലാം, ഇന്ത്യക്ക് എന്തുകൊണ്ട് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ഏത് തരത്തിലുള്ള ക്ലൈമറ്റ് ആണ് ചോദിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് തന്നെ അനുഭവപ്പെടുന്നു, അതിൽ ഹിമാലയത്തിന്റെ പങ്ക് എന്ത്, ഇത്തരത്തിലുള്ള പല പല കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് പല തവണയായിട്ട് PSC ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മൺസൂണിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ, മൺസൂൺ എന്ന് പറയുന്നത് ഒരു അറബിക് വാക്ക്, മൗസിം, സീസൺ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലെ. സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡുകളാണ് എന്ത് ചെയ്യുന്നത്, മൺസൂണിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം അല്ലെ. സീസണൽ റിവേഴ്സൽ എന്തുകൊണ്ടാണ് പറയുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ. നമ്മൾ നേരത്തെ പറഞ്ഞു കാറ്റിന്റെ പേര് എങ്ങനെയാ പറയുക, എവിടെ നിന്ന് വരുന്നു. അപ്പൊ ഇന്ത്യ എങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റിൽ നിന്നും വരുന്ന മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് അല്ലെ. ഇങ്ങനെ പോകുന്ന അല്ലെ, ഒരു ബ്രാഞ്ച് ഇപ്പുറത്തേക്ക് ബംഗാൾ ഉൾക്കടലിലും ഒരു ബ്രാഞ്ച് അല്ലെ, ഇങ്ങനെ പോകുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, തിരിച്ചു വരാറുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെ നേരെ 180 ഡിഗ്രി എന്താണ് ഓപ്പോസിറ്റേക്ക് വരുന്ന റിവേഴ്സൽ, സീസണൽ റിവേഴ്സൽ നടക്കുന്ന വിൻഡുകളാണ് മൺസൂണിന്റെ വിൻഡുകൾ എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി സൗത്ത് വെസ്റ്റ് മൺസൂൺ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഇവിടേക്ക് വരാൻ പോകുന്ന മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഉണ്ടാവാറുള്ളത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ത് ചെയ്യുകയാണ്, ഓൺഷോർ ആണ്, ഓൺഷോർ അടിക്കുകയാണ്. അതായത് എങ്ങനെയാണ്, ഇതാണ് തീരം, ഷോർ അല്ലെ, ഓൺ ഷോർ എങ്ങനെയാണ്, തീരത്തിലേക്ക് കയറി ഇങ്ങോട്ട് വരികയാണ്. തിരിച്ചോ നോർത്ത് ഈസ്റ്റ് മൺസൂണോ ഓഫ് ഷോർ, തിരിച്ചെന്ത് ചെയ്യുകയാണ്, പോവുകയാണ് ചെയ്യാറുള്ളത് അല്ലെ. ഇതെന്ത് ചെയ്യുക, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഓൺഷോർ ആണ്, ഓൺഷോർ വന്ന് കയറുന്നു. ഇറ്റ് ബ്രിങ്സ് 75 to 90% ഓഫ് ഇന്ത്യാസ് ആനുവൽ റെയിൻഫാൾ. അപ്പോൾ നമ്മളുടെ ഒരു വർഷത്തെ മൊത്തം മഴയുടെ ഏതാണ്ട് 75% മഴ ലഭിക്കുന്നത്, അറൗണ്ട് 2/3 മഴ ലഭിക്കുന്നത് ചില വർഷങ്ങളിൽ, പ്രത്യേകതയാർന്ന വർഷങ്ങളിൽ ചിലപ്പോൾ 90% വരെ മഴ ലഭിക്കുന്നത് ഏത് കാലത്താണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലത്താണ്. പല തവണയായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എളുപ്പത്തിലുള്ളൊരു ചോദ്യവുമാണ്. ഇനി നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് എന്നുണ്ടെങ്കിലോ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയാം. ഡിസംബർ വരെ എത്തില്ല, പലപ്പോഴും എത്രയാണ്, ഒക്ടോബർ നവംബറോട് അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് ഓഫ് ഷോർ ആണ്. ഗീവ്സ് റെയിൻ ടു തമിഴ്നാടു ആൻഡ് സൗത്ത് ഈസ്റ്റ് കോസ്റ്റ്. അതായത് ഇന്ത്യ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഈ കാറ്റുകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ബംഗാൾ ഉൾക്കടലാണ്. ഈ കാറ്റുകൾ ഈ ബംഗാൾ ഉൾക്കടലെ മോയിസ്ചറൊക്കെ എന്ത് ചെയ്യും, കളക്ട് ചെയ്ത് ഇങ്ങനെ വന്ന് എവിടെ മഴ കൊടുക്കും, തമിഴ്നാടിന്റെ തീരങ്ങളിൽ മഴ കൊടുക്കും. ഇവിടുന്ന് മോയിസ്ചറൊക്കെ കിട്ടി അല്ലെ. എങ്ങനെയാണോ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇവിടെ കടലുകളിൽ നിന്നുള്ള മോയിസ്ചർ എടുത്ത് പോകുന്നത്, ഇപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഭാഗം സ്കിപ്പ് ചെയ്യും, ഇവിടേക്ക് എത്തില്ല അല്ലെ, കാറ്റിങ്ങനെയല്ലേ പോകുന്നു. അപ്പൊ ഈ ഭാഗത്ത് മഴ കിട്ടില്ല അധികം. ഇതെന്ത് ചെയ്യും, അതുകൊണ്ടാണ് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗം, സൗത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ മഴ ലഭിക്കുമെന്ന് നമ്മൾ പറയുന്നത്. 2 ബ്രാഞ്ചുകളാണുള്ളത്. നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ കയറി പോകുമ്പോൾ 2 ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ചും ഉണ്ട്, അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും ഉണ്ട്. ഈ അറേബ്യൻ സീ ബ്രാഞ്ച് എന്ത് ചെയ്യും, കേരളത്തിലേക്ക് കടന്ന് വെസ്റ്റേൺ ഗാട്സിന്റെ അവിടേക്ക് പോയിട്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് പൊങ്ങി വെസ്റ്റേൺ ഗാട്സിന് ഇപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നല്ല മഴ കൊടുക്കും. ഇപ്പുറത്തേക്ക് ചില ഗ്യാപ്പുകളിലൊക്കെ മഴ കിട്ടും, പക്ഷേ മറ്റിടങ്ങളിലേക്ക് ഒരു മഴനിഴൽ പ്രദേശവും ക്രിയേറ്റ് ചെയ്യും.
ഇനി ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആണെങ്കിലോ അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് കയറും അല്ലെ. ഇതിന്റെ മൊത്തത്തിലുള്ളൊരു പോക്ക് വളരെ ചുരുക്കി ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ, ഞാൻ വരയ്ക്കാൻ അത്ര ഗംഭീരമല്ല, അതുകൊണ്ട് ജസ്റ്റ് ഇന്ത്യ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക, ഇത് ഇന്ത്യയാണെന്ന് മനസ്സിലാക്കുക. ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. മനസ്സിലാവുണ്ടോ? ഈ രീതിയിലേക്ക് പോകുന്നുണ്ട്. മറ്റൊരു ബ്രാഞ്ച്, ഇതാണ് ബംഗാൾ ഉൾക്കടലിലെ ബ്രാഞ്ച് ഇങ്ങനെ പോയി നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്കൊക്കെ മഴ കൊടുത്ത് ഇത് എന്ത് ചെയ്യും, ഈ ഗംഗാ പ്ലെയിനിൽ ഇവിടേക്ക് എത്തും. മനസ്സിലാവുണ്ടോ? അവസാനം ഇവരൊക്കെ കൂടി എന്ത് ചെയ്യും, ഏതാണ്ട് ഇവിടെ മീറ്റ് ചെയ്യും. ഹിമാലയം എന്ത് ചെയ്യും, ഈ ഹിമാലയ പർവ്വതനിരകൾ ഇവിടെ നിൽക്കുന്നില്ലേ, ഇത് ഈ കാറ്റുകളെ തടഞ്ഞ് എന്ത് ചെയ്യും, ഇവിടെ മുകളിലോട്ട് പൊങ്ങിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെയും നന്നായിട്ട് മഴ ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ജനറലി നമ്മുടെ മൺസൂൺ വിൻഡുകൾ എന്ത് ചെയ്യാറുള്ളത്, പോകാറുള്ളത്. അതുകൊണ്ടാണ് 2 ബ്രാഞ്ചുകൾ ഉണ്ടെന്നും, ഒന്ന് കേരള വെസ്റ്റേൺ ഗാട്സ് ഭാഗത്ത് മഴ കൊടുക്കുന്നുവെന്നും മറ്റൊന്ന് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെയും ഗംഗാട്ടിക് പ്ലെയിനുകളിലേക്കും എന്ത് ചെയ്യുന്നു, എത്തിയിട്ട് മഴ കൊടുക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ അർത്ഥവും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ എഴുതിയ ആ ഭാഗത്ത് നിന്ന് പൊക്കിയെടുത്ത് പെറുക്കിയെടുത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ചോദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ആലോചിക്കുക. UPSC പോലെയുള്ള പരീക്ഷകളിലും ഇത്തരം കാര്യങ്ങളൊക്കെ കൺസെപ്റ്റുകളൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഇനി ഓൺസെറ്റ് കേരളത്തിലാണ്. ഫസ്റ്റ് വീക്ക് ഓഫ് ജൂണിൽ എന്ത് ചെയ്യും, കേരളത്തിലേക്ക് മഴയെത്താറുണ്ട്. കഴിഞ്ഞ വർഷം നേരത്തെ വന്നിരുന്നു. കഴിഞ്ഞ വർഷം നേരത്തെ വന്നു എന്ന് പറയുന്നതിനോടൊപ്പം അപ്പോൾ ഞാൻ താഴെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം കൂടി പറയാം. എന്താണ്? മൺസൂണിന്റെ ഫാക്ടേഴ്സിൽ നമ്മൾ ഇത് ഇവിടെ ജെറ്റ് സ്ട്രീമുകൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. ജെറ്റ് സ്ട്രീമുകൾ, ഈ ജെറ്റ് സ്ട്രീമുകളിൽ ഒരു ഉദാഹരണമാണ് സൊമാലി ജെറ്റ് സ്ട്രീം. ഈ സൊമാലി ജെറ്റ് സ്ട്രീം കഴിഞ്ഞ വർഷത്തെ മൺസൂണിന്റെ വരവിൽ ന്യൂസിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ സൊമാലി ജെറ്റ് സ്ട്രീം മൺസൂൺ ഏതാണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മെയ് 20-ാം തീയതി എന്ത് ചെയ്യുകയാണ്, കേരളത്തിൽ എത്താനായിട്ട് കാരണമായി തീർന്നു ഈ സൊമാലി ജെറ്റ് സ്ട്രീം. മനസ്സിലാവുന്നുണ്ടോ? ജെറ്റ് സ്ട്രീമുകൾ എങ്ങനെയെല്ലാം മൺസൂണിനെ ബാധിക്കുന്നു എന്നൊന്നും പറയാനുള്ള അത്ര സമയം നമുക്കില്ല. നമുക്ക് ഒരുപാട് ഭാഗങ്ങളിലേക്ക് കൂടി കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ ജെറ്റ് സ്ട്രീമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അടുത്ത വർഷങ്ങളിലായിട്ടാണ് ഇവയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ജെറ്റ് സ്ട്രീമുകൾ ഇന്ത്യയുടെ മൺസൂണിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പതുക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവയുടെ നേരത്തെ മൺസൂൺ വരുന്നതിന് വേണ്ടിയിട്ടും ചില സമയങ്ങളിൽ വൈകാനും അവയുടെ ബ്രേക്കും അവ തുടരുന്നതിനും ഇങ്ങനെ പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ജെറ്റ് സ്ട്രീമുകൾ കാരണമാകുന്നുണ്ട് എന്ന് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓൺസെറ്റ് ഏതാണ്ട് ഫസ്റ്റ് ജൂണിലാണ് സാധാരണഗതിയിൽ. വിഡ്രോവൽ എന്ത് ചെയ്യും, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സെപ്റ്റംബറിൽ മുതൽ എന്ത് ചെയ്യും, വിഡ്രോവൽ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും, മൺസൂണിന്റെ വിഡ്രോവൽ ആരംഭിക്കും. മൗസിൻറാമിൻ മേഘാലയയിലാണ് ഹയസ്റ്റ് റെയിൻഫാൾ കിട്ടുന്നത്. ഏറ്റവും കുറവ് റെയിൻഫാൾ കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ജയ്സാൽമേർ ആണ് രാജസ്ഥാനിൽ. അതുപോലെ തന്നെ ലേ ലഡാക്കിലും, അത് കോൾഡ് ഡെസേർട്ട് ആണല്ലോ, അവിടെയും മഴ വളരെയധികം കുറവാണ് ലഭിക്കാറുള്ളത്. ഇനി ബ്രേക്ക് ഓഫ് മൺസൂൺ എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് ബ്രേക്ക് ഓഫ് മൺസൂൺ. അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ നല്ലതുപോലെ ഒന്ന് വന്ന് കയറി പെയ്ത് തുടങ്ങിയതിനു ശേഷം പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും, മൺസൂൺ അങ്ങ് പോയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ബ്രേക്ക് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പക്ഷെ എന്ത് ചെയ്യും, അടുത്ത റൗണ്ട് ഓഫ് കാറ്റുകൾ വരികയും മഴ പെയ്യുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന ഒരു ബ്രേക്കിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, മൺസൂൺ ബ്രേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഇൻ മൺസൂൺ എന്ന പേരിൽ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടിയുണ്ട്. എന്താണ് ഓഗസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടിയുണ്ട്. മൺസൂൺ എന്ത് ചെയ്യുകയാണ്, കയറി വരികയാണ്, കയറി മുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, പോകാറുണ്ട് അല്ലെ. അപ്പോ അതിനിടയിൽ ഓഗസ്റ്റ് മാസം ഇതേ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും, കയറി വരാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളിലൊക്കെ എന്ത് വരാറുണ്ട്, ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസം ഈ പറഞ്ഞ കാലഘട്ടത്തിനിടയിലല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വളരെ ചുരുക്കി ചോദിക്കുകയാണെങ്കിൽ, മൺസൂൺ വരും അല്ലെ. മൺസൂൺ വന്നിട്ട് ആ സമയത്ത് എന്തുണ്ടാക്കുകയാണ്, ഓഗസ്റ്റ് മാസത്തില് വളരെ ഇന്റൻസ് ആയിട്ടുള്ള, അപ്പൊ മൺസൂൺ കടന്നു പോയത് കൊണ്ട് തന്നെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും, വളരെ ഹ്യൂമിഡ് ആയിരിക്കും അല്ലെ, ജലാംശം റിലേറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പോൾ സ്കൈ ഏതാണ്ട് ക്ലിയർ ആയിരിക്കുന്നു, നല്ല പോലെ സൂര്യപ്രകാശം വരുന്നു, ഹ്യൂമിഡ് ആയിട്ടുള്ള അന്തരീക്ഷം, ഇത് ഭയങ്കര ഇന്റൻസ് ഹ്യൂമിഡ് ഹീറ്റ്, വളരെ ചൂടേറിയിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ത് ചെയ്യുകയാണ്, ഉണ്ടാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മൺസൂൺ ഏതാണ്ട് പീക്കായി വരുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയിൽ പലയിടങ്ങളിലും ഈ രീതിയിലുള്ള ഒരു മൺസൂൺ ബ്രേക്ക് ഉണ്ടാവുകയും അതേ സമയത്ത് നമ്മളുടെ മൺസൂണുകൾ സമ്മർ മൺസൂൺ ആണ് അല്ലെ. സമ്മർ മൺസൂൺ എന്നാണ് നമ്മളുടെ മൺസൂണുകൾ അറിയാം. നമ്മളുടെ വളരെ ചൂടേറിയ കാലഘട്ടത്തിലാണ് ഈ മൺസൂൺ നമ്മളുടെ ഇവിടേക്ക് എന്ത് ചെയ്യുന്നത്, വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് മാസത്തിൽ എന്ത് ചെയ്യാറുണ്ട്, വളരെ
വളരെയധികം മഴ പെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതേസമയം ഈ ബ്രേക്ക് ഇൻ ദ മൺസൂൺ കൂടി ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, ഈ രീതിയിൽ നല്ലതുപോലെ മഴ മൊത്തത്തിൽ പെയ്യാത്ത കുറച്ച് ദിവസങ്ങളുടെ ഒരു സമയം, എന്നാൽ ആ സമയത്ത് വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ള അന്തരീക്ഷവുമാണ്. ആ സമയത്ത് അതിഗംഭീരമായിട്ടുള്ള എന്തായിരിക്കും, ചൂട് നമുക്ക് അനുഭവപ്പെടും. ഇതിനെയാണ് ഓഗസ്റ്റ് ഹീറ്റ് എന്ന പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഈ പുഴുങ്ങുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അയ്യോ എന്തൊരു പുഴുക്കാണെന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള ചൂട് അവിടെ അനുഭവപ്പെടും. അപ്പൊ ഓഗസ്റ്റ് ഹീറ്റ്, ബ്രേക്ക്, മൺസൂൺ ബ്രേക്ക്, രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പുതിയതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ മൺസൂണിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഫാക്ടേഴ്സ് ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാക്കുക. ഒന്ന്, നിങ്ങൾക്കറിയാം ITCZ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോഴും സ്റ്റിൽ സ്റ്റഡിയിങ് ആണ് ഇതിനെ കുറിച്ച്. മനസ്സിലാവുണ്ടോ? മൺസൂണിന്റെ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് മനസ്സിലായി. ചില സമയത്ത് മൺസൂൺ നേരത്തെ വരികയും വൈകി വരികയും പല വ്യത്യാസങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ സ്റ്റഡിയിങ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ITCZ പൊസിഷൻ എപ്പോഴും പറയാറുണ്ട് അല്ലെ, സാധാരണഗതിയിൽ ഇക്വേറ്ററിന്റെ അവിടെ കിടക്കുന്ന ITCZ എന്ത് ചെയ്യും, അല്ലെ, ഇക്വേറ്ററിന്റെ മുകളിൽ ഇവിടെയൊക്കെ ആയിട്ടല്ലേ ഇന്ത്യ കിടക്കുന്നത്, ഏതാണ്ട് ഇത്രയും മുകളിലല്ലേ ഇന്ത്യ കിടക്കുന്നത്. ITCZ ഏതാണ്ട് ഇവിടെ കിടക്കുന്ന ഈ ITCZ ഏതാണ്ട് നോർത്ത് ഇന്ത്യയുടെ മുകളിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ആവും. അതിന് കാരണം എന്താണ് നമുക്കറിയാം, സൂര്യന്റെ അയനങ്ങൾ അല്ലെ, ദക്ഷിണായനം ഉത്തരായനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതൊക്കെ ഇതിന് കാരണമാകുന്നത്. അപ്പോൾ ഹീറ്റ് കൂടിക്കൂടി എന്ത് ചെയ്യും, ITCZ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ITCZ എന്താണ്, ഒരു ലോ പ്രഷർ ബെൽറ്റ് ആണ് അല്ലെ. ഈ ലോ പ്രഷർ ബെൽറ്റ് എന്താ ചെയ്യുന്നത്, ശരിക്കും ഇക്വേറ്റർ, ഇത് ഇക്വേറ്ററിന്റെ അവിടെയാണ് ശരിക്കും ITCZ കിടക്കുക അല്ലെ. അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ വരേണ്ടതായിട്ടുള്ള ട്രേഡ് വിൻഡുകൾ എന്ത് ചെയ്യും, അപ്പോൾ എവിടേക്ക് മാറും, ഇക്വേറ്റർ കടന്ന് ഇപ്പുറത്തേക്ക് എത്തും അല്ലെ. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കായി അല്ലെ. അപ്പൊ ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യും, ഈ ട്രേഡ് വിൻഡുകളുടെ ഡയറക്ഷൻ എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലോട്ട് മാറും. നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ, ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ട് ഈ വിൻഡുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മുടെ കടലിലെ നമ്മളുടെ മോയ്സ്ചർ എല്ലാം എടുത്ത് എങ്ങോട്ടേക്ക് കയറി പോവും, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് കയറി പോവും, കുറച്ച് ഇങ്ങോട്ടും പോവും. അപ്പൊ ഈ രീതിയിലേക്ക് ITCZ ഷിഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മൺസൂൺ കാറ്റുകളെ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് കാരണം എന്താ, ടിബറ്റൻ പ്ലാറ്റുവിന്റെ ഹീറ്റിംഗ്, സമ്മർ സമയമാണ് അല്ലെ. ഇവിടെ മൊത്തം വളരെ ഹൈറ്റ് കൂടി മുകളിൽ ഒരു ടിബറ്റൻ പ്ലാറ്റു കിടക്കുന്നുണ്ട്. ഈ ടിബറ്റൻ പ്ലാറ്റു കുറെ കാലമായി ചൂടായി കിടക്കുകയാണ്. ഭയങ്കരമായിട്ട് ചൂടാകുന്ന ഈ ടിബറ്റൻ പ്ലാറ്റു എന്തായിട്ട് ആക്ട് ചെയ്യും, വായു മുകളിലോട്ട് പൊങ്ങി പോകുന്നു അല്ലെ. വല്ലാണ്ട് ഹീറ്റ് ആയാൽ എന്ത് ചെയ്യും, വായു മുകളിലോട്ട് പൊങ്ങിപ്പോവും. അവിടെ എന്ത് ചെയ്യും, ഒരു ലോ പ്രഷർ ഉണ്ടാകും. ഈ ലോ പ്രഷർ എന്ത് ചെയ്യും, അവിടേക്ക് കാറ്റിനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ കാറ്റ് ഇങ്ങോട്ട് പോകാനായിട്ടുള്ള മറ്റൊരു കാരണമായിട്ട് ഈ ടിബറ്റൻ പ്ലാറ്റുവിന്റെ ഹീറ്റിംഗ് കാരണമാകുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ എക്സാമിൽ ഉൾപ്പെടെ ചോദിച്ച പോലെ തന്നെ എൽനിനോ ലാനിന എഫക്റ്റുകൾ മൺസൂണിനെ ബാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ കാണും. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ബാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ജെറ്റ് സ്ട്രീമുകളും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ITCZ മുതൽ ജെറ്റ് സ്ട്രീമുകൾ വരെ മൺസൂണിനെ ബാധിക്കുന്ന ഫാക്ടറുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ, ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടേബിളുകളിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത്തരത്തിൽ മഴകൾ, ചെറിയ ചെറിയ മഴകൾ എന്നുള്ള കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകൾ. എന്താണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകൾ? അതായത് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ എന്ന് വെച്ചാൽ എന്താണ്, ട്രോപ്പിക്കൽ സൈക്ലോൺ ഇത്രമാത്രം. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ ട്രോപ്പിക് ഏരിയകളിൽ ഉണ്ടാകുന്ന സൈക്ലോണുകൾ അല്ലെ. ഇന്ത്യൻ ഓഷ്യനിൽ എന്തുണ്ടാകാറുണ്ട്, ഈ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഉണ്ടാകാറുണ്ട്. ഇനി ഇതിന്റെ ഒപ്പം എക്സ്ട്രാ എന്ന് കൂടി ചേർക്കുമ്പോൾ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഉണ്ട്. എന്താണ് ഈ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ? ഇവ മെഡിറ്ററേനിയൻ കടലിന്റെ അവിടെ, മെഡിറ്ററേനിയൻ സീഡ് അവിടെ ഉണ്ടാവുന്നവയാണ്. അവിടെ നിന്നാണ് ഇവയുടെ ജനനം. അവിടുന്ന് എന്ത് ചെയ്യും, ഇതെന്താണ്, വെസ്റ്റേർലികൾ ഉണ്ട് അല്ലെ. അവിടുത്തെ വെസ്റ്റേർലി കാറ്റുകൾ അറിയില്ലേ, ഈ മെഡിറ്ററേനിയന്റെ കടലിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ വെസ്റ്റേർലീസ് എങ്ങടാ, വെസ്റ്റ് നിന്ന് ഇങ്ങോട്ട് ഈസ്റ്റിലേക്ക് വീശിക്കൊണ്ടിരിക്കും. ഇവയുടെ ഒപ്പം എന്ത് ചെയ്യും, ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകൾ, ഈ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ എന്ത് ചെയ്യും, പതുക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കടന്നു വരും. അപ്പൊ ഇന്ത്യ എവിടെ കിടക്കുന്നുണ്ട്, ഏതാണ്ട് ഇന്ത്യ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ. മെഡിറ്ററേനിയൻ ഇവിടെയാണെങ്കിൽ ഇന്ത്യ ഏതാണ്ട് ഇവിടെ കിടക്കുന്നത്. ഈ പോകുന്ന ഇവരെന്ത് ചെയ്യും, ദേ ബ്രിങ് വിന്റർ റെയിൻഫോൾ ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് എവിടെയാണത്, ഇതല്ലേ നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞ ഈ ഭാഗങ്ങളിലേക്ക് ഈ പോകുന്ന ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകൾ എന്ത് ചെയ്യും, ഇവിടെ റെയിൻ കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ടോ? പഞ്ചാബ്, ഹരിയാന മേഖലകളിൽ ഈ പറയുന്ന സോ കോൾഡ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകൾ കൊണ്ടുവരുന്ന ഈ ഒരു മഴ എന്ന് പറയുന്നത് ഏതാണ്ട് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ, കുറച്ചുകൂടി പറഞ്ഞ ഒരു ഡിസംബർ ജനുവരി സമയത്തൊക്കെ വളരെ കാര്യമായിട്ട് ഉണ്ടാവുന്ന, ഫെബ്രുവരി സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് റാബി ക്രോപ്പുകൾക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ വീറ്റിന്റെ പ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണയായിട്ട് എക്സാമുകളിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പോയിന്റുകൾ ഇവ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ, അതിനോടൊപ്പം എക്സ്ട്രാ പോയിന്റുകൾ ചർച്ച ചെയ്തതൊക്കെ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. കൃത്യമാണല്ലോ, സംശയങ്ങളില്ല.
എല്ലാ ഭാഗത്തുനിന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യനുകൾ നോക്കാം. ദ വേർഡ് മൺസൂൺ ഈസ് ഡിറൈവ്ഡ് ഫ്രം അറബിക് ലാംഗ്വേജ്. വിച്ച് പ്ലേസ് റിസീവ് ദ ഹയസ്റ്റ് ആനുവൽ റെയിൻഫോൾ മൗസിൻറാം? ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ പ്രൊവൈഡ്സ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് റെയിൻഫോൾ ടു വിച്ച് സ്റ്റേറ്റ്? തമിഴ്നാടു. ഇത്രയും ഡയറക്റ്റ് ചോദ്യങ്ങൾ വരില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ജസ്റ്റ് നിങ്ങളുടെ മെമ്മറി റിഫ്രഷ് ബട്ടൺ ഒന്ന് അടിക്കാൻ വേണ്ടി മാത്രം ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉൾപ്പെടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. അവ ഓർക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോകാം. റിമോട്ട് സെൻസിങ് ആൻഡ് GIS. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നമ്മളൊരു ഫാസ്റ്റ് ഡേറ്റാ പോയിന്റ് ഡിസ്കഷൻ ചർച്ച ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ചിത്രം വെച്ചൊക്കെ പറഞ്ഞു തരേണ്ടതാ. 3-4 ക്ലാസ്സുകളിലായിട്ട് ഇത് മുഴുവൻ നമ്മുടെ കോഴ്സിൽ പറഞ്ഞ് വൃത്തിയായി SCERT ടെക്സ്റ്റിലെ ചിത്രങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ച് റീസെന്റ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എന്താണ് പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത്. എന്താണ് റിമോട്ട് സെൻസിങ്? അത് മനസ്സിലാക്കുക ആദ്യം. അതായത് എർത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ അക്വയറിംഗ് ചെയ്യുകയാണ്. എങ്ങനെ? വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. ഇത് അറിയണം. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ ഫസ്റ്റ് ഫേസിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഓപ്ഷൻ അപ്പം തന്നെ വെട്ടിക്കളയാം അല്ലെ. അത് ഫിസിക്കലി പോയിട്ട് എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഓപ്ഷൻ. അത് അപ്പം തന്നെ വെട്ടിക്കളയാൻ നമുക്ക് പറ്റുമായിരുന്നു. അപ്പോൾ വിത്തൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്ട് റിമോട്ട് എന്ന് വെച്ചാൽ ദൂരെ അല്ലെ, റിമോട്ട് ആയിട്ട് നിന്നിട്ട് സെൻസ് ചെയ്യുക. അതാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി സെൻസേഴ്സ് എന്ത് ചെയ്യുകയാണ്? സെൻസേഴ്സ് ഡിറ്റക്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ റിഫ്ലക്റ്റഡ് എമിറ്റഡ് ഫ്രം എർത്ത്. അപ്പോൾ എർത്തിൽ നിന്നുള്ള എന്ത് ചെയ്യുകയാണ്? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ത് ചെയ്യുകയാണ്? അളന്നുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ അല്ലെ, ഇപ്പോൾ ഓരോ സർഫേസും എന്ത് ചെയ്യും? തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ടും റിസീവ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു EMR ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പല രീതിയിലായിരിക്കും അല്ലെ, എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ തിരിച്ചറിയുക അല്ലെ. ഇപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കിയിട്ട് അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കാര്യങ്ങളെയൊക്കെ. അപ്പൊ സെൻസറുകൾ എന്ത് ചെയ്യും? ഏത് രീതിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണോ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്, എമിറ്റ് ചെയ്യപ്പെടുന്നത്, അതനുസരിച്ച് ഓരോ സ്ഥലങ്ങളെ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഈ സെൻസറുകൾക്ക് സാധിക്കും. സെൻസറുകളെ തന്നെ ആക്റ്റീവ് സെൻസറുകൾ എന്നും പാസീവ് സെൻസറുകൾ എന്നും വിളിക്കാറുണ്ട്. എന്താണ്? ആക്റ്റീവ് സെൻസറുകൾ അവർക്ക് തന്നെ ഓൺ എനർജി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. റഡാർ, ലിഡാർ ഒക്കെ ഇതിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാസീവ് സെൻസേഴ്സ് സൺലൈറ്റ്, പ്രധാനമായിട്ടും സൺലൈറ്റിനെ എന്ത് ചെയ്യുകയാണ്? സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതിനെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താവും? സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവർക്ക് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. മനസ്സിലാവുണ്ടോ? സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇവർക്ക് ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് സാധിക്കില്ല. ഇത് പ്രത്യേകം എന്ത് ചെയ്യുക? ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എന്താണ്? ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ആക്റ്റീവ് സെൻസറുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പാസീവ് സെൻസറുകൾക്ക് സൺലൈറ്റ് ഉള്ള പകൽ സമയങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി GISലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ഇവ ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് ടു ക്യാപ്ചർ, സ്റ്റോർ, അനലൈസ് ആൻഡ് സ്പെഷ്യൽ ഡാറ്റ. ഇതിൽ ഹാർഡ്വെയറുകൾ ഉണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്, മനുഷ്യന്മാരുണ്ട്, മറ്റ് ഉപകരണങ്ങളുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഈ കിട്ടുന്നതായിട്ടുള്ള ഡേറ്റയെ എല്ലാം എടുത്ത് അതിനെ എങ്ങനെ എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്? ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയാണ്. ജിയോഗ്രഫിക്കലി ഉള്ള ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ് GIS ചെയ്യുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമ്മൾ കേട്ടിട്ടുള്ള, നമുക്ക് അറിയുന്ന കുറച്ച് സിസ്റ്റങ്ങൾ എന്തൊക്കെയാണ്? GPS. ഇതാണ് US-ന്റെ നാവിഗേഷൻ സിസ്റ്റമാണ് GPS. ഗ്ലോനാസ് ഏതിൻ്റെതാണ്? റഷ്യയുടേതാണ്. ഗലീലിയോ യൂറോപ്യൻ യൂണിയന്റേതാണ്. നാവിക് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഓൺ സിസ്റ്റമാണ്. ബീഡു ഏതാണ്? അത് BDS എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? ചൈനയുടേതാണ്. ഇവയെല്ലാം ആരുടെ എന്താണ് സിസ്റ്റങ്ങളാണ് എന്നുള്ളത് ഓർത്തു വെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ്ങിന്റെ ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സീരീസ് എന്ന് പറയുന്ന സീരീസ് ഉണ്ടായിരുന്നു. ISROയുടെ ഒബ്വിയസ്ലി IRS-1A എന്ന് പറയുന്നത് 1988 എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ഒരു റിമോട്ട് സെൻസിങ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആയിരുന്നു IRS-1A എന്ന് പറയുന്നത് 1988 വിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കുക. ഇനി റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി NRSC എന്താണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മുമ്പ്. ഹൈദരാബാദിലാണ് ഇന്ത്യയുടെ പ്രീമിയർ റിമോട്ട് സെൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇനി നമ്മൾ ഈ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ മുകളിൽ നിന്ന് എടുക്കുന്ന പിക്ചറുകൾ, കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പൊ ഈ പിക്ചറുകൾക്കൊക്കെ എന്ത് വേണം? റെസൊല്യൂഷൻസ് ഉണ്ട് അല്ലെ, അതിനൊക്കെ എന്തുണ്ട്? ക്വാളിറ്റികൾ ഉണ്ട്. ഈ ക്വാളിറ്റി, റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പല ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യാറുണ്ട്. സ്പേഷ്യൽ എന്ന് പറയുന്ന തലത്തിൽ, സ്പെക്ട്രൽ എന്നുള്ള തലത്തിൽ, ടെമ്പോറൽ എന്നുള്ള തലത്തിൽ. സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? പിക്സലുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെന്താണ്? ഇപ്പൊ ഈ ഒരു വലിയ പിക്ചറിനെ മൊത്തത്തിൽ ഒരൊറ്റ പിക്സൽ കൊണ്ടാണ്
എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് വിചാരിക്കൂ. അപ്പൊ ഇതിലേക്ക് സൂം ഇൻ ചെയ്യുമ്പോൾ ഇതിന്റെ ക്ലാരിറ്റി കുറവായിരിക്കും. പക്ഷെ ഈ ഒരു ഭാഗത്തിന്, ഈ ഒരു ഭൂമിയിൽ ഒരു ഭാഗത്തിന് ഇത്രയധികം പിക്സലുകൾ, അല്ലെ, പിക്സലുകൾ എന്താണ്, ഈ കുഞ്ഞു ഡിനോട്ട് ചെയ്യുന്ന ഈ ചതുരങ്ങളാണ്. അപ്പൊ ഈ പിക്സലുകൾ കുറെ എണ്ണം വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിലോ സൂം ഇൻ ചെയ്യും തോറും അതിന്റെ ക്ലാരിറ്റി അത് നിലനിൽക്കും കുറെ ദൂരത്തേക്ക് കൂടി, അല്ലെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്ര മെഗാ പിക്സൽ ആണെന്ന് പറയാറില്ലേ. അതെന്താണ്, അത്രയും മെഗാ പിക്സൽ ആണ് അത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്രയും ഈ ഒരു സെർട്ടൻ എന്താ പറയുക അളവുള്ള ഒരു ചതുരത്തിനുള്ളിൽ അത്രയും മെഗാ പിക്സലുകൾ ഉണ്ട്. മെഗാ എന്നുള്ള ആലോചിക്കുക, മനസ്സിലാണോ? കിലോ, മെഗാ എന്നൊക്കെ അറിയില്ലേ. അത്രയും പിക്സൽസ് നിറച്ചതാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ്. അതുകൊണ്ട് അത്രയും ഒരു പിക്ചർ എടുക്കുമ്പോൾ ഒരു സെർട്ടൻ യൂണിറ്റിന്റെ ഉള്ളിൽ അത്രയും മെഗാ പിക്സലുകൾ ഉണ്ട് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, അത്രയും ക്ലാരിറ്റി ഉണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്താണ് ഈ പിക്സലുകളുടെ കാര്യം. ഇനി സ്പെക്ട്രൽ എന്ന് പറയുന്ന സമയത്ത് വേവ് ലെങ്ത്തുകൾ, അല്ലെ, സ്പെക്ട്രൽ പല എമൗണ്ട് ഓഫ് സ്പെക്ട്രത്തിനെ പരസ്പരം എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ സാധിക്കുകയാണെന്നെങ്കിൽ എത്രത്തോളം അതിന്റെ കഴിവ് കൂടുന്നുവോ അത്രത്തോളം എന്തായിരിക്കും, റെസൊല്യൂഷൻ കൂടുതലായിരിക്കും. ഇനി ടെമ്പോറൽ എന്ന് വെച്ചാൽ എന്താണ്, ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടെമ്പോറൽ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്, അല്ലെ. അപ്പോൾ റീവിസിറ്റ് ടൈം, ഇപ്പൊ ഉദാഹരണത്തിന് താഴെ നിങ്ങളുടെ വീടിന്റെ മുകളിൽ കൂടെ എപ്പോഴും ഒരു സാറ്റലൈറ്റ് പോകുന്നു വിചാരിക്കൂ. സാറ്റലൈറ്റ് എന്ത് ചെയ്യുകയാണ്, ആ പിക്ചർ എടുക്കുന്നത് റീവിസിറ്റ് ടൈം ഉണ്ട്, അല്ലെ. എത്ര ഗ്യാപ്പിലാണ് പിക്ചറുകൾ വീണ്ടും എടുക്കുന്നത് എന്നുള്ളത്. ആ റീവിസിറ്റ് ടൈം കൂടുന്തോറും എന്ത് കൂടും, അതിനെ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഡേറ്റ, അതിന്റെ ക്ലാരിറ്റി, അതിന്റെ എന്താ പറയുക റെസൊല്യൂഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ രീതിയിൽ ഈ കാര്യത്തിനെ, ആ ഡേറ്റയുടെ എന്താ പറയുക ക്വാളിറ്റിയെ, അതിൻ്റെ ഒരു ക്ലാരിറ്റിയെ നമ്മൾ സ്പേഷ്യൽ, സ്പെക്ട്രൽ, ടെമ്പോറൽ എന്നീ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വേർതിരിക്കാറുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ IRS ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ നോക്കുക. IRS-1A ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ഫസ്റ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള കുറേ പേരുകൾ ഉണ്ടാകും റിമോട്ട് സെൻസിങ്ങിൽ തന്നെ. റിസോഴ്സ് സാറ്റുകൾ എന്തിനാ ഉപയോഗിക്കുന്ന ആ സീരീസ് ഓഫ് സാറ്റലൈറ്റുകൾ പ്രധാനമായിട്ടുമാണ്. ബാക്കിയുള്ള റിസോഴ്സുകൾ നോക്കാറൊക്കെ ഉണ്ട്. അഗ്രികൾച്ചറൽ മാപ്പിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. കാർട്ടോസാറ്റുകൾ എന്തിനാണ്, കാർട്ടോഗ്രാഫിക് എന്താ പറയുക മാപ്പുകളും അതിന്റെ യൂസേജിന് വേണ്ടിയിട്ടാണ്. ഓഷ്യൻ സാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ഓഷ്യൻ ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ്. റിസാറ്റ് സീരീസുകൾ എന്തിനു വേണ്ടിയിട്ടാണ്, റഡാർ സാറ്റലൈറ്റുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓൾ വെതർ സാറ്റലൈറ്റ്, എല്ലാ വെതറിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളാണ്. അപ്പൊ ഇങ്ങനെ പല സീരീസുകൾ ഉണ്ടെന്നും കൂടി മനസ്സിലാക്കുക. ഇനി നാവിഗേഷന് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാർഗിൽ വാർ ഉണ്ടായില്ലേ 1999, ആ സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ GPS സിസ്റ്റം ഒന്ന് തരാമോ എന്ന് എന്ത് ചെയ്തു, അമേരിക്കയോട് ചോദിച്ചു. ഒരു മിലിറ്ററി പർപ്പസിന്. അമേരിക്ക എന്ത് ചെയ്തു, തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം 2006 UPA ഗവൺമെന്റ് ഉള്ള സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ നാവിക്കിന്റെ വർക്ക് തുടങ്ങി. 2014 വരെ ഇത് തുടർന്നിരുന്നു. പിന്നെ ഇപ്പൊ NDA ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ 2026 സമയം, ഏതാണ്ട് 20 വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സ്റ്റിൽ എന്താണ്, ആദ്യം ഇത് 7 സാറ്റലൈറ്റ് എന്ന രീതിയിലാണ് ഇത് ആരംഭിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യുകയുണ്ടായി, ഇപ്പോൾ നിലവിൽ 11 സാറ്റലൈറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അയച്ചു കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ സാറ്റലൈറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? EOS എന്നൊക്കെ പറയാം. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയാൽ നമുക്ക് കുറെ സമയം പോകും. 11 സാറ്റലൈറ്റുകൾ ഇപ്പം എന്താ നമ്മൾ ഇതുവരെ അയച്ചു കഴിഞ്ഞു. അതിൽ 8 എണ്ണമാണ് ഇപ്പോൾ വർക്കിംഗ്. 11 സാറ്റലൈറ്റുകൾ അയച്ചതിൽ 8 എണ്ണമാണ് ഇപ്പോൾ വർക്കിംഗ് ആയിട്ട് അവിടെയുള്ളത്. ആ 8 ബാക്കിയുള്ള 3 എണ്ണത്തിലെ ഒരെണ്ണം നമ്മൾ ഉപേക്ഷിച്ചു. 2 എണ്ണത്തിലേക്ക് എന്താണ്, അതിൽ അറ്റോമിക് ക്ലോക്കുകൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്താ പറയുക ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, അറ്റോമിക് ക്ലോക്കുകൾ ഉണ്ട്. റുബീഡിയം ബേസ്ഡ് ആയിട്ടുള്ള അറ്റോമിക് ക്ലോക്കുകൾ ഉണ്ട്. ഓക്കെ, റുബീഡിയം ബേസ്ഡ് ആയിട്ടുള്ള അറ്റോമിക് ക്ലോക്കുകൾ ഉണ്ട്. അപ്പോൾ ഈ അറ്റോമിക് ക്ലോക്കുകൾ ചിലതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേടുവരികയും കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എത്ര റേഞ്ചിലാണ് ഇവയുള്ളത് അറിയോ നിങ്ങൾക്ക്? ഈ സാറ്റലൈറ്റുകളൊക്കെ കൂടിയിട്ട് ഇവര് എന്താ പറയുക, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളും ഉണ്ട്, ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റുകളും ഉണ്ട്. മനസ്സിലാണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളും ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റുകളും ഇതിലുണ്ട്. ഇതിലെല്ലാം കൂടിയിട്ടുള്ള ഒരു കോൺസ്റ്റലേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വേണ്ടതായിട്ടുള്ള ഈ നാവിക് സിസ്റ്റം നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയുടെ അതിർത്തി മുതൽ അങ്ങോട്ട്, ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് അങ്ങോട്ട് 1500 കിലോമീറ്റർ ദൂരെ വരെ, ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് അങ്ങോട്ട് 1500 കിലോമീറ്റർ റേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ നാവിഗേഷന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പണ്ട് ഇത് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു, IRNSS എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ വിളിക്കാറുള്ള എന്താണ്, നാവിക് എന്ന പേരിലാണ്. നാവിഗേറ്റിംഗ് വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന അർത്ഥം വരുന്ന നാവിക് എന്ന പേരിലാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ വിളിക്കാറുള്ളത്. 7 ആണ് ആദ്യം ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കണക്ക് ഞാൻ പറഞ്ഞു, 11 എണ്ണം അയച്ചു. നിലവിൽ 8 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്, ഈ കോൺസ്റ്റലേഷനിൽ വർക്കിംഗ് ആയിട്ട് ഉള്ളത് എന്ന് കൂടി ഓർക്കാൻ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ജസ്റ്റ് ചോദിക്കാം. ഇതെന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിക്കിൽ തന്നെ 2 ടൈപ്പ് ഓഫ് എന്താണ് വിഭാഗങ്ങളുണ്ട്. ഒന്ന് എന്താണ്, ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട്, അത് സാധാരണക്കാർക്ക് കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊന്ന് നോർമൽ ആയിട്ടുള്ള
യൂസേജിന് കൂടി വേണ്ടിയിട്ട് ഉള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ റിമോട്ട് സെൻസിങ് GIS റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചോദ്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ടൈപ്പ് സെൻസർ ഈസ് ഇൻ റിമോട്ട് സെൻസിങ് എമിറ്റ്സ് ഇറ്റ്സ് ഓൺ എനർജി, ഇതാണ് പ്രധാന വാക്ക്, ഇറ്റ്സ് ഓൺ എനർജി ടു ഡിറ്റക്ട് ഒബ്ജക്ട്സ്. ഏതാണ്? ആക്റ്റീവ് സെൻസറുകളാണ്. നാവിക് ഇന്ത്യാസ് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, ഹൗ മെനി സാറ്റലൈറ്റ്സ് ഡസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ്? ഇതൊരു കൺഫ്യൂസിംഗ് ഭാഗം, അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് കൊടുക്കാത്തത്. 7 എണ്ണം എന്നുള്ള തലത്തിലാണ് കുറേ ആൻസറുകൾ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ 11 എണ്ണം അയച്ചിട്ടുണ്ട്, അതിൽ 8 എണ്ണം ഇപ്പോഴെന്താണ് വർക്കിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റിന്റെ ഓപ്ഷൻസ് അനുസരിച്ചും ചോദ്യത്തിന്റെ രീതി അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹൈദരാബാദ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്, ടെമ്പറേച്ചറും സീസണുകളും. അപ്പോൾ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എർത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ അളവിലാണ് എന്ത് ചെയ്യുന്നത്, സൺലൈറ്റ് എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ, നമ്മളിങ്ങനെ ഭൂമിയെ നമ്മളിങ്ങനെ കണക്കാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഭൂമധ്യരേഖ കണക്കാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഭൂമധ്യരേഖയുടെ തൊട്ടടുത്ത സ്ഥലത്ത് എങ്ങനെ കിട്ടുന്നു, ഡയറക്റ്റ് സൺലൈറ്റാ. അപ്പൊ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുണ്ട്, വളരെ കുറച്ച് ഏരിയയിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല ചൂടാവും. ഇനി ഇങ്ങോട്ട് പോകുന്നവരും എങ്ങനെയാണ്, ഇൻക്ലൈൻഡ് ആണ് അല്ലെ, ആംഗിൾ എന്താണ്, മാറി 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 വന്ന് അവസാനം പോളാറിന് അവിടെ എത്തുമ്പോൾ എന്താണ്, ജസ്റ്റ് എന്ത് ചെയ്യുകയാണ്, വലിയൊരു ഏരിയയിൽ കുറച്ച് സൺലൈറ്റാ കിട്ടുന്നത്. അപ്പൊ അത്രയും ഏരിയയിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഈ കുറച്ച് സൺലൈറ്റ് എന്ത് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്ത് പോകുകയാണ്. അപ്പൊ വളരെ കുറച്ച് ടെമ്പറേച്ചർ എവിടെ എന്ത് ചെയ്യുള്ളൂ, ഹീറ്റ് എവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവിടെയൊക്കെ എന്താണ്, കോൾഡ് ആയിട്ട് കിടക്കുന്നു. ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ആയിട്ട് കിടക്കുന്നു. ഞാൻ വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു കൺസെപ്റ്റ് പറഞ്ഞതാണ്. ഏതാണ്ട് ഒരു കുഞ്ഞ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ ക്ലാസ്സിലാണ് ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സൺലൈറ്റ് ഡയറക്ട്ലി, ഈ വാക്ക് ഓർക്കുക, ഡയറക്റ്റ് സൺലൈറ്റ്, ഓക്കെ, ഡയറക്റ്റ് സൺലൈറ്റ് പതിക്കുന്നത് കാരണവും ഇപ്പുറത്ത് ഇൻക്ലൈൻഡ് ആയിട്ട് പതിക്കുന്ന കാരണവുമാണ് ഈ ഡിഫറൻസ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. പിന്നെ ദ ഏരിയ ഓൺ വിച്ച് ദിസ് സൺലൈറ്റ് ഈസ് കമ്മിങ്, അതിന് കാരണം ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്നതും ഇൻക്ലൈൻഡ് ആയിട്ട് പതിക്കുന്നതും തന്നെ ആണ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓരോ സ്ഥലത്തും കിട്ടുന്ന ഓരോ സ്ഥലത്തെയും ഹീറ്റിംഗ് എഫക്ട് ഡിഫറെന്റ് ആണ്. ഓരോ സ്ഥലത്തും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, ഹീറ്റ് ബജറ്റ് നോക്കുകയാണെങ്കിലും എന്താണ്, ഓരോ സ്ഥലത്തും പല രീതിയിലാണ്, വ്യത്യാസപ്പെട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം എർത്ത് എങ്ങനെയാണ് നിൽക്കുന്നത്. എർത്ത് നേരെ പറഞ്ഞ പോലെ നേരെ നിൽക്കുകയാണോ? അല്ല, ഒരു ചെരിവിലാണ് നിൽക്കുന്നത് അല്ലെ. എർത്തിന് എന്ത് ചെയ്യുന്നത്, വരച്ച് മാറിപ്പോയി, ഒരു അച്ചുതണ്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ചില സമയത്ത് ഇത് എന്ത് ചെയ്യും, സൂര്യന്റെ അടുത്തോട്ട് നോക്കിയിട്ടായിരിക്കും അല്ലെ. നോർത്തേൺ ഹെമിസ്ഫിയർ ചിലപ്പോൾ എന്ത് ചെയ്യും, സൂര്യന്റെ അടുത്തേക്കായിരിക്കും. ആ സമയത്ത് സദേൺ ഹെമിസ്ഫിയർ എവേ ആയിരിക്കും അല്ലെ. ചില സമയത്ത് എങ്ങനെയായിരിക്കും, സൂര്യൻ ഇപ്പുറത്തായിരിക്കും. അപ്പൊ എങ്ങനെയാണ്, സദേൺ ഹെമിസ്ഫിയർ എങ്ങനെയാണ്, സൂര്യന്റെ അടുത്തേക്കാണ് നിൽക്കുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയർ അപ്പുറത്തേക്കാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഡിവൈഡ് ചെയ്യുന്നൊരു ലൈന് വരും അല്ലെ. സൂര്യപ്രകാശം വരുന്നത്, ഇപ്പൊ സൂര്യൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ മുഴുവൻ പകലായിരിക്കും, ഇവിടെ മൊത്തം എന്തായിരിക്കും, രാത്രി ആയിരിക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, രാത്രിയുടെയും പകലിന്റെയും ലെങ്ത് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെയാണ് രാത്രിയുടെയും പകലിന്റെയും ലെങ്ത് ഓരോ സ്ഥലത്തും കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഈ അച്ചുതണ്ടിന്റെ ചെരിവ് കാരണവുമാണ്. അപ്പൊ ഇതെല്ലാം ഇതിനെ ബാധിക്കും. നോക്കൂ, പകലിന്റെ ലെങ്ത് കൂടുതലാണ് എന്ന് വെച്ചാൽ, പകലിന്റെ ലെങ്ത് കൂടുതലും രാത്രിയുടെ ലെങ്ത് കുറവുമാവുന്ന ഒരു സമയത്ത് ഭൂമിയിൽ എന്ത് ചെയ്യുകയാണ്, ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അത്രയും നേരം എന്ത് ചെയ്യുകയാണ്, ഭൂമി ചൂടായിക്കൊണ്ടിരിക്കുക, ആ പ്രദേശം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് സമയം തണുക്കാൻ കിട്ടുന്നുള്ളൂ, പിന്നെ അപ്പോഴേക്ക് എന്ത് ചെയ്യും, പിന്നെയും പകലാവും. അപ്പൊ പിന്നെയും അത്രയും നേരം തന്നെ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യുകയാണ്, അത്രയും നേരം തന്നെ വീണ്ടും ചൂടാവുകയാണ്. അപ്പൊ റിലേറ്റീവ്ലി ഈ ഭാഗത്ത് എന്ത് ചെയ്യും, ചൂട് കൂടിയ സമയമായിട്ട് മാറും അല്ലെ. ചൂട് കൂടിയ സമയമായിട്ട് മാറും, സമ്മർ ആയിട്ട് മാറും. ബേസിക്കലി ഇതന്നെ, ഈ ഒരു ബേസിക് ആയിട്ടുള്ള എന്താ പറയുക ലോജിക്കാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്, ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ടെമ്പറേച്ചറും ഡിഫറെന്റ് ആയിട്ടുള്ള ഹീറ്റിംഗ് എഫക്റ്റും ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമറ്റിനും സീസണുകൾക്കും ഇതൊക്കെ കാരണമാകുന്നുണ്ട് എന്ന ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ബേസിക് ഐഡിയ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ഈ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇനിയുള്ള പോയിന്റുകൾ പറയുന്നത്. ഇൻസൊലേഷൻ എന്താണ്, ഇൻസൊലേഷന്റെ ഫുൾ ഫോം ഇൻകമിങ് സോളാർ റേഡിയേഷൻ. അതായത് ഇങ്ങോട്ട് വരുന്ന എന്താ പറയുന്നത്, റേഡിയേഷനുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻവേർഡ്, ഉള്ളിലോട്ട് വരുന്ന സോളാർ റേഡിയേഷനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻസൊലേഷൻ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, കൃത്യമാണ് എന്ന് ചെയ്യുകയാണ്, വിചാരിക്കുകയാണ്. ഇനി ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണം. ഒരിക്കലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് വേവുകളാണ്. ഏതാണ്, ഷോർട്ട് വേവുകളാണ്. ഈ ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്ത് ചെയ്യും, എത്തിയിട്ട് ഭൂമിയെ ചൂടാക്കും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, തിരിച്ച് ടെറസ്ട്രിയൽ ആയിട്ടുള്ള റേഡിയേഷൻ തിരിച്ചെന്ത് ചെയ്യും, ഭൂമി തിരിച്ചെന്ത് ചെയ്യും, ഈ ഹീറ്റ് എന്ത് ചെയ്യും, റേഡിയേഷൻ ആയിട്ട് തിരിച്ചുവിടും. ഈ തിരിച്ചുവിടുന്ന സാധനം എങ്ങനെയാണ്, ലോങ് വേവ് ലെങ്ത് ആണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ തിരിച്ചുള്ള ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൂമി തിരിച്ച് അങ്ങോട്ട് ഹീറ്റിന് തിരിച്ചു വിടുന്ന ആ റേഡിയേഷൻ എന്താണ്, ലോങ്ങർ വേവ് ലെങ്ത്തുകളാണ്.
ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണ്? ഷോർട്ടർ വേവ് ലെങ്ത്തുകളാണ്. ഇത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? ഓക്കെ, റൈറ്റ്. ഇനി ഇൻസൊലേഷൻ. ഇൻസൊലേഷൻ എന്താണ്? ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ റിസീവ്ഡ് അറ്റ് എർത്തിന്റെ സർഫേസിലേക്ക് എത്തുന്ന ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ആണ് ഇൻസൊലേഷൻ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടെമ്പറേച്ചർ. ഒരു സ്ഥലത്തിന്റെ ടെമ്പറേച്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ഡിസ്റ്റൻസ് ഫ്രം ദ സീ, ഓഷ്യൻ കറണ്ടുകൾ അവിടെ ഉണ്ടോ എന്നുള്ളത്, അവിടുത്തെ കാറ്റ്, അതുപോലെ തന്നെ എന്താണ് ബാക്കി ആസ്പെക്റ്റുകളൊക്കെ. ആസ്പെക്ട് റേഷ്യോ എന്നൊക്കെ നമ്മൾ പറയില്ല, ആസ്പെക്റ്റുകൾ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ടെമ്പറേച്ചർ ആണ്. ഇത് ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എങ്ങനെ ഓരോന്നും ബാധിക്കുന്നു വളരെ ഡീറ്റെയിൽ ആക്കിയാൽ നമ്മുടെ ക്ലാസ് ഒരുപാട് നീളും. ലാറ്റിറ്റ്യൂഡൽ ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓരോ ലാറ്റിറ്റ്യൂഡ് മുകളിലേക്ക് പോകുന്തോറും സൺലൈറ്റ് സ്ലാൻഡിങ് ആവുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ആൾട്ടിറ്റ്യൂഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. മലയുടെ മുകളിലേക്ക് പോകുന്തോറും എന്താ പറയുന്നത്? ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ഇതിന്റെ ടെമ്പറേച്ചർ കുറയുന്നത് നമ്മൾ ട്രോപ്പോസ്ഫിയർ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഫ്രം ദ സീ. ഡിസ്റ്റൻസ് ഫ്രം ദ സീയിൽ ഒരു പോയിന്റ്, ഒരു വാക്ക് നിങ്ങൾ ആലോചിക്കണം. എന്താണ്? കോണ്ടിനെന്റൽ എഫക്ട്. കോണ്ടിനെന്റൽ എഫക്ട്. എന്താണ് കോണ്ടിനെന്റൽ എഫക്ട്? അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോ മുമ്പ് ഒരിക്കലും PSC ചോദിച്ചിരുന്നു. എങ്ങനെ ചോദിക്കാറ്? ഇപ്പൊ പുതിയത് കൊച്ചി, ചെന്നൈ, മുംബൈ. ഓക്കെ, അതിൻ്റെ ഒപ്പം ഇൻഡോർ. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്തു? 3 സ്ഥലം തന്നു. അല്ലെങ്കിൽ എന്താണ്? ഡൽഹി. മനസ്സിലാവണ്ടോ? അപ്പൊ 3 തീരത്തിന്റെ അടുത്തുള്ള സ്ഥലം, പിന്നെ ഒരു സ്ഥലം എന്തായി? ഇൻഡോർ, അല്ലെങ്കിൽ എന്താണ്? ഡൽഹിയൊക്കെ തന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ സ്ഥലങ്ങളിൽ എവിടെയായിരിക്കും എന്ത് കൂടുതൽ? ഡയൂറിനൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആനുവൽ ടെമ്പറേച്ചർ റേഞ്ച് എന്താണ് കൂടുതൽ എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. എവിടെയാണ് എന്നതായിരിക്കും നിങ്ങളുടെ ആൻസർ. എന്താണ് അതിന്റെ കാരണം? ഇതൊന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? അതായത് മുംബൈ ഉണ്ട്, കൊച്ചി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ചെന്നൈ ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൂടിയുണ്ട്? ഇൻഡോറും ഇവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ 4 സ്ഥലങ്ങൾ തന്നു. ഈ 4 സ്ഥലങ്ങളിൽ എവിടെയായിരിക്കും? അല്ലെങ്കിൽ ഞാൻ കമന്റ് ചെയ്യാൻ പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തു? വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ ആൻസറുകൾ. ഞാൻ എന്റെ കാരണം കൂടി പറഞ്ഞു പോവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മുംബൈയിലും കൊച്ചിയിലും ചെന്നൈയിലുമൊക്കെ എന്തുണ്ട് അറിയോ? തൊട്ടടുത്ത് എന്തുണ്ട്? കടലുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ കര വല്ലാണ്ട് ചൂടായാൽ എന്ത് ചെയ്യും? ഇവിടത്തെ വായു മുകളിലോട്ട് പൊങ്ങിപ്പോവും. കടലിൽ നിന്ന് റിലേറ്റീവ്ലി തണുത്ത കാറ്റ് ഇങ്ങോട്ട് വീശും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി തിരിച്ച് രാത്രി ആവുകയാണ് എന്നുണ്ടെങ്കിലും ഇതേ എഫക്റ്റ് ആണ്. സമ്മറും അതുപോലെ തന്നെ വിന്ററും ഈ സീസണുകൾ വരുമ്പോഴൊക്കെ ഈ തീരപ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യും? ഈ രീതിയിൽ കടലും കരയും അങ്ങോട്ടും ഇങ്ങോട്ടും ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ എഫക്റ്റിനൊരു പേരുണ്ട്. എന്താ അറിയോ? എഴുതി വെച്ചോളൂ. മോഡറേറ്റിംഗ് എഫക്റ്റ്. എന്താണ്? മോഡറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് എന്ത് ചെയ്യും? കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ മോഡറേറ്റിംഗ് എഫക്റ്റ് കാരണം ഈ തീരപ്രദേശങ്ങളിൽ ഡയൂറിനൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ദിവസത്തെ മാക്സിമം ആൻഡ് മിനിമം അല്ലെ? ഡയൂറിനൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ദിവസത്തെ മാക്സിമം മൈനസ് മിനിമം അല്ലെ? ഇതെന്ത് ചെയ്യും? ആ ദിവസത്തിന്റെ മാക്സിമത്തിന്റെയും മിനിമത്തിന്റെ ഇടയിൽ ഡിഫറൻസ് കിട്ടും. ഇതാണ് ഡയൂറിനൽ ടെമ്പറേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഡയൂറിനൽ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിലും ആനുവൽ ഉള്ള ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിലും എങ്ങനെയായിരിക്കും? ആവറേജ് ടെമ്പറേച്ചർ ഡിഫറൻസ് വ്യത്യാസം നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ തീരപ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ മോഡറേറ്റിംഗ് ആയിരിക്കും. പക്ഷേ ഈ ഒരു എഫക്ട്, ഈ മോഡറേറ്റിംഗ് എഫക്ട് ഉള്ളിലോട്ട്, കോണ്ടിനെന്റ് പോലെ കിടക്കുന്ന ഒരു ഭാഗത്തിന്റെ ഉള്ളിലോട്ട്, നടുവിലോട്ട്, കരയുടെ ഏറ്റവും നടുക്കിലേക്ക്, കടലിൽ നിന്ന് ദൂരെ കിടക്കുന്ന എന്താ പറയുക സ്ഥലങ്ങളിലേക്ക് പോകും തോറും ഈ മോഡറേറ്റിംഗ് എഫക്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഡൽഹിയിൽ നിങ്ങൾക്കറിയാം, ഒരു ദിവസം തന്നെ എന്ത് ചെയ്യും? രാത്രി ഭയങ്കര തണുപ്പും പകല് ഭയങ്കര എന്തായിരിക്കും? ചൂടുമാവാം. ഇനി അവിടുത്തെ സമ്മറിൽ ഭയങ്കര ചൂടായിരിക്കും, വിന്ററിൽ ഭയങ്കര തണുപ്പായിരിക്കും, എക്സ്ട്രീം ടെമ്പറേച്ചറുകളിലേക്ക് പോകും. ഈ രീതിയിലുള്ള എക്സ്ട്രീം ടെമ്പറേച്ചർ സിറ്റുവേഷൻ എന്താണ്? വളരെ തണുത്താൽ ഭയങ്കര തണുപ്പെന്നും എന്താ പറയുന്നത്, ചൂടേറിയാൽ ഭയങ്കര ചൂടെന്നുമുള്ള എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് പോകുന്ന ആ എഫക്റ്റിനെയാണ് കോണ്ടിനെന്റൽ എഫക്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മോഡറേറ്റിംഗ് എഫക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് കോണ്ടിനെന്റൽ എഫക്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഈ പോയിന്റ് കൂടി എന്ത് ചെയ്യുകയാണ്? ഇതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്തിന്റെ ടെമ്പറേച്ചറിനെ ബാധിക്കുന്നുണ്ട്. ബാക്കി നിങ്ങളൊന്ന് വായിച്ച് ക്ലിയർ ആക്കാൻ നോക്കുക. ഇനി ലാപ്സ് റേറ്റ്. എന്താണ് ലാപ്സ് റേറ്റ്? അതായത് സാധാരണഗതിയിൽ ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുമ്പോൾ ഒരു നോർമൽ ലാപ്സ് റേറ്റ് ഉണ്ട്. എന്താണ്? മുകളിലോട്ടേക്ക് ഹൈറ്റ് കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കുറയുന്നു. ഓരോ 1000 മീറ്ററിനും 1 കിലോമീറ്ററിനും 6.5 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷമോ ഇത് എവിടെ നടക്കുന്നുണ്ട്? ട്രോപ്പോസ്ഫിയറിൽ നടക്കുന്നത്. അതിന്റെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകുന്ന സമയത്തോ ഇവിടെ മുകളിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ താഴെ വരുന്നു. ഇവിടെയോ
സ്ട്രാറ്റോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറും മുകളിലോട്ട് പോകുന്നു. കാരണം എന്തായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഓസോണിന്റെ സാന്നിധ്യമായിരുന്നു. ഇങ്ങനെ ടെമ്പറേച്ചർ ശരിക്കും എങ്ങനെയാണോ ടെമ്പറേച്ചർ ബിഹേവ് ചെയ്യേണ്ടത് അതിന്റെ നേരെ തിരിച്ച് ടെമ്പറേച്ചർ ബിഹേവിയർ ചെയ്യുന്ന രീതിയെയാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന പേരിൽ നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്, അതിനാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുക. ഇതൊരു അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ, നോർമലി ഉള്ള കണ്ടീഷൻ അല്ല. എന്താണ് ഐസോതേമുകൾ? ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ ടെമ്പറേച്ചേഴ്സ്, അതാണ് ഐസോതേമുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഒരു വർഷത്തിൽ സോൾസ്റ്റൈസുകളുമുണ്ട്, ഇക്വിനോക്സുകളുമുണ്ട്. എന്താണ് സോൾസ്റ്റൈസ്? സൺ ഡയറക്ട്ലി ഓവർ ഹെഡ് ദ ട്രോപ്പിക്സ്. അതായത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണല്ലോ, നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള നമുക്ക് എന്ത് സംഭവിക്കും, നമ്മളിങ്ങനെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന കാരണം സൂര്യന്റെ അപ്പുറത്തെ സൈഡിലേക്കും ഇപ്പുറത്തെ സൈഡിലേക്കും നമ്മൾ പോകാറുണ്ട്. പക്ഷെ ഭൂമിയിലുള്ള നമുക്ക് എന്ത് തോന്നും, സൂര്യൻ ഇങ്ങനെ എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിന്റെയും ഇടയിൽ സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ പോലെ നമുക്ക് തോന്നും. ഈ രീതിയിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലോട്ട് എന്താണ് ഓവർ ഹെഡ് സണ്ണ് വന്ന് നിൽക്കുന്ന ദിവസത്തിനെയാണ് നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നത്. നേരെ താഴെ സദേൺ ഹെമിസ്ഫിയറിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലേക്ക് എത്തുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിന്റർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കാറുള്ളത്. ഞാൻ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ പെർസ്പെക്ടീവിൽ പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് നോക്കുമ്പോൾ സമ്മർ സോൾസ്റ്റൈസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് ജൂൺ 21-നാണ്. നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മൾ താമസിക്കുന്നത് വടക്കൻ ഉത്തരാർദ്ധഗോളത്തിലാണ് അല്ലെ. ഉത്തരാർദ്ധഗോളത്തിൽ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത് ജൂൺ 21-ാം തീയതിയാണ്. അന്ന് സമ്മർ എന്ന് വെച്ചാൽ എന്താണ്, ചൂടാണ് അല്ലെ. സമ്മർ എന്ന് വെച്ചാൽ ചൂടാണ്. ചൂടിന് ആര് വേണം, നമുക്ക് ജൂണിലാണെന്ന് അറിയില്ല. ഏതാണ്ട് ജൂൺ സമയത്തേക്കല്ല, മഴ വന്നൊന്നും ആലോചിക്കേണ്ട, വിന്റർ മൺസൂണാണ് നമുക്ക് അല്ലെ. അപ്പോൾ ജൂൺ സമയത്ത്, ഈ സമയത്ത് നമുക്ക് നല്ല ചൂടാണ്. സമ്മർ സോൾസ്റ്റൈസ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. സമ്മർ എന്ന് വെച്ചാൽ ആരാണ്, സൂര്യനാണ്. സൂര്യൻ എന്താണ്, പകലാണ് അല്ലെ. അപ്പോൾ ലോങ്ങസ്റ്റ് ഡേ ആണ് അവിടെ നമുക്ക് അനുഭവപ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി വിന്റർ സോൾസ്റ്റൈസ് ആണെങ്കിലോ അത് നമുക്ക് എപ്പോഴാണ് വരിക, കൃത്യം 6 മാസം കഴിഞ്ഞാൽ അല്ലെ. ഡിസംബർ 22-ന് വിന്റർ സോൾസ്റ്റൈസ്. അപ്പൊ വിന്റർ എന്ന് വെച്ചാൽ തണുപ്പ്, സൂര്യനില്ല. അപ്പൊ സൂര്യൻ ഇല്ലാത്ത സമയത്താണ് എന്താണ്, രാത്രിക്ക് നീളം കൂടുതൽ, അല്ലെങ്കിൽ എന്താണ്, ഷോർട്ടസ്റ്റ് ഡേ ആണ് അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ കാര്യം ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒന്നില്ലെങ്കിൽ എന്താണ്, പകല് വലുത് അല്ലെങ്കിൽ രാത്രി വലുത്. ഇക്വിനോക്സുകൾ അപ്പൊ എന്തായിരിക്കും, രണ്ടിനും ഒരേ വലിപ്പം. ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ലെങ്ത് ആണ്, 12 hours ഈച്ച് ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ഈക്വിനോക്സുകൾ വെർണൽ ഈക്വിനോക്സ് എന്ന പേരിലും ഓട്ടം ഈക്വിനോക്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കഥയാണ് ഇവിടെ മൊത്തം പറയുന്നത്, സദേൺ അല്ല പറയുന്നത്. സദേണിലാണെങ്കിൽ ഇത് നേരെ തിരിച്ചാൽ മതി, അത്രയും നമുക്ക് എഴുതി നിറയ്ക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇത് മാത്രം പറഞ്ഞതാണ്. വെർണൽ ഈക്വിനോക്സ് എന്താണ്, സ്പ്രിംഗ് ഈക്വിനോക്സ് അല്ലെങ്കിൽ വെർണൽ ഈക്വിനോക്സ് മാർച്ച് 21-നാണ് നമ്മുടെ ഇവിടെ. ഓട്ടം ഈക്വിനോക്സ് സെപ്റ്റംബർ 23-നും ആണെന്ന് ഓർക്കാൻ ശ്രദ്ധിക്കുക. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തിനെ വെച്ചിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്, സൂര്യൻ എർത്ത് ക്ലോസർ ടു സൺ ആവുമ്പോൾ പെരിഹീലിയൻ എന്ന് പറയും. ഏറ്റവും അടുത്തെത്തുന്ന ദിവസം അത് ജനുവരി ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 3-ാം തീയതിയാണ്. അപ്ഹീലിയൻ എപ്പോഴാണ്, ദൂരെ പോകുന്ന സമയം അല്ലെ, അത് ജൂലൈ 4-ാം തീയതിയാണ്. അന്നാണ് എർത്ത് ഫാർത്തസ്റ്റ് ഫ്രം ദ സൺ ആകുന്നത്. ഇവിടെ ടേബിളിൽ ഈ പറഞ്ഞ ഡേറ്റുകളെല്ലാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. അത് ടേബിൾ ആക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആ ദിവസങ്ങളിലുള്ള ഡേയുടെയും നൈറ്റിന്റെ ഒക്കെ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സീസൺസ് ഇൻ ഇന്ത്യ ഏതൊക്കെ കാലഘട്ടത്തിലാണെന്ന് ജസ്റ്റ് ഓർക്കുക. ഹോട്ട് വെതർ മാർച്ച് ടു മെയ് ആണ്. സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കാലഘട്ടം, മൺസൂൺ റിട്രീറ്റിംഗിന്റെ സമയം, കൂൾ വിന്റർ സീസൺ എവിടെയാണെന്ന് ഓർക്കുക. ഇന്ത്യയുടെ ക്ലൈമറ്റ് ജനറലി അറിയപ്പെടുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്നാണ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മൺസൂൺ. അപ്പോൾ മൺസൂണിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയത് കാരണം നമ്മൾ എന്താണ്, ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അതിനെ പറയാറുണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഈ ഡേറ്റകളൊക്കെ ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചോദ്യങ്ങളിലേക്ക് ഒന്ന് വേഗം ഓടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ, on which date does summer solstice occur in northern hemisphere? Summer solstice ഏതാ, എങ്ങനെ ഓർക്കണം പറഞ്ഞത്, സമ്മർ ആണ്. സമ്മർ സമയം എന്ന് വെച്ചാൽ എന്താണ്, സൺ ഉള്ളതാണ്. സൺ നല്ല പോലുള്ളത് ഏതാണ്, നമ്മുടെ മെയ് ജൂൺ സമയത്ത് അല്ലെ. അപ്പൊ എവിടെയാണ്, ജൂൺ 21. ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസിംഗ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. സാധാരണഗതിയിൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്, ഹൈറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കുറയണം. പക്ഷേ അതിന്റെ ഇൻവേർഷൻ, ആ പ്രോസസ്സിന്റെ ഇൻവേർഷൻ നടക്കുന്നു. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എർത്ത് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ. സണ്ണിന്റെ ഏറ്റവും അടുത്ത് എന്താണ് വരുന്ന സമയം, പെരിഹീലിയൻ എപ്പോഴാണ്, ജാനുവരിയിലാണ്. ഡേ ചോദിക്കുകയാണെങ്കിൽ ജാനുവരി 3-ാം തീയതിയാണ് ഏതാണ്ട് വരാറുള്ളത്. ഓർത്തിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എൽ നിനോ ആൻഡ് ലാനിന. എൽ നിനോ ആൻഡ് ലാനിന എന്താണ് നോക്കൂ, വളരെ ചുരുക്കി പറഞ്ഞുതരാം. വളരെ ചുരുക്കിയിട്ട് കുറേ സമയം പറയാൻ പറ്റില്ല നമുക്ക്. എൻസോ എന്നാണ് പറയുക. എൽ നിനോ സദേൺ ഓസിലേഷൻ എന്നാണ് പറയാറുള്ളത്. എന്താണ് എൽ നിനോ സദേൺ ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ എൽ നിനോ എൽ നിനോ എന്ന് പറയുന്നത്
ഓഷ്യൻ വാട്ടറിന്റെ ഓഷ്യൻ സർഫേസിലെ ടെമ്പറേച്ചറിനെയും സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത് ഓഷ്യൻ സർഫേസിന്റെ പ്രഷർ ഡിഫറൻസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കുന്നു, ഒന്ന് പ്രഷർ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നു. ഇത് രണ്ടും കമ്പൈൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ലോകത്തെ മൊത്തം കാലാവസ്ഥയിൽ ചില എഫക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. അതിനെയാണ് നമ്മൾ എൻസോ എന്ന ഒരൊറ്റ വേർഡ് കൊണ്ട് ഉപയോഗിച്ച് നമ്മൾ പറയാറുള്ളത്. എൽ നിനോ, സദേൺ ഓസിലേഷൻ എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ ആണല്ലോ? പീരിയോഡിക് വേരിയേഷൻ ഇൻ സീ സർഫേസ് ടെമ്പറേച്ചർ ഇൻ പസഫിക്, അതാണ് പസഫിക് ഓഷ്യനിലാണ് ഉണ്ടാകുക. അപ്പൊ ഏത് ഓഷ്യനെയാണ് എൽ നിനോ ബാധിക്കാറുള്ളത്? ഏത് ഓഷ്യനിലാണ് എൽ നിനോ എഫക്ട് ഉണ്ടാവാറുള്ളത്? എൽ നിനോ സദേൺ ഓസിലേഷൻ എഫക്ട് ഉണ്ടാവാറുള്ളത് അത് പസഫിക്കിലാണ്. എൽ നിനോ സദേൺ ഓസിലേഷൻ എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. എൽ നിനോ ലാനിന ഇത് രണ്ടും എന്താണ്? ടെമ്പറേച്ചറിൽ, പസഫിക് ഓഷ്യന്റെ സർഫേസ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? എൽ നിനോ ലാനിന എന്ന് പറയാറുള്ളത്. സദേൺ ഓസിലേഷൻ അതിൻ്റെ ഒപ്പം പ്രഷർ ഡിഫറൻസും ഉണ്ടാകുന്നു. ആ പ്രഷർ ഡിഫറൻസിനെ സൂചിപ്പിക്കാനായിട്ട് ചേർക്കുന്ന മറ്റൊരു ടേം ആണ് സദേൺ ഓസിലേഷൻ. അല്ലാണ്ട് ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ എന്താണ് അത്രയുള്ളൂ. സദേൺ ഓസിലേഷൻ എന്ന് വെച്ചാൽ ഈ പ്രഷർ എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യില്ലേ? ഈ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ സീസോയിൽ ഇരുന്നിട്ട് ഒരാൾ എന്ത് ചെയ്യും? താഴത്ത് വരും, മറ്റൊരാൾ എന്ത് ചെയ്യും? മുകളിലിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് നേരെ തിരിയും അല്ലെ? ഇയാൾ എന്ത് ചെയ്യും? മുകളിൽ വരും, മറ്റേ ആൾ താഴ്ത്തെത്തും. ഈ ഒരു ഓസിലേഷൻ ഇല്ലേ, ഇതിനെയാണ് അതെന്ത് ചെയ്യുക? അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇതേപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഈ പ്രഷർ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് സദേൺ ഓസിലേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. വേറെ എന്താണ് കൺഫ്യൂസ് ചെയ്യേണ്ട. ഇനി എന്താണ് എൽ നിനോ എഫക്ട് എന്ന് പറയാം. എൽ നിനോ എന്ന് വെച്ചാൽ അതൊരു ഇട്ട പേരാണ്. ദ ബോയ് അല്ലെങ്കിൽ ദ ക്രൈസ്റ്റ് എന്ന പേരൊക്കെ ഉള്ള ഒരു സ്പാനിഷ് വേർഡാണ് എൽ നിനോ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? അതായത് സാധാരണഗതിയിൽ നിങ്ങൾ ഓസ്ട്രേലിയനെ ആലോചിക്കുക. ഓക്കെ, ഓസ്ട്രേലിയ എവിടെയുണ്ട് അല്ലെ? ഇപ്പുറത്ത് എന്തുണ്ട്? ഓസ്ട്രേലിയയും അതുപോലെ തന്നെ മുകളിൽ ചൈന, ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ, ഇതൊക്കെയുള്ള എന്താണ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ? ഇവിടെ എന്താണ്? ഇത് പസഫിക് ഓഷ്യൻ ആണ്. ഇപ്പുറത്ത് എന്ത് കിടക്കുന്നുണ്ട്? ഈ ഭാഗത്ത് നോർത്ത് അമേരിക്ക കിടക്കുന്നുണ്ട്. ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്? സൗത്ത് അമേരിക്ക കിടക്കുന്നുണ്ട് അല്ലെ? ഇവിടെ എന്താണ്? പെറു, ചിലി ഒക്കെയാണ് ഇവിടെ. ഈ ഭാഗത്ത് കിടക്കുന്നത് പെറു, ചിലിയൊക്കെ എന്ത് ചെയ്യുന്നത്? ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നത്? ചിലി ഞാൻ രേഖപ്പെടുത്തിയത് ഒന്ന് കറക്റ്റ് ആക്കിയാൽ മതി. ഓക്കെ, പെറു, ചിലിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ എന്താ ചെയ്യുക അറിയോ? ഇവിടെ എന്തുണ്ടാകും? ഇവിടെ കോൾഡ് കറണ്ടാണ് ഉണ്ടാവുക അല്ലെ? പെറുവിന്റെ തൊട്ടിവിടെ ഇവിടെ ഓടുന്ന കോൾഡ് കറണ്ട്, പെറൂവിയൻ കറണ്ടിന്റെ മറ്റൊരു പേരെന്ത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. പെറുവിന്റെ അപ്പുറത്തുള്ള കോൾഡ് കറണ്ടിന് മറ്റൊരു പേരുണ്ട്. പെറൂവിയൻ കറണ്ട് എന്നൊരു പേരുണ്ട്. ഈ കറണ്ടിന് വേറൊരു പേര് കൂടി, കോൾഡ് കറണ്ടിന് വേറൊരു പേരും കൂടി ഉണ്ട്. സാധാരണഗതിയിൽ എന്താണ് ഇവിടെ ഉണ്ടാവുക? ഇവിടെ ഒരു കോൾഡ് കറണ്ട് ഉണ്ടാവും. സാധാരണഗതിയിൽ എങ്ങനെ ഉണ്ടാകും? ഇവിടേക്ക് ട്രേഡ് വിൻഡുകൾ എങ്ങനെയാ വീശുക? ഇങ്ങനെ വീശില്ലേ ട്രേഡ് വിൻഡുകൾ? നോർമലി എങ്ങനെ വീശുക? ഇങ്ങനെ ട്രേഡ് വിൻഡുകൾ വീശും അല്ലെ? ഈ ട്രേഡ് വിൻഡുകൾ ഈ പസഫിക് ഓഷ്യന്റെ ഇവിടെ സർഫേസ് ടെമ്പറേച്ചർ എന്തായിരിക്കും? ഇത്തിരി കൂടുതലായിരിക്കില്ലേ? സൂര്യന്റെ ഇതൊക്കെ ചൂടായി കിടക്കുമല്ലോ. ഈ എന്താ പറയുന്നത്, ചൂടുള്ള ഈ ഒരു വെള്ളത്തിനെ ഇതിനെന്ത് ചെയ്യും? ഈ ട്രേഡ് വിൻഡുകൾ ഈ ഓസ്ട്രേലിയൻ ഭാഗത്ത് ഇവിടെ ആയിരിക്കും കൊണ്ടുവരിക. അപ്പൊ ഇവിടെ ആയിരിക്കും റിലേറ്റീവ്ലി ചൂട് കൂടുതൽ. മനസ്സിലാവുണ്ടോ? അപ്പൊ വാം ആയിട്ടുള്ള വാട്ടർ ഇവിടെ വന്നിട്ട്, അതായത് പസഫിക് ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിലേക്ക് വന്നെത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സാധാരണ നടക്കാറുള്ളത്. പസഫിക് ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിലേക്ക് എന്ത് ചെയ്യും? വന്നെത്തും. ഇങ്ങനെ ഇവിടെ ഇത് വരുന്നത് കാരണം തന്നെ നോക്കൂ, വാട്ടർ എന്ന് പറയുന്നത് ചൂടുള്ളതാണ് അല്ലെ? അവിടെ എന്ത് ചെയ്യും? അപ്പൊ മുകളിലോട്ട് വായു എന്ത് ചെയ്യും? മുകളിലോട്ട് പൊങ്ങി പോകും. ചൂടായ സ്ഥലത്ത് നിന്ന് വായു മുകളിലോട്ട് പൊങ്ങി പോകും. ഇവിടെയൊക്കെ മേഘങ്ങൾ ഉണ്ടാകും. ഈ വശത്തൊക്കെ എന്ത് ചെയ്യും? നല്ല മഴയൊക്കെ കിട്ടും. ഇവിടെയോ കോൾഡ് ആയിട്ടുള്ള കറണ്ടാണ് ഇവിടെ ഉള്ളത് അല്ലെ? ഇവിടുത്തെ സർഫേസ് ടെമ്പറേച്ചർ കോൾഡ് ആണ്. അപ്പൊ ഈ ഏരിയ മൊത്തം ഭയങ്കര ഡ്രൈ. അറ്റക്കാമ ഡെസേർട്ട് ഭയങ്കര ഡ്രൈയസ്റ്റ് ഡെസേർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇവിടുത്തെ അറ്റക്കാമ ഡെസേർട്ട് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ കോൾഡ് ആയിട്ടുള്ള കറണ്ടുകളുടെയും കോൾഡ് സർഫേസ് ടെമ്പറേച്ചറുടെയും സാന്നിധ്യമാണ് ഇവിടെ ഭയങ്കരമായിട്ട് എന്താക്കുന്നത്? ഡ്രൈ ആക്കി മാറ്റുന്നത്. ചില വർഷങ്ങളിൽ എന്ത് സംഭവിക്കും? ഈ ട്രേഡ് വിൻഡുകളുടെ ശക്തി കുറയും. ഈ ട്രേഡ് വിൻഡുകളാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ശക്തി കുറയും. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതിന് പകരം ഈ സെൻട്രൽ പസഫിക്കിലും വെസ്റ്റിലോട്ട് പോകുന്നതിന് പകരം ഈസ്റ്റേൺ പസഫിക്കിന്റെ അവിടേക്കും എന്ത് ചെയ്യും? ഈ ചൂടുവെള്ളമൊക്കെ വന്ന് നിറയും. മനസ്സിലാവുന്നുണ്ടോ? ചൂടുവെള്ളം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരികയാണെ. ചൂടുവെള്ളമൊക്കെ ഇവിടേക്ക് വരും. അപ്പോൾ കംപ്ലീറ്റ്ലി സിസ്റ്റം അങ്ങ് മാറും. ഇങ്ങനെ സാധാരണ നടക്കുന്നത് പോലെ അല്ലാണ്ട് സെൻട്രൽ പസഫിക്കിന്റെ ഇവിടെയും പസഫിക്കിന്റെ ഈസ്റ്റേൺ സൈഡിലോട്ടും ഈ ചൂടുള്ള ഈ റിലേറ്റീവ്ലി വാം ആയിട്ടുള്ള വാട്ടർ വന്നെത്തുന്ന പരിപാടിയെയാണ് എൽ നിനോ എഫക്ട് എന്ന് നമ്മൾ പറയാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? എൽ നിനോ എഫക്ട് കണ്ടോ? വാമിംഗ് ഓഫ് സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ട്രോപ്പിക്കൽ പസഫിക് ഓഷ്യൻ, ട്രോപ്പിക്കൽ ഏരിയയിലാണ് നടക്കുന്നത്. മനസ്സിലാവണം? മൊത്തം മുകളിലേക്ക് നോക്കണ്ട, ട്രോപ്പിക്കൽ ഏരിയയിലാണ്. ഈ ട്രേഡ് വിൻഡുകൾ വീശുന്നത് ഈ ഭാഗത്തല്ലേ? ട്രോപ്പിക്കൽ ഏരിയയിലാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണ് എൽ നിനോ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ലാനിന എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ സാധാരണ സമയമില്ലേ, അത്. മനസ്സിലാവുന്നുണ്ടോ? സാധാരണ എങ്ങനെ ഉണ്ടാവോ ആ സമയത്തിനാണ് ലാനിന. നമ്മൾ അതിനെ കൂളിംഗ് ഓഫ് സെൻട്രൽ ഈസ്റ്റേൺ ട്രോപ്പിക് എന്നൊക്കെ പറയും. പക്ഷെ എന്താണ്, നോർമലി അതാണ് അതിന്റെ സ്ഥിതി.
അത് കൂളിംഗ് തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കോൾഡ് കറണ്ട് ഒക്കെയാണ്, അപ്പൊ കൂളിംഗ് എഫക്ട് അത്രയേ ഉള്ളൂ. ഓക്കെ, അത് അതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് എൽനിനോയും ലാനിനായും. ഓർത്തിരിക്കുമല്ലോ. ഇനി ലാനിനെയും എൽനിനോ എന്താന്ന് മാറിപ്പോയില്ലല്ലോ. ഇനി സാധാരണഗതിയിൽ ഈ എന്താ പറയുന്നത്, നോർമലി എന്ത് ചെയ്യും, ഇവിടെ ഈ ചൂടേറിയത് വരുന്നു, വായു മുകളിലോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും സാധാരണ ലോ പ്രഷറാണ് ഉണ്ടാവാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സാധാരണ ലോ പ്രഷറാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ ചൂടേറിയ വായു ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ തണുത്ത വായു എന്ന തരത്തിലാവുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഹൈ പ്രഷർ ആയിട്ട് മാറും. അപ്പൊ പ്രഷറും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, മാറും. എൽനിനോ എഫക്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, സാധാരണഗതിയിൽ ഇവിടെ ലോ പ്രഷർ ആണ്. എൽനിനോ എഫക്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഓസ്ട്രേലിയ ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യും, ഹൈ പ്രഷർ ആയിട്ട് മാറുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതുകൊണ്ടാണ് എൽനിനോ എന്ന് വെച്ചാൽ എന്താണ്, അത് ടെമ്പറേച്ചറിലെ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നു. സദേൺ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് പ്രഷറിന്റെ ഈ ഓസിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ മാറി കളിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് നമ്മൾക്ക് നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൽനിനോയുടെ എഫക്റ്റുകൾ. ഇത് ഇന്ത്യയിലെ മൺസൂണിനെ വീക്കാക്കുന്നു. ഇന്ത്യയിൽ കുറവ് റെയിൻഫാള്, ഇവിടെ ഡ്രോട്ട് വരൾച്ച ഉണ്ടാകുന്നു അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇത് ഹിസ്റ്റോറിക്കലി വലിയ ഫമൈനുകൾ ഉണ്ടാക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ ഓസ്ട്രേലിയയുടെ ഇവിടേക്ക് എന്ത് പറഞ്ഞു, നമ്മൾ എന്ത് എത്തുന്ന പറഞ്ഞ, സാധാരണ ചൂടേറിയ വെള്ളമൊക്കെ എത്തിയിട്ട് നല്ല മഴയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഇപ്പൊ എന്തായി, റിലേറ്റീവ്ലി കോൾഡ് ആയിട്ടുള്ള വാട്ടറായി. ഇവിടെ മൊത്തം ഡ്രൈ ആവും, ഭയങ്കര ഡ്രൈ ആയിട്ട്. ഓസ്ട്രേലിയയിൽ പലയിടങ്ങളിലും എന്ത് ചെയ്യും, ബുഷ് ഫയറുകൾ ഉണ്ടാവും, വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാവും. അപ്പൊ ഡ്രയർ കണ്ടീഷൻസ് ഉണ്ടാക്കുന്നു. ഓസ്ട്രേലിയയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഇന്ത്യയിലൊക്കെ ഡ്രയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്നു. ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ വലിയ വലിയ തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്നു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ലാനിന എഫക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ലാനിന എഫക്ട്. അത് സ്ട്രോങ് ആയിട്ടുള്ള സൗത്ത് വെസ്റ്റ് മൺസൂൺ, ഇന്ത്യയിൽ നല്ല എബോവ് നോർമൽ റെയിൻഫാളുകൾ തരുന്നു. ഫ്ലഡും മറ്റുമൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. ഗുഡ് ഹാർവെസ്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും മറ്റൊരു ഫാക്ടറാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യനിലെ രണ്ട് എന്താ പറയുക, അറബിക്കടലിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലും ഇല്ലേ, ഇവിടെ ഉണ്ടാകുന്ന എന്താ പറയുന്നത് ടെമ്പറേച്ചർ, അതിന്റെയൊക്കെ ഡിഫറൻസ് തന്നെയാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. ഡൈപോൾ എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ അല്ലെ, അതിനാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ആണെങ്കിൽ നല്ല ഗുഡ് മൺസൂൺ ഉണ്ടാവും. നെഗറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ആണെങ്കിൽ വീക്ക് ആയിട്ടുള്ള മൺസൂണും ഉണ്ടാവുകയാണ്. അപ്പോൾ എൽനിനോയുടെ ലാനിനയുടെ എഫക്റ്റുകൾ, അതിന്റെ കൺസെപ്റ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യം എന്താണ്, എൽനിനോ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് കണ്ടീഷൻ ഇൻ ദ പസഫിക് ഓഷ്യൻ? ഇനി സംശയമില്ലല്ലോ, സാധാരണഗതിയിൽ എന്താണെന്നും പറഞ്ഞു, എൽനിനോ സമയത്ത് എന്താണെന്നും പറഞ്ഞു. എന്താണ്? വാർമിംഗ് ഓഫ് ഈസ്റ്റേൺ പസഫിക്. വെറുതെ വാർമിംഗ് എന്നല്ല, ഈസ്റ്റേൺ പസഫിക്കിൽ, സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക് എന്ത് ചെയ്യുന്നു, വാം ആവുന്നതിനെയാണ്, വാം വാട്ടർ അങ്ങോട്ട് എത്തും അല്ലെ, വിൻഡുകൾ വീക്ക് ആവുന്ന കാരണം, അതിനെയാണ് എൽനിനോ എന്ന് പറയുന്നത്. എൽനിനോസ് എഫക്ട് ഓൺ ഇന്ത്യൻ മൺസൂൺ എന്താണ്? ഇറ്റ് വീക്കെൻസ് മൺസൂൺ കോസിംഗ് ഡ്രോട്ട്. വാട്ട് ഡസ് IOD, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അല്ലെ, സ്റ്റാൻഡ് ഫോർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മൺസൂൺ സ്റ്റഡീസ്? ഏതാണ്? ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. പല രീതിയിലുള്ള എന്ത് ചെയ്യും, ഓരോരോ ഓപ്ഷൻസ് ഒക്കെ തരും, അതിലൊന്നും വീണ് പോകരുത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ജനറൽ ആയിട്ടുള്ള ഇന്ത്യൻ ഫിസിയോഗ്രഫി, ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. ഇന്ത്യയുടെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. 7ാമത്തെ വലിയ രാജ്യമാണ് ലോകത്തിലെ ഇന്ത്യ. 2.4%, പലതവണ ചോദ്യം വന്നിട്ടുണ്ട്, 2.4% ഓഫ് ദ വേൾഡ് ഏരിയയാണ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മളുടെ 5 മേജർ ഫിസിക്കൽ ഡിവിഷൻ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഫിസിക്കൽ ഡിവിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഹിമാലയൻ മൗണ്ടെയിൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. നോർത്തേൺ പ്ലെയിനുകൾ നിങ്ങൾ കൃത്യമായിട്ട്, ഇൻഡോ ബ്രഹ്മപുത്ര ഗംഗാട്ടിക് പ്ലെയിൻസ് നിങ്ങൾ നോക്കണം. പെനിൻസുലാർ പ്ലാറ്റു, ഡെക്കാൻ പ്ലാറ്റു ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പെനിൻസുലാർ പ്ലാറ്റു നിങ്ങൾ നോക്കണം. കോസ്റ്റൽ പ്ലെയിനുകളുടെ പ്രത്യേകതകൾ നിങ്ങൾ നോക്കണം. അതിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഐലൻഡുകൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഡിവിഷൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ഇന്ത്യയുടെ സമയം നിശ്ചയിക്കുന്ന സ്റ്റാൻഡേർഡ് മെറിഡിയൻ 82.5 ഡിഗ്രി ഈസ്റ്റ് പ്രത്യേകം നോക്കേണ്ടതുണ്ട്. ഇപ്പൊ 82.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ്? ഗ്രീൻവിച്ച് മീൻ ടൈമിനേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. ഗ്രീൻവിച്ച് മീൻ ടൈം പ്ലസ്, കണ്ടോ, പ്ലസ് 5.5. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് കിടക്കുന്നത്. ഇതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ? ഇനി ലാറ്റിറ്റ്യൂഡനൽ എക്സ്റ്റെന്റ് പറയുമ്പോൾ 8 ഡിഗ്രി മുതൽ 37 ഡിഗ്രി വരെയാണ് കിടക്കുന്നത്. ലാറ്റിറ്റ്യൂഡൽ ഏതാണ്ട് 8 ഡിഗ്രിയിൽ തുടങ്ങിയിട്ട് 37 ഡിഗ്രി വരെ എന്ത് ചെയ്യുന്നു, കിടക്കുന്നു. ലോഞ്ചിറ്റ്യൂഡ് നോക്കുകയാണെന്ന് വെച്ചാൽ ഏതാണ്ട് 68 ഡിഗ്രി മുതൽ 97 വരെ കിടക്കുന്നു. ഇൻ ഷോർട്ട് പറഞ്ഞാൽ രണ്ടും ഏതാണ്ട് എങ്ങനെയാണ്, രണ്ട് എക്സ്പാൻസുകളും അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ലാറ്റിറ്റ്യൂഡിനൽ നോക്കുകയാണെങ്കിലും ലോഞ്ചിറ്റ്യൂഡിൽ നോക്കണം, ഏതാണ്ട് 30 ഡിഗ്രി എക്സ്പാൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് എന്ന് പ്രത്യേകം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കും. ഇനി
ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്തിൽ കൂടെ പോകുന്നു, ഇന്ത്യയിൽ കൂടെ പോകുന്നത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെ പോകുന്നുണ്ട്. ഇനി നിങ്ങൾ താഴെ എഴുതേണ്ട ഒരു ഉത്തരം എന്താണെന്നറിയോ? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ 82.5 ഡിഗ്രി ഈസ്റ്റ്, അതായത് 82.5 ഡിഗ്രി ഈസ്റ്റ് മെറിഡിയൻ ആണ് ഇത് ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, അല്ലെ? ഇവിടത്തെ മെറിഡിയനിലെ സമയമാണ് നമ്മളുടെ ഇന്ത്യ മൊത്തമുള്ള സമയമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഇത് എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയനും രണ്ടും കടന്നു പോകുന്ന കോമൺ ആയിട്ടുള്ള 2 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 2 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതുകൂടി അതിനോടൊപ്പം നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ പട്ടികയിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഫിസിയോഗ്രാഫിയിലെ ഏരിയ റാങ്ക് നേരത്തെ പറഞ്ഞു. ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ പുതുക്കിയിട്ടുണ്ട്, പ്രത്യേകം ആലോചിക്കുക. 11,098 കിലോമീറ്റർ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 7,500 അല്ല, ഇപ്പോൾ 11,098 കിലോമീറ്റർ ആണ് ഇപ്പോൾ മൊത്തത്തിലുള്ള കോസ്റ്റ് ലൈൻ. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാ കോളാണ്, സദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാ പോയിന്റ് ആണ്, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കിബിത്തുവും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് സർ ക്രീക്കിന്റെ അവിടെയുമാണ്. സ്റ്റാൻഡേർഡ് മെറിഡിയൻ 82.5 ഡിഗ്രിയാണ്. മിർസാപൂരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് കടന്നു പോകുന്നത്. ഓർത്തിരിക്കുക, കൃത്യമായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? 82 ഡിഗ്രി എടുക്കാനുള്ള കഥയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലാസ്സിൽ, അല്ലെ? 70 വരെ നോക്കുമ്പോൾ 75 വരെ നോക്കുമ്പോൾ എന്താവും? 15 × 5 ആവും, അല്ലെ? 15 × 5, ഓരോ 15 ഡിഗ്രി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 1 മണിക്കൂർ വെച്ചിട്ടാണ്. അപ്പൊ 15 × 5 വരുമ്പോ എന്തായി? 5 മണിക്കൂർ ഡിഫറൻസ് ആയി. പിന്നെ ഒരു 7.5 കൂടി അതിന്റെ ഒപ്പം കൂട്ടി, അല്ലെ? 75 + 7 എത്രയായി? 82.5 ആയി. അപ്പൊ 5 മണിക്കൂറിന്റെ ഒപ്പം 7.5 എന്ന് വെച്ചാൽ 15ന്റെ പകുതി. അപ്പൊ 5ഉം പിന്നെ ഒരു അരമണിക്കൂറും കൂടി. അങ്ങനെയാണ് 5.5 മണിക്കൂർ മുന്നിലേക്ക് നമ്മൾ ആകുന്നത്. ഈ കൺസെപ്റ്റ് ഒക്കെ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യങ്ങളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, വിച്ച് ഈസ് ഇന്ത്യ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ലോഞ്ചിറ്റ്യൂഡ്? എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. മിർസാപൂരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് കടന്നു പോകുന്നത്. ഓക്കെ, മിർസാപൂരിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ ഹൗ മെനി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ? 8 എണ്ണത്തിൽ കൂടി. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ ലെങ്ത് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഐലൻഡ്സ്? പണ്ട് 7,516 ആയിരുന്നു, പുതുക്കിയ കണക്കനുസരിച്ചത് 11,098.81 കിലോമീറ്റർ ആണ്. ഓർത്തിരിക്കുക, തെറ്റിക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ആ ഫിസിയോഗ്രഫിയുടെ ഡിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നോർത്തേൺ മൗണ്ടെയിൻസ് ആദ്യം വരുന്നുണ്ട്. നോർത്തേൺ മൗണ്ടെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയാസ് എന്ത് ചെയ്യുന്നുണ്ട്? കയറി വരുന്നുണ്ട്. നോക്കിക്കേ, ഫോംഡ് ബൈ കൊളീഷൻ ഓഫ് ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും കൂട്ടിമുട്ടിയത് കൊണ്ട് ഉണ്ടായതാണ്. ഇവയ്ക്കിടയിൽ ഉണ്ടായിരുന്ന സിയുടെ പേര് പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. അത് ടെത്തിസ് സി എന്ന പേരിലാണ്. ഇത് എന്ത് ചെയ്തു? ഇത് ഇന്ത്യ വരുംതോറും, ഇങ്ങോട്ട് കയറും തോറും അവിടെ നിന്നുള്ള നദികളൊക്കെ വന്നിട്ട് അതിലെ അവസാദങ്ങളും ഒക്കെ വന്നിട്ടും ഒക്കെ ടെത്തിസ് സി എന്ത് ചെയ്തു? ക്ലോസ് ചെയ്യപ്പെട്ടു, അടയ്ക്കപ്പെട്ടു. ഇനി ഇത് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഈ ജിയോളജിക്കലി യങ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്? ഉയരം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആണ് ഹിമാലയാസ്. യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ ആണ് എന്ന് പ്രത്യേകം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ ആണെന്ന് പ്രത്യേകം ആലോചിക്കുക. ഇനി ഹിമാലയാസിനെ 3 പാരലൽ ആയിട്ടുള്ള റേഞ്ചുകളായിട്ട് തിരിക്കാറുണ്ട്. നോർത്ത് ടു സൗത്ത്, മനസ്സിലാവും? നോർത്ത് ടു സൗത്ത് 3 പാരലൽ റേഞ്ചുകളായിട്ട് ഹിമാലയൻ റേഞ്ചുകളെ തിരിക്കാറുണ്ട്. ഇതില് ആദ്യം ആര് വരുന്നുണ്ട്? ഗ്രേറ്റർ ഹിമാലയാസ് അഥവാ ഹിമാദ്രി വരുന്നുണ്ട്. 6,000 മീറ്റർ വരെ ആവറേജ് ഹൈറ്റ് ഉണ്ട്. മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെയുള്ള വേൾഡിലെ വളരെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങൾ മിക്കതും ഈ ഗ്രേറ്റർ ഹിമാലയാസ് ഹിമാദ്രിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെ, ഹിമാദ്രി കഴിഞ്ഞാൽ തൊട്ട് താഴെ ഏതാണ്? ഈ ഹിമാദ്രി എന്ന് പറയുന്നതാണ് ഇന്നർ ഹിമാലയാസ്, ഗ്രേറ്റർ ഹിമാലയാസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഈ ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയാസ്, ഗ്രേറ്റർ ഹിമാലയാസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. അതിന് തൊട്ട് താഴെ ലെസ്സർ ഹിമാലയാസ് ഉണ്ട്, അതായത് ഹിമാചൽ ഉണ്ട്. തൊട്ട് സൗത്ത്, ആദ്യം ഹിമാദ്രി കഴിഞ്ഞു അതിന്റെ തൊട്ട് സൗത്ത് എന്തുണ്ട്? ഇടയ്ക്കൊക്കെ ഗ്യാപ്പുകൾ അവിടെ ഇവിടെയൊക്കെ വരുന്ന രീതിയിൽ, അന്ന് അധികം ഗ്യാപ്പിൽ ഇന്ന് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന, അതായത് ഗ്രേറ്റർ ഹിമാലയാസ് അഥവാ ഹിമാദ്രിയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഏതെന്ന് പറയുന്നത്? പർവ്വതനിര എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുകൾ വരുന്നുണ്ട്. ലെസർ ഹിമാലയാസ്, ഹിമാചൽ 3,700 to 4,500 മീറ്റർ ആണ് അതിന്റെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ്. പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകൾ കാണുന്നത് ഈ ഹിമാചലിന്റെ ഭാഗത്തായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
ഷിംല, ഡാർജിലിംഗ്, മുസൂറി തുടങ്ങിയവയൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഔട്ടർ ഹിമാലയാസ്, ഏറ്റവും സൗത്തിൽ കിടക്കുന്ന പർവ്വതനിരകളാണ് ശിവാലിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ്, ഏറ്റവും സദേൺ മോസ്റ്റ് കിടക്കുന്നതാണ് ഔട്ടർ മോസ്റ്റ് ആണ് ശിവാലിക്. 900 മുതൽ 1200 വരെ മീറ്റർ ആണ് ആവറേജ് ഹൈറ്റ്. ടെറായ്, മാർഷി സോണുകളൊക്കെ എന്താണ്, ഫൂട്ട് ഹിൽസ് മുതൽ തുടങ്ങും. അത് ഫൂട്ട് ഹിൽസ് ജസ്റ്റ് ഇതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ഭാഗം ഏതാണ്, ഭാബർ വരും. അതിനുശേഷം എന്ത് ചെയ്യും, ടെറായ് റീജിയനും ഇതിനോട് ചേർന്ന് തന്നെ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഭാഗം ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ എന്താ പറയുക, ഹിമാചലിന്റെയും ശിവാലിക്കിന്റെയും ഒക്കെ ഇടയിലുള്ള വാലികളെ നമ്മൾ ഏത് പേരിൽ വിളിക്കാറുണ്ട്? ഡൂൺസ് എന്ന പേരിൽ വിളിക്കാറുണ്ട് അല്ലെ. ഡെറാഡൂൺ, പത്ലി ഡൂൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ഡൂൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനിടയിലുള്ള വാലികളെയാണ്, വെർട്ടിക്കലായിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന ഇതിന്റെ എന്താ പറയുക കിടക്കുന്ന വാലികളെയാണ് ഡൂണുകൾ, ഡെറാഡൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡൂണുകൾ കേട്ടിട്ടില്ലേ നിങ്ങൾ, ഇവയെ വിളിക്കുന്നത്. ഓക്കെ, ഓർക്കുമല്ലോ കൃത്യമായിട്ട്. ഇനി ട്രാൻസ് ഹിമാലയാസ് ഉണ്ട്. എന്താണ് ട്രാൻസ് ഹിമാലയാസ്? ട്രാൻസെൻഡ് ചെയ്ത് കിടക്കുന്നത് അല്ലെ. ഈ പറഞ്ഞ 3 എന്താ പറയുക റേഞ്ചുകളില്ലേ, ഈ പറഞ്ഞ ഹിമാലയാസ് എന്ന് പറഞ്ഞ ഈ 3 റേഞ്ചുകളുടെ അപ്പുറത്ത് എന്തുണ്ട്, 3 റേഞ്ചുകൾ കിടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പുറത്ത് 3 റേഞ്ചുകൾ. ഈ മലനിരകളെയാണ് ട്രാൻസ് ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഹിമാലയത്തിന്റെ ട്രാൻസെൻഡ് ചെയ്ത് അപ്പുറത്ത് കിടക്കുന്നവ, അതാണ് ട്രാൻസ് ഹിമാലയാസ്. ഈ 3 ഏതൊക്കെയാണ്? കാറക്കോറം റേഞ്ച്, ലഡാക്ക്, സസ്കർ റേഞ്ചുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? K2 ഏതാണ്? മൗണ്ട് K2 എവിടെയാണ് കിടക്കുന്നത്? കാറക്കോറത്തിന്റെ ഭാഗമായിട്ടാണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് ഹയസ്റ്റ് പർവ്വതമാണത്. ഇതിന്റെ ഒരു മാപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറിയാത്തവർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഇത്? വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു NCERT മാപ്പാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഗ്രേറ്റ് ഹിമാലയാസ് എന്ന് പറയുന്നത് ഏതാണ്? ദേ ഇവിടുന്ന് കേട്ടോ, നംഗപർവ്വതമൊക്കെ ഇവിടെ കിടക്കുന്നത് ഈ ഭാഗത്ത്. ഇപ്പൊ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് അത് ഇപ്പൊ കിടക്കുന്നത്. നംഗപർവ്വതം ഏതാണ്? ദേ ഇവിടെ കിടക്കുന്നുണ്ടോ? നംഗപർവ്വതം ഏതാണ്? ഈ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ ട്രയാങ്കിൾ ആണ് നംഗപർവ്വതമൊക്കെ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോ ഹിമാദ്രി എന്ന് പറയുന്നത് ഏതാണ്? ദേ ഈ വരെയാണ്. കണ്ടോ, ലൈറ്റ് ആയിട്ട് കിടക്കുന്ന ഈ ചതുരത്തിൽ കിടക്കുന്ന ഈ വര കണ്ടോ, ഇങ്ങനെ പോകുന്നുണ്ടോ നിങ്ങൾ? ഈ പോകുന്നതാണ് ഇത് ഹിമാദ്രി എന്ന് പറയുന്ന വര കിടക്കുന്നത്. ഹിമാചൽ എവിടെയാണ്? ദേ ഇവിടെ. ഹിമാചൽ ഇവിടെ കണ്ടോ, ഇതിന്റെ ഭാഗമായിട്ട് പീർ പഞ്ചൽ റേഞ്ച് ഒക്കെ ഇവിടെ കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഇതിന്റെ പോകുന്നുണ്ട്. അതിനുശേഷം ഏത് കിടക്കുന്നുണ്ട്? ശിവാലിക് റേഞ്ച് കിടക്കുന്നുണ്ട് കണ്ടോ. ശിവാലിക് റേഞ്ച് കുറച്ചും കൂടി എന്താണ്, ഡൈസെക്റ്റഡ് ആയിട്ടുള്ള മുറിഞ്ഞു പോകുന്നതാണ് ഇത് ശിവാലിക് റേഞ്ച്, സദേൺ മോസ്റ്റ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ 3 ആളുകൾ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് ആര് കിടക്കുന്നുണ്ട്? ദേ ഏതാണ്? സസ്കർ റേഞ്ച്. അപ്പൊ സസ്കർ റേഞ്ചിന്റെ ഈ എൻഡിങ്ങിന്റെ ഇവിടെ, ഹിമാദ്രിയുടെ ഈ എൻഡിങ്ങിന്റെ ഇവിടെ ഭാഗത്തായിട്ടാണ് ഇത് നംഗപർവ്വത് കിടക്കുന്നത് അല്ലെ. നംഗപർവ്വത്, ഈ നംഗപർവ്വതത്തിന്റെ അപ്പുറത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? സിന്ധു നദി അപ്പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നത്? സിന്റാക്സിയൽ ബെൻഡ് എടുത്തിട്ട് താഴത്തോട്ട് വരുന്നത്. അപ്പൊ സസ്കർ റേഞ്ച് ഇവിടെ കിടക്കുന്നു, ലഡാക്ക് റേഞ്ച് ഇത് ഇവിടെ കിടക്കുന്നു, കാറക്കോറം റേഞ്ച് ഇത് ഇവിടെ കിടക്കുന്നു. കാറക്കോറം റേഞ്ചിൽ ഇവിടെ ആയിട്ടാണ് മൗണ്ട് K2 കിടക്കുന്നത്. ഓക്കെ അല്ലേ? കൃത്യമാണല്ലോ? ഇത് എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഈ ഓർഡർ താഴെ മുകളിലേക്കാണെങ്കിലും മുകളിൽ നിന്ന് താഴത്തേക്കാണെങ്കിലും ഓർത്ത് വെക്കുക. ഇനി കാറക്കോറം റേഞ്ച് പോയിട്ട് ചേരുന്നത് 3 റേഞ്ചുകൾ. കാറക്കോറം റേഞ്ച് പോയിട്ട് ചേരുന്നു, ഹിന്ദു കുഷ് പോയിട്ട് ചേരുന്നു, കുൻലുൻ മൗണ്ടൻസ് പോയി ചേരുന്നു. എവിടെ ചേരുന്നു? പാമിർ നോട്ട്, ലോകത്തിന്റെ മേൽക്കൂര അല്ലെ. ലോകത്തിന്റെ മേൽക്കൂര എന്ന പേരിൽ അറിയപ്പെടുന്ന പാമിർ നോട്ടിലേക്കാണ് ഈ കാറക്കോറം റേഞ്ചും ഹിന്ദു കുഷ് റേഞ്ചും കുൻലുൺ മൗണ്ടൻസും പോയി ചേരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതാണ്ട് ഈ നോർത്തേൺ മോസ്റ്റ് ഭാഗത്തെ സ്ട്രക്ചർ ജനറലി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. റൈറ്റ്? കൃത്യമാണല്ലോ? അപ്പോ ട്രാൻസ് ഹിമാലയാസ് അല്ലെ, താഴേന്ന് മുകളിലോട്ട് പോകും, സൗത്ത് നിന്ന് നോർത്തേക്ക് പോകണമെങ്കിൽ ആദ്യം സസ്കർ റേഞ്ച്, പിന്നെ ലഡാക്ക് റേഞ്ച്, പിന്നെ കാറക്കോറം റേഞ്ച് കിടക്കുന്നു എന്നും ഓർക്കുക. ഇമ്പോർട്ടന്റ് പാസുകൾ നിങ്ങൾ തീർച്ചയായും പഠിച്ചു വെക്കണം. സോജില പാസ് ജമ്മു ആൻഡ് കാശ്മീരിൽ, ബനിഹാള്, ഷിപ്കില പാസ് ഒക്കെ കിടക്കുന്നുണ്ട്, നാഥുല പാസ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോന്നും എവിടെയൊക്കെയാണ് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് കുറച്ച് എന്താണ് എക്സാമ്പിളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാത്രം എന്ത് ചെയ്ത് പഠിച്ചു നിൽക്കരുത്. മേജർ ഹിമാലയൻ പാസസ് എന്ത് ചെയ്യുക? പ്രധാനപ്പെട്ടതൊക്കെ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ, നാഥുല പാസ്, ജലേപ്ല പാസ്, ഇതൊക്കെ എന്ത് ചെയ്യുക? ഓർക്കുക. എന്തിനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന കാര്യമൊക്കെ എന്ത് ചെയ്യുക? പ്രത്യേകം ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട പീക്കുകൾ, ഹൈറ്റുകൾ ഏത് ഭാഗത്തായിട്ടാണ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാഞ്ചൻജംഗയാണ് ഇന്ത്യയുടെ എന്താ പറയുക തർക്കരഹിതമായിട്ട് കിടക്കുന്ന ഇന്ത്യയിലെ ഹയസ്റ്റ് മൗണ്ടൻ ഏതാണ്? കാഞ്ചൻജംഗയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാറക്കോറം, കാരണം എന്താണ്? കാറക്കോറം ഏതാണ്? ഇന്ത്യയിലെ ഹയസ്റ്റ് മൗണ്ടൻ. ഇത് ഡയറക്ട്ലി ചോദിച്ചാൽ അത് ഏതാണ്? മൗണ്ട് K2 തന്നെയാണ്, ഗോഡ്വിൻ ഓസ്റ്റ് ആണ്. പക്ഷേ അത് എവിടെയാണ് കിടക്കുന്നത്? നിലവിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് എന്ത് ചെയ്യുന്നത്? അത് കിടക്കുന്നത്. നമ്മളിപ്പുറത്ത് കണ്ടത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മൗണ്ട് K2 ആക്ച്വലി ഇന്ത്യയിലാണ്. പക്ഷേ അത് ഇപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. കാരണം എന്താണ്? പാകിസ്ഥാന്റെ ഭാഗമായിട്ടാണ് അത് കിടക്കുന്നത്. നമുക്ക് ഏതാണ്ട് എത്രയേ ഉള്ളൂ? ഏതാണ്ട് ഇങ്ങനെ ഒരു റേഞ്ച് നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിലായിട്ട്. ഞാൻ വരച്ച കൃത്യമായിരിക്കില്ല
ആയിരിക്കില്ല, കുറച്ച് മാറ്റം ഉണ്ടാവുക. ഞാൻ ഏതാണ്ട് സൂചിപ്പിച്ചാണ് അല്ലെ. അക്സൈറ്റിന്റെ കുറെ ഭാഗം എവിടെയാണ്? ചൈനയുടെ അടുത്ത് കിടക്കുന്നുണ്ട്, കുറെ ഭാഗം ബാക്കി പാകിസ്ഥാന്റെ അടുത്തുമായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ജനറൽ കിടക്കുന്നത്. പ്രധാനപ്പെട്ട നന്ദാദേവിയൊക്കെ എവിടെയാണെന്നൊക്കെ പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട പീക്കുകളും ഡേറ്റയും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, റൈറ്റ്. ചോദ്യങ്ങളിലേക്ക് പോവൂ. വിച്ച് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ പീക്ക് ഇൻ ദ വേൾഡ് ആൻഡ് വേർ ഈസ് ഇറ്റ് ലൊക്കേറ്റഡ്? എവിടെയാണ്? K2 ആണ് സെക്കൻഡ് ഹയസ്റ്റ്. കാറക്കോറം റേഞ്ചിൽ അത് കിടക്കുന്നു. വിത്ത് മാപ്പ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതാണ്. ദ ഹിമാലയൻ റിവേഴ്സ് ലൈക്ക് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ദേ ആർ കോൾഡ് ആന്റിസെഡന്റ് റിവേഴ്സ്. ഇതിന്റെ റീസൺ അറിയോ എന്താണ്? ബിക്കോസ് ദേ ആർ ഓൾഡർ ദാൻ ഹിമാലയാസ്. അതായത് ഹിമാലയത്തിന് മുമ്പേ എന്തുണ്ടായിരുന്നു? ഈ നദികളൊക്കെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഇന്ത്യ വന്ന് ഇടിച്ചപ്പോൾ എന്ത് ചെയ്തു? ഹിമാലയത്തിന്റെ ഇടയിൽ പൊങ്ങി. പക്ഷെ ഈ നദികൾ എന്ത് ചെയ്തു? ഈ പൊങ്ങി വരുന്ന ഹിമാലയത്തിന്റെ ശിഖരങ്ങളെ മുറിച്ചിട്ട് ആരൊഴുകാൻ തുടങ്ങി? ഈ നദികൾ ഒഴുകാൻ തുടങ്ങി. ഈ ഒഴുകുന്ന സ്ഥലങ്ങളിൽ ഇപ്പുറത്തെ ഹൈറ്റ് ഉണ്ടാകും അല്ലെ, ഇപ്പുറത്തെ ഹൈറ്റുള്ള ഒരു ഭാഗം ഉണ്ടാവും. ഈ നദികൾ എന്താവും? അതിന്റെ ഇടയിൽ വാലികൾ ഉണ്ടാക്കി ഒഴുകാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പുറത്തുണ്ടാകും. കാലങ്ങളായിട്ട് ഇപ്പോൾ മുറിച്ച് ഒഴുകിയിട്ട് എന്താവാൻ തുടങ്ങി? അതിനിടയിൽ വലിയ വാലികൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്നൊക്കെ ഒഴുകി ഇറങ്ങിയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ തമാശ രീതിയിൽ ഒഴുകി പോകുന്നു. പക്ഷെ അങ്ങനെയല്ല, പണ്ടേ ഉണ്ടായിരുന്നു. ഹിമാലയം മുകളിലോട്ട് അല്ലേ പൊങ്ങുന്നത്. അപ്പൊ ഈ നദികൾ ഒഴുകി എന്ത് ചെയ്യും? അതിനിടയിൽ അവർക്ക് ആവശ്യമായ വാലി ഉണ്ടാക്കിയിട്ട് നദികൾ ഒഴുകിയിട്ട് പോവുകയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവയെ ആന്റിസിഡന്റ് റിവറുകൾ എന്ന് വിളിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. The Shivalik range is also known as outer Himalayas. The Shivalik range is also known as outer Himalayas. ഓർത്തിരിക്കുമല്ലോ. മറ്റ് പേരുകൾ പ്രത്യേകം ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? മറ്റ് പേരുകൾ ഹിമാദ്രി, ഹിമാചൽ, ട്രാൻസ് ഹിമാലയാസ്, ശിവാലിക്സ്, ഔട്ടർ ഹിമാലയാസ്, സദേൺ മോസ്റ്റ് ആരാണ്, ഇന്നറിൽ ആരാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? നോർത്തേൺ പ്ലെയിനുകൾ. നോക്കൂ, നോർത്തേൺ പ്ലെയിനിൽ നോർത്തേൺ പ്ലെയിൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അലൂവിയൽ ഡെപ്പോസിറ്റ് ആണ്. ഈ ഒഴുകി വരുന്ന താഴത്തേക്ക് വരുന്ന നദികളെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഹിമാലയൻ റിവറുകളൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഡെപ്പോസിഷനിൽ നിന്നാണ് ഈ നോർത്തേൺ പ്ലെയിനുകൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 2400 കിലോമീറ്റർ ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെ നീണ്ടു കിടക്കുന്ന 240 മുതൽ 320 കിലോമീറ്റർ വൈഡ് ആയിട്ട് കിടക്കുന്ന ഏതാണ്ട് 7 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഏരിയ വരുന്ന ഒരു വലിയ ഭാഗമാണ് ഇന്ത്യയുടെ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ജിയോളജിക്കലി നോക്കുമ്പോൾ പക്ഷേ ഇവ യങ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവ മോസ്റ്റ് ഫെർട്ടൈൽ അഗ്രികൾച്ചറൽ റീജിയൻ ഇൻ ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർത്തേൺ പ്ലെയിനുകളാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. തമിഴ്നാട്ടിന്റെയും ബാക്കിയുള്ള കുറച്ച് ഇടങ്ങളുണ്ട്. പക്ഷേ ഈ വലിയൊരു റേഞ്ച് നോക്കുമ്പോൾ നമ്മൾ അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. കാരണം ഈ അലൂവിയൽ ഡെപ്പോസിഷൻ ആണ് അതിലേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നത്? ന്യൂട്രിയൻസിനെയും മൂലകങ്ങളെയും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ഈ യങ് ആയിട്ടുള്ള യങ് റിവറുകളാണ് വരുന്നത് അല്ലെ. അവ എന്ത് ചെയ്യുന്നുണ്ട്? അത്രയധികം ഡെപ്പോസിഷൻ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവ എന്തായി മാറുന്നത്? മോസ്റ്റ് ഫെർട്ടൈൽ അഗ്രികൾച്ചറൽ റീജിയൻ ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. ഇനി ഈ ഡിവിഷൻ ഈ നോർത്തേൺ പ്ലെയിനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. പല രീതിക്ക് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ഒന്നെന്താണ്? പഞ്ചാബ് പ്ലെയിൻ, ഗംഗാട്ടിക് പ്ലെയിൻ, ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് എന്ത് ചെയ്യാറുണ്ട്? ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിവൈഡ് ചെയ്യാറുണ്ട്. എന്താ പറയുക? ഹിമാലയാസിന്റെ ഡിവിഷൻ നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഹിമാലയാസിന്റെ ഈ ഡിവിഷൻ അല്ലാണ്ട് ഈ പറയുന്ന നമ്മൾ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്ന ഈ തരത്തിൽ ഡിവിഷൻ അല്ലാണ്ട് ഈ ഇൻഡസ് റിവറും സത്ലജ് റിവറിന്റെ ഇടയിൽ സത്ലജ് റിവർ മുതൽ ഇങ്ങോട്ട് അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്? മറ്റൊരു ഡിവിഷൻ കൂടി ഉണ്ടാവാറുണ്ട് അല്ലെ. പഞ്ചാബ് ഹിമാലയാസ് എന്ന പേരിൽ അല്ലെ. പഞ്ചാബ് ഹിമാലയാസ്, കുമവൂൺ ഹിമാലയാസ്, നേപ്പാൾ ഹിമാലയാസ്, ആസാം ഹിമാലയാസ് എന്ന പേരിൽ എന്ത് ചെയ്യാറുണ്ട്? തരംതിരിക്കാറുണ്ട്. ഈ ഡിവിഷനും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ബ്രഹ്മപുത്ര, തീസ്റ്റ അല്ലെ, തീസ്റ്റ, കാളി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ആ ഡിവിഷൻ പറയാറുണ്ട്. ആ ഡിവിഷനുകൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഇൻഡസ് മുതൽ സത്ലജ് വരെ. അപ്പൊ ഈ രീതിയിലുള്ള ഈ ഡിവിഷൻ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ഡിവിഷൻ അതായത് ഇങ്ങനെ സൗത്ത് ടു നോർത്ത് മാത്രമല്ല, എങ്ങനെയാണ്? വെസ്റ്റ് ടു ഈസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സൗത്ത് ടു നോർത്ത് എന്ത് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ ഈ ഡിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് ടു ഈസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നദികളുടെ ബേസിസിൽ ഹിമാലയാസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ പഞ്ചാബ് ഹിമാലയാസ്, കുമവൂൺ ഹിമാലയാസ്, നേപ്പാൾ ഹിമാലയാസ്, അതുപോലെ തന്നെ ഏത് രീതിയിൽ ആസാം ഹിമാലയാസ് എന്നീ രീതിയിലുള്ള ഡിവിഷനെ കുറിച്ചും കൃത്യമായിട്ട് ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റ്. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ പഞ്ചാബിലെ 5 റിവറുകൾ അല്ലെ, സത്ലജ്, ബേസ്, രവി, ചെനാബ്, ജേലം
ഇവരുണ്ടാക്കുന്ന പ്ലെയിന്, ഗംഗാട്ടിക് ആയിട്ടുള്ള എന്താ പറയുക പ്ലെയിന്, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര പ്ലെയിന്, ഇതെന്ത് ചെയ്യാറുണ്ട്, പ്ലെയിനുകളായിട്ട് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഭാബർ, ടെറായ്, ഭംഗർ, ഖാദർ എന്നീ പേരുകളിൽ കൂടി ഡിവൈഡ് ചെയ്യുന്നു. എന്താണ്, അതായത് നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്യുകയാണ്, മറ്റൊരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെ. ഇത് ഹിമാലയാസ്. ഓക്കെ, ഇവിടെ നിങ്ങളാണ് പ്ലെയിൻസ് കിടക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നദികൾ ഇങ്ങനെ ഒഴുകി ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ നദികൾ പിന്നെ പ്ലെയിനിലേക്ക് ഒഴുകുന്നത്. അപ്പൊ ഈ ഒഴുകി വരുന്ന ശക്തി അങ്ങ് കുറയും. അപ്പൊ വലിയ വലിയ ബോൾഡറുകളും അല്ലെ വലിയ വലിയ കല്ലുകളും സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ നിക്ഷേപിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുമ്പോൾ ഈ നദി ഒഴുകുന്നത് പലപ്പോഴും കാണില്ല. ഈ നദി ഇതിന്റെ ഉള്ളിൽ ആയിരിക്കും ഒഴുകുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഭാഗത്തിനെയാണ് ഏത് പേരിൽ വിളിക്കുന്നത്, ഭാബർ, ഭാബർ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒഴുകി പോകുന്ന നദി ഈ നിക്ഷേപങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും, ഈ നദി കുറച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഒഴുകിയിട്ട് പിന്നെയും വീണ്ടും കാണാൻ പറ്റും നമുക്ക്. ഈ പുറത്തേക്ക് വരുന്ന സ്ഥലം ഭയങ്കര മാർഷി ലാൻഡ് ആയിരിക്കും. അതാണ് ടെറായ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ടെറായ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ നദി ഒഴുകുന്ന ഭാഗം ഉണ്ടല്ലോ, പ്ലെയിനുകൾ ഉണ്ടല്ലോ. ആ പ്ലെയിനിന്റെ ഭാഗത്ത് രണ്ട് തരത്തിൽ ആ പ്ലെയിനെ ഡിവൈഡ് ചെയ്യും. എന്താണ്, ഓൾഡ് അലൂവിയം, പണ്ടേക്ക് പണ്ട് എന്താണ് അലൂവിയൽ ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് ഭംഗർ എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അതായത് നദി എങ്ങനെ ഒഴുകുക, ഒരു സ്ഥലത്ത് കൂടെ നദി എങ്ങനെ ഒഴുകുക, ഇങ്ങനെ പോകുമ്പോൾ നദി ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് പൊളിച്ച് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ ഇതിനു മുമ്പത്തെ സ്ഥലം നോക്കുമ്പോൾ ഇപ്പുറത്ത് ഇങ്ങനെ കുറച്ച് ഹൈറ്റുള്ള ഒരു ഭാഗം കാണും. പണ്ട് നദി ഇതിന്റെ മുകളിൽ കൂടെയാണ് ഒഴുകിയിട്ടുണ്ടായിരുന്നത്. അത് എടുത്തെടുത്ത് പോയിട്ട് എന്ത് ചെയ്തു, ഇവിടെയൊക്കെ എന്ത് ചെയ്തു, അലൂവിയൽ ഡെപ്പോസിഷൻ നടത്തി എന്ത് ചെയ്തു, ഇപ്പൊ നദി കുറച്ച് ആഴം കൂട്ടി ഇവിടെ അല്ലെ. അപ്പൊ പണ്ടത്തെ അലൂവിയൽ ഡെപ്പോസിഷൻ ഈ മുകളിൽ ഹയർ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലോ? ഹയർ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഓൾഡ് അലൂവിയൽ ഡെപ്പോസിഷൻ ഉണ്ടാവും. ഇപ്പൊ നദി ഒഴുകുന്നത് എങ്ങനെയാ, ഈ ഭാഗത്ത് കൂടെ. ഇവിടെ എന്ത് ചെയ്യും, ഇപ്പോ പുതിയതായിട്ട് ന്യൂ അലൂവിയൽ ഡെപ്പോസിഷൻ വരും. കുറച്ച് കഴിഞ്ഞാൽ ഇനി നദി കുറച്ചും കൂടി അടിയിലോട്ട് പോകും. അപ്പൊ ഇവിടെ റിലേറ്റീവ്ലി ന്യൂയർ അലൂവിയൽ ഡെപ്പോസിഷൻ എന്ത് ചെയ്യും, കുറച്ച് താഴെ കാണും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ന്യൂ അലൂവിയം ഇൻ ഫ്ലഡ് പ്ലെയിൻസ്, ഇപ്പോഴത്തെ ഫ്ലഡ് പ്ലെയിനിൽ മോർ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ഏതാ, ഏറ്റവും ഫെർട്ടൈൽ ഏതായിരിക്കും, ഖാദർ ആയിരിക്കും അല്ലെ. ഇവിടെ എന്ത് ചെയ്യുകയാണ്, പുതിയ സ്ഥലങ്ങളിലുള്ള ഡെപ്പോസിഷൻ കാണാൻ പറ്റും. അത് ഖാദർ ആണ്. പണ്ടുള്ള സ്ഥലം ഏതാണത്, ഇവിടെ അതേതാണ്, അത് ഭംഗർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഏറ്റവും ആദ്യമുള്ള ഭാബർ റീജിയൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് നദികൾ എന്ത് ചെയ്യുന്നത്, ഡിസപ്പിയർ ചെയ്യുന്നത്, നദികൾ കാണാണ്ടാവുന്നു. കാരണം എന്താ, ഈ വലിയ കല്ലുകളും പെബിൾസ് ഒക്കെ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്ത് ചെയ്യുകയാണ്, നിക്ഷേപിക്കണം. അപ്പൊ അതിന്റെ ഉള്ളിൽ നദി ഒഴുകി പോവുകയാണ്. എന്നിട്ട് അത് റീഅപ്പിയർ ചെയ്യുന്നത് എവിടെയാണ്, ടെറായ് റീജിയൻ. അതുകൊണ്ടാണ് അവിടെ മാർഷി ആയിട്ടുള്ള ലാൻഡ് ആണ് എന്ന് പറയുന്നത്. റിവേഴ്സ് റീഅപ്പിയർ, പിന്നെയും റിവർ തിരിച്ച് കാണാണ്ടായ റിവറിനെ തിരിച്ചു കിട്ടുന്ന സ്ഥലം ഇതാണ്. ഇവിടെ ഡെൻസ് ഫോറസ്റ്റുകൾ, ഈ മാർഷി ആയിട്ടുള്ള ലാൻഡും ഈ വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഒക്കെ കാരണം അവിടെ എന്തുണ്ടാവാറുണ്ട്, ഡെൻസ് ഫോറസ്റ്റുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. ന്യൂവർ അലൂവിയൽ കിട്ടുന്ന സ്ഥലം ഖാദർ ആണ്. അവിടെ മോർ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആണ്. ഇത് ഓരോ ഫ്ലഡ് സീസണിലും എന്ത് ചെയ്യും, പുതിയ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഈ പോയിന്റ്സ് എന്ത് ചെയ്യുകയാണ്, വളരെ ചുരുക്കിക്കൊണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ബാബറിൽ ഗ്രേവൽ ഡെപ്പോസിറ്റ്, ഗ്രേവൽ എന്ന് വെച്ചാൽ വലിയ വലിയ കല്ലുകളുടെ ഡെപ്പോസിറ്റ് ആണ്. റിവർ ഡിസപ്പിയർ ചെയ്യുന്നു. ടെറായ് മാർഷി ലാൻഡ് ആണ്. അവിടെ എന്താണ്, സ്പ്രിങ്സ് തിരിച്ച് റീ എമർജ് ചെയ്യുന്നു. ഭംഗർ ഓൾഡ് അലൂവിയം ആണ്, റിലേറ്റീവ്ലി ഹൈ ഗ്രൗണ്ടിലായിരിക്കും. ഖാദർ എന്താണ്, ന്യൂ അലൂവിയം ആണ്, ഫ്ലഡ് പ്ലെയിൻ ഉണ്ടാക്കുന്നു, ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആണ്. ഇനി ദോബ് പറഞ്ഞില്ലേ, രണ്ട് നദികളുടെ ബിറ്റ്വീൻ ടു റിവേഴ്സ്, രണ്ട് നദികളുടെ ഇടയിലുള്ള ഏരിയയെ ദോബ് എന്നാണ് വിളിക്കാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണങ്ങൾ ഇവിടെ കുറെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്താണ്, ഇത് നമ്മളുടെ സിന്ധു നദിയിലെ 5 എന്താ പറയുക ട്രിബ്യൂട്ടറീസ് ഇല്ലേ, അവരുണ്ടാക്കുന്നതായിട്ടുള്ള എന്താ പറയുന്നത്, ദോബുകളാണ് ഓരോ നദികളുടെ ഇടയിലും അല്ലെ. ഈ 5 നദികൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ നിങ്ങൾ, ഈ 5 നദി, സത്ലജിന്റെയും രവിയുടെ ഇടയിൽ ഒരു ദോബ് കിടക്കുന്നുണ്ട്. രവിയുടെയും ചെനാബിന്റെ ഇടയിൽ മറ്റൊരു ദോബ്, ചെനാബിന്റെയും ജേലത്തിന്റെ ഇടയിൽ മറ്റൊരു ദോബ്, ജേലത്തിന്റെയും ഇൻഡസിന്റെ ഇടയിൽ മറ്റൊരു ദോബ്. ഈ നദികളുടെ ഇടയിലുള്ള, അതായത് ഈ ദോബുകൾ ഭയങ്കര ഫലഭൂയിഷ്ടമായിരിക്കും. കാരണം എന്താ, ഇൻഡസിൽ നിന്നുള്ള എന്താ പറയുക ഡെപ്പോസിഷനും ഉണ്ടാവും, ജേലത്തിൽ നിന്നുള്ള ഡെപ്പോസിഷൻ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ഡെപ്പോസിഷൻ മൊത്തം കിട്ടി അലൂവിയൽ ഡെപ്പോസിഷൻ കിട്ടി എന്ത് ചെയ്യും, ഇവിടം ഭയങ്കര ഫലഭൂയിഷ്ടമായിരിക്കും. അപ്പൊ രണ്ട് നദികൾക്കിടയിലുള്ള ദോബുകൾ ഭയങ്കര ഫേമസ് ആയിരിക്കും. റായ്ചൂർ ദോബ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റായ്ചൂർ ദോബിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എന്താ പറയുക വിജയനഗര എംപയറും ബാക്കിയുള്ള എന്താ പറയുക ബഹമനി കിങ്ഡങ്ങളും എല്ലാവരും തമ്മിൽ എപ്പോഴും ഫൈറ്റ് നടന്നിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടായിരുന്നു, റായ്ചൂർ ദോബിന് വേണ്ടിയിട്ടായിരുന്നു. ഈ റായ്ചൂർ ദോബ് ഏത് 2 റിവേഴ്സിന്റെ ഇടയിലായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഈ റായ്ചൂർ ദോബ് ഏത് 2 റിവറുകളുടെ ഇടയിലായിരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാൻ സാധിക്കുമോ? ഇടയ്ക്ക് വളരെ കൃത്യമായിട്ട്
ഒരു ഗ്യാപ്പ് വിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ റായ്ചൂർ ദ്വീപും വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോഴും കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ 5 എന്താ പറയുന്നത് നദികളുടെയും ഇടയിലുള്ള ദ്വീപുകളെ കുറിച്ചിട്ടുള്ള അവയ്ക്കുള്ള പേരുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ നദികളുടെയും ആദ്യത്തെ ലെറ്ററുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള പേരുകളാണ്. അതുകൊണ്ട് പഠിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പഞ്ചാബ് ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹരിയാന എന്താണ് ഈ പഞ്ചാബിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ്. അതുപോലെ തന്നെ സിന്ധു നദി കരാർ ഉണ്ടാക്കിയിട്ടുള്ളത് പാകിസ്ഥാനുമായിട്ട് ഒപ്പിട്ടത് 1960 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, റൈറ്റ്. ഇതേ ചോദ്യങ്ങളാണ്. PDF ഞാൻ തരുന്നതായിരിക്കും. ഞാനിവിടെ സമയം കളയുന്നില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, PDF ചാനലിൽ വന്നിട്ട് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ഇനി പെനിൻസുലാർ പ്ലാറ്റൂവിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, പെനിൻസുലാർ പ്ലാറ്റൂവിലേക്ക് പോകുന്ന സമയത്ത് ഇതാണ് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഭൂരൂപം, മോസ്റ്റ് സ്റ്റെബിളുമായിട്ടുള്ള ലാൻഡ് മാസ്. ഇതേപോലെ ചോദ്യം വന്നിട്ടുണ്ട്. മൊത്തം ഇന്ത്യ നോക്കുമ്പോൾ അതിലെ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ലാൻഡ് മാസ് പെനിൻസുലാർ പ്ലാറ്റോ ആണ്. ദിസ് ഇസ് പാർട്ട് ഓഫ് ദ ആൻഷ്യൻ ഗോണ്ട്വാന സൂപ്പർ കോണ്ടിനെന്റ്. പണ്ടത്തെ നമ്മളുടെ ഗോണ്ട്വാന സൂപ്പർ കോണ്ടിനെന്റ് നമ്മൾ പറയാറില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിന്റെ പാർട്ടായിരുന്നു ഈ പെനിൻസുലാർ പ്ലാറ്റോ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പല പല ജിയോളജിക്കൽ എഫക്ട് കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതുതാക്കപ്പെട്ടിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. ഈ നടുക്കുള്ള നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഒത്ത നടുക്കായിട്ടുള്ള പെനിൻസുലാർ പ്ലാറ്റോ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ ലാൻഡ് മാസ് ഓഫ് ഇന്ത്യ ആയിട്ട് തുടരുന്നു. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ് ക്രിസ്റ്റലൈൻ ആൻഡ് ഇഗ്നിയസ് റോക്കുകൾ. അല്ലെ, ട്രയാങ്കുലർ ഷേപ്പ് വന്നു. അല്ലെ, ഇതെന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റൂവിന്റെ അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താ പറയുന്നത്, ഡെക്കാൻ പ്ലാറ്റൂവും മറ്റും എങ്ങനെ ഉണ്ടായെന്ന് പറയാറുണ്ട് നമ്മൾ. ലാവ കവേർഡ് ബസാൾട്ട് റോക്കുകളുടെ കഥയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഡെക്കാൻ ട്രാപ്പുകൾ ഉണ്ടായ കഥയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഡെക്കാൻ പ്ലാറ്റൂ എന്ന് പറയുന്നത്, ഡെക്കാൻ പ്ലാറ്റൂ എന്നും സെൻട്രൽ ഹൈലാൻഡ് എന്നും എന്ത് ചെയ്യാറുണ്ട്, ഈ പെനിൻസുലാർ പ്ലാറ്റൂവിനെ ഒന്നാകെ നമ്മൾ തിരിക്കാറുണ്ട്. പെനിൻസുലാർ പ്ലാറ്റൂവിനെ ഒന്നാകെ ഇങ്ങനെ 1, 2 എന്ന 2 ഡിവിഷനായി തിരിക്കാറുണ്ട്. സെൻട്രൽ ഹൈലാൻഡ് നോർത്ത് ഓഫ് നർമ്മദ റിവറുള്ള ഭാഗത്തിൽ കുറേയധികം ഭാഗങ്ങളുണ്ട്. ആരാവലി റേഞ്ചുകൾ, വിന്ധ്യ, സത്പുര റേഞ്ചുകൾ, മാൽവ പ്ലാറ്റൂ, അങ്ങനെ വേറെയും പ്ലാറ്റുകളൊക്കെ ഉണ്ട് അവിടെ. മനസ്സിലായോ? ഇതൊക്കെ കൂടിയാണ് സെൻട്രൽ ഹൈലാൻഡുകൾ. ഡെക്കാൻ പ്ലാറ്റൂവിന്റെ അവിടെ എന്തൊക്കെയുണ്ട്, സൗത്ത് ഓഫ് നർമ്മദയാണ് ഡെക്കാൻ പ്ലാറ്റൂ. എന്തൊക്കെയുണ്ട്, വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സിന്റെയും ഇടയിലാണ് ഡെക്കാൻ പ്ലാറ്റൂ. ഇതൊരിക്കൽ PSCയിൽ നമ്മുടെ ഡിഗ്രി ലെവൽ ചോദ്യമായി വന്നിട്ടുണ്ട്. ഡെക്കാൻ പ്ലാറ്റൂ എന്ന് പറയുന്നത് എങ്ങനെ, അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് എവിടെയാണ്, വെസ്റ്റേൺ ഗാട്സിന്റെയും ഈസ്റ്റേൺ ഗാട്സും കൊണ്ട് ബൗണ്ടഡ് ആണ് ഏത്, ഡെക്കാൻ പ്ലാറ്റൂ എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. അതായിരുന്നു അവിടുത്തെ ശരിയായ സ്റ്റേറ്റ്മെന്റ്. അത് നമ്മൾ തിരിച്ചറിയണമായിരുന്നു. മുമ്പുള്ള PYQ ആയിട്ട് വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് വെസ്റ്റേൺ ഗാട്സ് ഇങ്ങനെ പോകുന്നുണ്ട്, ഈസ്റ്റേൺ ഗാട്സ് ഇങ്ങനെ പോകുന്നുണ്ട്, ഇതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രയാങ്കുലർ മാസ് കിടക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്, ബോണ്ടഡ് എന്നതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ലാവ കവേർഡ് ബസാൾട്ട് ആണ് ഡെക്കാൻ ട്രാപ്സ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. വെസ്റ്റേൺ ഗാട്സ് പല തവണയായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. 1600 കിലോമീറ്റർ ലോങ്ങിൽ കിടക്കുന്നു. 1000 മീറ്ററൊക്കെയാണ് ആവറേജ് ഹൈറ്റ്. ഇറ്റ് റൺസ് പാരലൽ ടു ദ അറേബ്യൻ സീ. ഹയസ്റ്റ് പീക്ക് ആനമുടിയാണ്, കേരളത്തിലാണ്. ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലാർ ഇന്ത്യയാണ് ആനമുടി എന്ന് പറയുന്നത്. താൽഘാട്ട്, ഭോർഘാട്ട്, പാൽഘാട്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, താൽഘാട്ടും ഭോർഘാട്ടും അല്ലെ, താൽഘാട്ടും ഭോർഘാട്ടും ഏതൊക്കെ 2 സ്ഥലങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഓർക്കാം. ഒരു സ്ഥലത്തിനെ തന്നെ 2 ഇടങ്ങളിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. താൽഘാട്ടും ഭോർഘാട്ടും എന്തിനെയൊക്കെ, ഏതൊക്കെ സിറ്റികളെ കണക്ട് ചെയ്യുന്നു എന്ന് ഓർക്കുക. ഒന്ന് എവിടേക്കാണ്, നാഗ്പൂരിലേക്കാണ് പോകുന്നത്. ഒന്ന് പൂനെയിലേക്കാണ് പോകുന്നത്. എവിടെ നിന്നൊക്കെയാണ് പോകുന്നത് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മീറ്റിംഗ് പോയിന്റ് ഓഫ് എന്തൊക്കെ, വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ഈസ്റ്റേൺ ഗാട്സ് എവിടെയാണ്, നീൽഗിരീസ് ആണ്. പ്രത്യേകം ഓർക്കുക, വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സും വന്ന് മീറ്റ് ചെയ്യുന്നത്, ഒന്നിക്കുന്നത് നീൽഗിരീസിലാണ്. ഈസ്റ്റേൺ ഗാട്സ് വെസ്റ്റേൺ ഗാട്സിനെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലോ അല്ല, വളരെ ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം എന്താണ്, ഈസ്റ്റേൺ ഗാട്സ് പോകുന്ന വഴിക്കാണ് പെനിൻസുലാർ റിവറുകളൊക്കെ ഒഴുകി പോകുന്നത്. അവയുടെ ട്രിബ്യൂട്ടറീസ് ഉണ്ട്. അതുകൊണ്ട് പലയിടങ്ങളിലും ഈസ്റ്റേൺ ഗാട്സ് എന്ത് ചെയ്യുന്നു, മുറിച്ച് മാറ്റപ്പെടുന്നു. ആവറേജ് ഹൈറ്റ് 500 മുതൽ 600 വരെയാണുള്ളത്. ഹയസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ജിന്ദഗാഡ പീക്കാണ്. 1690 മീറ്റർ ആണുള്ളത്. ഇത് ആന്ധ്രാപ്രദേശിലാണത് ഉള്ളത്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് പ്ലാറ്റൂസിന്റെ ലിസ്റ്റും അത് എവിടേക്കാണുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെയർ ഓഫ് ഇന്ത്യ ഏതാണ്, റെയർ ഓഫ് ഇന്ത്യ. റെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി ഫ്രാൻസിന്റെ അതിർത്തിയിലുള്ള വളരെ റിച്ച് ആയിട്ടുള്ള, മിനറൽ റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് റെയർ എന്ന് പറയുന്നത്, യൂറോപ്പിലെ. മനസ്സിലാവുണ്ടോ? ഈ റെയർ എന്ന് പറയുന്നത് മിനറൽ റിച്ച് ആയതുപോലെ നമ്മളുടെ മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അതാണ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു. അതുകൊണ്ട് തന്നെ റെയർ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു ആണ്. ഛോട്ടാ നാഗ്പൂരിന്റെ മെജോറിറ്റി ഭാഗവും ജാർഖണ്ഡിന്റെ ഉള്ളിലായിട്ടാണ് കിടക്കുന്നത്. അതും ഓർക്കാൻ ശ്രദ്ധിക്കുക. അതും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, ഇപ്പോഴല്ല മുമ്പ് ഒരു സമയത്ത്
ചോദ്യം വന്നിട്ടുണ്ട്. മേഘാലയ പ്ലാറ്റു എന്ന് പറയുന്നത് ഷില്ലോങ് പ്ലാറ്റു എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. അത് ആ ഭാഗത്താണ് കിടക്കുന്നത്, നമ്മുടെ മേഘാലയയുടെ ഭാഗത്താണ് കിടക്കുന്നത്. മേഘാലയ പ്ലാറ്റുവിനെയും നമ്മളുടെ അതായത് മേഘാലയ പ്ലാറ്റു എന്താണ്, പെനിൻസുലർ പ്ലാറ്റുവിന്റെ ഭാഗമാണ്. മനസ്സിലാകുന്നുണ്ടോ? മേഘാലയ പ്ലാറ്റു എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട്. ഇപ്പുറത്ത് പിന്നെ പെനിൻസുലർ പ്ലാറ്റു ഉണ്ടല്ലോ, പെനിൻസുലർ പ്ലാറ്റുവിന്റെ ഭാഗമാണുള്ളത്. ഈ നദികളുണ്ടല്ലോ, ബ്രഹ്മപുത്രയും ഗംഗയും എന്ത് ചെയ്തതാണ്, അത് രണ്ടും എന്ത് ചെയ്തതാണ്, ഈ മേഘാലയ പ്ലാറ്റുവിനെ ഇതിൽ നിന്നും ഇങ്ങനെ ഒഴുകിയിട്ട് എന്താണ് അങ്ങോട്ട് വിട്ടുപോയതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ there is a gap between what മേഘാലയ പ്ലാറ്റു ആൻഡ് ഡെക്കാൻ പ്ലാറ്റു. മനസ്സിലാവുന്നുണ്ടോ? രണ്ടിന്റെയും ഇടയിൽ എന്തുണ്ട്, എന്ത് കിടക്കുന്നുണ്ട്, ഒരു ഡിറ്റാച്ച്മെന്റ് കിടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ ഡിറ്റാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഇത് രണ്ടും തമ്മിൽ എന്തുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നുകൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഈ പറയുന്ന നമ്മളുടെ മേഘാലയ പ്ലാറ്റുവും അതുപോലെ തന്നെ നമ്മളുടെ ഡെക്കാൻ പ്ലാറ്റുവും, മനസ്സിലാവുന്നുണ്ടോ, അതിനെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവും? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്, ആക്ച്വലി ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഗംഗാ നദിയുടെ ഈ ഒഴുക്കും അതുപോലെ തന്നെ ബ്രഹ്മപുത്രയുടെ ഈ ഒഴുക്കും. ഇതാണ് ഈ മേഘാലയ പ്ലാറ്റുവിനെ ഇപ്പുറത്തുള്ള മെയിൻ പ്ലാറ്റു അല്ലെ, അതായത് നമ്മളുടെ ഡെക്കാൻ പ്ലാറ്റു അല്ലെങ്കിൽ പെനിൻസുലർ പ്ലാറ്റുവിൽ നിന്നും ഡിവൈഡ് ചെയ്യുന്നത് ഈ നദികളുടെ ഒഴുക്കാണ്. ഈ ഗ്യാപ്പില്ലേ, ഈ ഉണ്ടാക്കുന്ന ഈ പർട്ടിക്കുലർ ഗ്യാപ്പില്ലേ, അത് വളരെ ഫേമസ് ആണ്. അതിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? മാൾഡ ഗ്യാപ്പ്. എന്താണ്? മാൾഡ ഗ്യാപ്പ് എന്നാണ് ഈ ഒരു ഗ്യാപ്പ് അറിയപ്പെടുന്നത്. ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ വേറെ പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അതെന്താ അറിയോ നിങ്ങൾക്ക്? ഇവിടെയായിട്ടാണ് രാജ്മഹൽ ഹിൽസ് കിടക്കുന്നത്. ഇവിടെയാണ് ഗാരോ ഹിൽസ്, ഗാരോ ഖാസി ജെയിൻഷാ ഹില്ലില്ലേ, നമ്മുടെ മേഘാലയ പ്ലാറ്റു അല്ലേത്, ഗാരോ ഖാസി ജെയിൻഷാ ഹില്ലുകളുണ്ട്. ഇവിടെ രാജ്മഹൽ ഹിൽസ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പേരിൽ കൂടി അത് അറിയപ്പെടുന്നുണ്ട്? ഗാരോ രാജ്മഹൽ ഗ്യാപ്പ് എന്ന പേരിലും മാൾഡ ഗ്യാപ്പ് അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഗാരോ രാജ്മഹൽ ഗ്യാപ്പ് എന്ന പേരിലും ഏത് ഗ്യാപ്പ് അറിയപ്പെടുന്നുണ്ട്? ഈ ഡെക്കാൻ പ്ലാറ്റുവിനെ, അത് മെയിൻ പ്ലാറ്റുവിനെ മേഘാലയ പ്ലാറ്റുവിൽ നിന്ന് വേർതിരിക്കുന്ന ഈ മാൾഡ ഗ്യാപ്പ് ഗാരോ രാജ്മഹൽ ഗ്യാപ്പ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. കൃത്യമാണല്ലോ? അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട ബാക്കി പോയിന്റുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് കോസ്റ്റൽ പ്ലെയിനുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയുടെ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഇപ്പോൾ പുതിയതായിട്ടുള്ള അളവ് പ്രകാരം 11,098.81 കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെത് 600.15 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഏറ്റവും കൂടിയ കോസ്റ്റൽ ലെങ്ത് ഇപ്പോഴും ഗുജറാത്തിന് തന്നെയാണുള്ളത്, 2,340 കിലോമീറ്റർ. സൗത്ത് ഇന്ത്യയിൽ അത് തമിഴ്നാടിനാണ് നിലവിലായിട്ട് ഉള്ളത് എന്നുകൂടി എന്ത് ചെയ്യുക, ഓർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ പ്രത്യേകതകൾ. വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയ നാരോ ആണ്, നമുക്കറിയാം അല്ലെ. വെസ്റ്റേൺ ഗാട്സിന്റെ ഇപ്പുറത്തേക്ക് കുറച്ച് ദൂരമേ എന്ത് ചെയ്യുന്നുള്ളൂ, വെസ്റ്റേൺ ഗാട്സ് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം നാരോ ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഇപ്പുറത്തേക്കോ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇപ്പുറത്ത് വളരെ വാസ്റ്റ് ആയിട്ട് എന്ത് കിടക്കുന്നുണ്ട്, ഒരു പ്ലെയിൻ ആണ് അല്ലെ. ഈ നദികളൊക്കെ പതുക്കെ വന്നിട്ട് ഇവിടെയൊക്കെ എന്തുണ്ടാക്കുന്നുണ്ട്, ഇവിടെയൊക്കെ കാരണം പതുക്കെയുള്ള ചെരിവാണ് അല്ലെ. ഇവിടെ എന്താണ്, വളരെ പെട്ടെന്ന് ഡീപ്പ് ആയിട്ടുള്ള ചെരിവാണുള്ളത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ എന്തുണ്ടാക്കുന്നില്ല, ഡെൽറ്റ ഉണ്ടാക്കുന്നില്ല. വെസ്റ്റേൺ സൈഡിൽ എന്താണ്, എസ്റ്റുവറീസ് ആണ് ഉണ്ടാക്കാറുള്ളത് അല്ലെ. എസ്റ്റുവറീസ്, ഇവിടെ കായലുകളൊക്കെയാണ് അല്ലെ. നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, കായലുകൾ, ബാക്ക് വാട്ടേഴ്സ് ഒക്കെ അവിടെ ഉള്ളത്. ഇവിടെ മുഴുവൻ എന്താണ്, ഇവിടെ അധികം ഉള്ളതാണ്, ഇവിടെയൊക്കെ ഡെൽറ്റകളാണ് അല്ലെ. വലിയ നദികൾ ഒരുപാട് ദൂരം ഒഴുകി പതുക്കെ വന്ന് ചെറിയ പ്ലെയിനിലൂടെ വന്നിട്ട് അവസാദങ്ങളൊക്കെ നിക്ഷേപിച്ച് ഡെൽറ്റകളാണ് ഈസ്റ്റേൺ സൈഡിൽ ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈസ്റ്റേൺ കോസ്റ്റൽ ലൈൻ എന്താണ്, വൈഡർ ആണ് അല്ലെ. ദേ ഫോംഡ് ബൈ റിവർ ഡെൽറ്റകളാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ. ഡെൽറ്റകൾ ഇങ്ങനെ നിക്ഷേപിച്ച് വലിയ സാൻഡി ബീച്ചുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉണ്ടാവുന്നത് അല്ലെ. ഇവിടെ എങ്ങനെയാണ്, സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ഥലമാണ്. വെസ്റ്റേൺ ഗാട്സിന്റെ അറേബ്യൻ സീയുടെ ഇടയിൽ ചെറിയ ഭാഗം മാത്രമാണ് അവിടെ ഉണ്ടാകാറുള്ളത്. ഇനി ഇവിടെ ഡിവിഷനുകൾ നിങ്ങൾ മാപ്പ് നോക്കുക. ഗോവയുടെയും മുംബൈയുടെ ഇടയിലുള്ള ഭാഗം കൊങ്കൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരള തീരം അത് മലബാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കർണാടക ഭാഗം കാനറ തീരങ്ങൾ എന്നറിയപ്പെടുന്നു. ഇവിടെയോ നോർത്ത് സൗത്ത് ഉത്കൽ എന്ന് പറയുന്ന റീജിയൻ, ഉത്കൽ തീരങ്ങൾ ഒഡീഷ ഭാഗത്താണ്. പിന്നെ ആന്ധ്ര കോസ്റ്റ് ഉണ്ട്.
കോറമണ്ടൽ കോസ്റ്റ് എന്നറിയപ്പെടുന്ന തമിഴ്നാടുവിന്റെ റീജിയനിൽ കോറമണ്ടൽ കോസ്റ്റ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, ഇത് അറിയപ്പെടുന്നു. മലബാർ കോസ്റ്റിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മൾ കായലുകൾ എന്ന് പറയുന്ന ബാക്ക് വാട്ടറുകൾ ഒരു പ്രത്യേകതയുള്ളതാണ്. ലഗൂണുകളും അതുപോലെ തന്നെ എസ്റ്റോറികളും എന്ത് ചെയ്യുന്നു ഉണ്ടാവാറുണ്ട്. ഇനി ഇറ്റ് ഫീച്ചേഴ്സ് റോക്കി, എന്താണ് റോക്കി സ്ട്രക്ചർ ഉള്ള സ്ഥലങ്ങൾ കാണാറുണ്ട്. കുറച്ച് ബീച്ചുകൾ മാത്രമേ ഉള്ളൂ. വലിയ നമ്മളുടെ ഈസ്റ്റേൺ ഭാഗത്ത് കാണപ്പെടുന്ന പോലെ അതിഗംഭീരമായ വലിയ ബീച്ചുകളില്ല. നാച്ചുറൽ ഹാർബറുകൾ അല്ലെ, ഈ ആഴം കൂടിയ സ്ഥലങ്ങളുണ്ട്. കുറേ നാച്ചുറൽ ഹാർബറുകളുണ്ട്. കോവളം പോലെയുള്ള ഗോവ പോലുള്ള ഫേമസ് ബീച്ചുകളും അവിടെയുണ്ട്. ഇപ്പൊ വിഴിഞ്ഞം പോലെയുള്ള സാധനങ്ങളൊക്കെ നാച്ചുറൽ ഹാർബറാണ്. കൊച്ചി നാച്ചുറൽ ഹാർബറാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈസ്റ്റേൺ കോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ചില്ലിക ലേക്ക് ഉണ്ട്. അവിടെ ലാർജസ്റ്റ് കോസ്റ്റൽ ലഗൂൺ ഇൻ ഇന്ത്യയാണ് അല്ലെ. പുലിക്കാട്ട് ലേക്ക് ഉണ്ട്, സെക്കൻഡ് ലാർജസ്റ്റ് കോസ്റ്റൽ ലഗൂൺ ഇന്ത്യയാണ്. അതൊക്കെ എവിടെയാണ്? ഈ ഭാഗങ്ങളിൽ ഈസ്റ്റേൺ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? വെസ്റ്റേൺ കോസ്റ്റ് ഈസ്റ്റേൺ കോസ്റ്റുകളുടെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാർബറുകളും ലഗൂൺസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. മേജർ പോർട്ടുകൾ പ്രത്യേകം ഓർത്തിരിക്കുക. മേജർ മൈനർ പോർട്ടുകൾ ഏതൊക്കെയെന്ന് പരസ്പരം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിൽ നാച്ചുറൽ പോർട്ടുകൾ ഏതൊക്കെയെന്നും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചില സ്ഥലങ്ങളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡേറ്റകൾ വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ചോദ്യങ്ങൾ എഗെയിൻ ഞാൻ കടക്കുന്നില്ല, ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പോകാനായിട്ട് നോക്കുക. ഇനി അഗ്രികൾച്ചർ ഇൻ ഇന്ത്യയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, അഗ്രികൾച്ചർ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട ക്രോപ്പ് സീസൺ ആണ്: ഖാരിഫ്, റാബി, സയ്ദ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതിന്റെ കാലഘട്ടം ഏതെന്നും ഏതൊക്കെ വിളകൾ എന്നുമാണ് ചോദ്യം വരാറുള്ളത്. ഖാരിഫ് ജൂൺ ടു ഒക്ടോബർ ആണ്, റാബി നവംബർ ടു മാർച്ച് ആണ്, സയ്ദ് മാർച്ച് ടു ജൂൺ ആണ്. ഖാരിഫ് ക്രോപ്പുകൾ ഓർത്ത് വെക്കുക: റൈസ്, കോട്ടൺ, മെയ്സ്, ജോവാർ, ബാജറ, ഗ്രൗണ്ട്നട്ട്, സോയാബീൻ. ഇവ എന്താണ്, ഇത് വായിച്ചേണ്ട ആവശ്യമില്ല. ഇതിൽ കൂടുതൽ ഞാൻ എനിക്ക് കൺസെപ്റ്റുകളൊന്നും പറയാനില്ല. റാബി ഏതാണ്? നവംബർ മാർച്ച് ആണ്. വീറ്റ് മുതൽ ബാർലി, കണ്ടോ, മസ്റ്റാർഡ്, ഗ്രാമ്, പീസ്, ലൈൻസീഡ് ഒക്കെ ഏതാണ്? റാബിയാണ്. സെയ്ദിൽ പഴങ്ങളും പച്ചക്കറികളുമാണ് ഈ ഒരു മാർച്ച് ജൂൺ സമയങ്ങളിൽ എന്ത് ചെയ്യാറുള്ളത്, കൂടുതലും കൃഷി ചെയ്യാറുള്ളത്. ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്രോപ്പ് ഫാക്ടുകൾ ഇത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുന്നില്ല, ഡേറ്റയാണ്. PDF അക്കാഡമിക്സ് PSC ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. ഇത് വെറുതെ ഞാൻ വായിച്ചു തരേണ്ട ഒരു ആവശ്യമില്ല. ഒരു കാര്യം പറയട്ടെ, കോട്ടൺ കൃഷിക്ക് ഉള്ള ഏറ്റവും നല്ല സോയിൽ ബ്ലാക്ക് സോയിലാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരാറുണ്ട്, ഇത് ഓർക്കുക. ഞാൻ വായിച്ചു തരുന്നില്ല എന്ന് പറയാൻ കാരണം ഇത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കാര്യങ്ങൾ മൊത്തം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലാവും എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്? അതിന് കാരണം ഇത് മാറാൻ സാധ്യതയുണ്ട് അല്ലെ. കുറേയൊക്കെ അതുപോലെ തന്നെ നിൽക്കുമായിരിക്കും. ഇപ്പോൾ റൈസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് വെസ്റ്റ് ബംഗാൾ, വീറ്റ് ഉത്തർപ്രദേശ്, ഇതൊക്കെ അങ്ങനെ നിൽക്കുമായിരിക്കും കുറച്ചു കാലം കഴിഞ്ഞ് ഇത് മാറിയേക്കാം. ഇതൊന്നും മാറില്ല കേട്ടോ, സീസൺ ഒന്നും മാറില്ല. ഓരോന്നും എന്ത് വിള, ഖാരിഫ് വിളയാണോ റാബി വിളയാണോ, രണ്ടിലും ഉണ്ടാക്കുന്നുണ്ടോ അല്ലെ? ഏതൊക്കെ സയ്ദിലും ഖാരിഫിലും ഉണ്ടാക്കുന്നവയാ. പെരീനിയൽ വെച്ച് എന്താണ്, ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാക്കുന്നവയാണ് ഇത്, ടീയും കോഫിയൊക്കെ. മനസ്സിലാവും? അതൊക്കെ അതുകൊണ്ടാണ് പെരീനിയൽ എന്ന് പറയുന്നത്. റബ്ബർ ത്രൂ ഔട്ട് ദ ഇയർ ആണ് ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാനായിട്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോഫി വലിയ പ്രൊഡ്യൂസർ കർണാടക, അതൊന്നും അടുത്തൊന്നും മാറില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യൻ 70% കർണാടകയാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ടീ ആസാമാണ്. ഡാർജിലിംഗ് ടീ വളരെ GI ടാഗ് കിട്ടിയ ഫേമസ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഇതുപോലെ മറ്റ് വിളകളുടെ കാര്യം കൂടി എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടി കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇവിടെ ഗ്രീൻ റെവല്യൂഷൻ MS സ്വാമിനാഥൻ, നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതായിരുന്നു. വൈറ്റ് റെവല്യൂഷൻ വർഗീസ് കുര്യൻ ആണ്. ബ്ലൂ റെവല്യൂഷൻ ഫിഷുമായി ബന്ധപ്പെട്ടതാണ്. യെല്ലോ റെവല്യൂഷൻ ഓയിൽ സീഡ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ കുറേ അധികം എന്താണ് റെവല്യൂഷൻസ് ഒക്കെ പഠിക്കാനുണ്ട് നമുക്ക്. അത് ഓരോന്നും എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോയിൽ ടൈപ്പുകളിലേക്ക് പോവുകയാണ് നമ്മളെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് 8 മേജർ സോയിൽ ടൈപ്പുകളാണുള്ളത്. ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ് 8 എണ്ണമായിട്ട് എന്തിട്ടുള്ളത്, തിരിച്ചിട്ടുള്ളത്. ഇതിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് 3 എണ്ണമാണെന്ന് ഞാൻ പറയും. ഒന്ന് അലൂവിയൽ സോയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലൂവിയൽ സോയിൽ. ഏതാണ്ട് 42 അങ്ങനെ എന്തോ ശതമാനം അലൂവിയൽ സോയിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് പെർസെന്റേജ് ഓർമ്മയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൺഫേം ചെയ്യുക. ഇൻഡോ ഗാംഗാറ്റിക് പ്ലെയിൻ ആണ് ഏറ്റവും അധികം അലൂവിയൽ സോയിൽ കാണുന്ന ഒരു ഭാഗം. വെരി ഫെർട്ടൈൽ 2 ടൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ. ഭാങ്കർ ഓൾഡ് അലൂവിയൽ സോയിൽ ആണ്, ഗാദർ ന്യൂ അലൂവിയൽ സോയിലുമാണ്. ഇനി ഏറ്റവും അധികം ചോദ്യം വരുന്ന സോയിൽ അത് ബ്ലാക്ക് സോയിൽ ആണ്. കാരണം എന്തൊക്കെയാ, ഏറ്റവും കൂടുതൽ കാണുന്നത് ഡെക്കാൻ പ്ലാറ്റൂവിലാണ്. പിന്നെ തമിഴ്നാടിന്റെ സ്ഥലത്ത് ഹൈ ടെമ്പറേച്ചർ ഒക്കെ ഉള്ളത് കാരണം തമിഴ്നാടിന്റെ കുറെ ഏരിയയിൽ കാണാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ബെസ്റ്റ് ഫോർ കോട്ടൺ ആണ്. ഹൈ ക്ലേ കണ്ടന്റ് ഉണ്ട്. സെൽഫ് പ്ലഫിംഗ് ആയിട്ടുള്ള, എന്താ പറയുക, സെൽഫ് പ്ലഫിംഗ് എഫക്റ്റ് ഉള്ളതാണ്. എന്താണ് സെൽഫ് പ്ലഫിംഗ് എന്ന് പറയുന്നത്? കാരണം ഈ ഹൈ ക്ലേ കണ്ടന്റ് ഉള്ളത് കാരണം 2 കാര്യങ്ങളുണ്ട്. വെള്ളം നനഞ്ഞ ക്ലേയിൽ എന്താണ്, ഇങ്ങനെ മണ്ണും നനഞ്ഞു കുതിർന്ന് ഇങ്ങനെ പശ പോലെ ആവും ക്ലേയിൽ മണ്ണായി. ഡ്രൈ ആയാലോ അത് വിണ്ട് കീറും അല്ലെ, ഇങ്ങനെ പീസ് ആയ പോലെ വിണ്ട് കീറും അത് മൊത്തത്തിൽ. അപ്പൊ ഈ 2 എഫക്റ്റും കൂടി വരുന്ന കാരണം ഒന്നില്ലെങ്കിൽ കുഴഞ്ഞു മറിയും, പിന്നെ എന്ത് ചെയ്യും, വിണ്ട് കീറും. അപ്പോൾ ഒരാൾ
പ്ലഫ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലഫ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഉഴുതുമറിക്കുക അല്ലെ. അപ്പൊ അത് മറ്റൊരു എക്സ്റ്റേണലി ഒരാൾ വന്നിട്ട് ഇങ്ങനെ വിണ്ട് കീറിക്കാണ്ട് സ്വയം വിണ്ട് കീറുന്നു കൂടുന്നു, വിണ്ട് കീറുന്നു കൂടുന്നു. അപ്പോൾ ഒരാൾ ട്രാക്ടർ വെച്ച് ഇങ്ങനെ ഉഴുതുമറിക്കുന്ന എഫക്ട് സ്വയം ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് ഏത്? ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പേര്. ഇനി ബ്ലാക്ക് സോയിലിന്റെ മറ്റൊരു പേരാണ് ഏത്? റിഗർ സോയിൽ എന്ന് കൂടി ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്തിക്കുക. ഇനി മറ്റൊന്ന് കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ പ്രത്യേകതകൾ ഓർത്തിരിക്കണം. എന്താണ്? ഹൈ ലീച്ചിങ്. എന്തുകൊണ്ടാ ഹൈ ലീച്ചിങ് എന്ന് പറയുന്നത്? ഭയങ്കര മഴയാണ് അല്ലെ, നല്ലപോലെ മഴയും നല്ല ടെമ്പറേച്ചറും. അപ്പൊ ഹൈ റെയിൻഫാളും വേണം, ഹൈ ടെമ്പറേച്ചറും വേണം അല്ലെ. ഇത് രണ്ടും ഉള്ള സ്ഥലത്ത് റബ്ബർ കശുവണ്ടിക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന കുറച്ച് എന്താ പറയുക, അസിഡിക് ആയിട്ടുള്ള അല്ലെ, അയേൺ ആൻഡ് അലുമിനിയം റിച്ച് ആയിട്ടുള്ള മണ്ണ് ഏത് എന്ന് ചോദ്യം നമ്മുടെ ഡിഗ്രിയിൽ വന്നിട്ടുണ്ട്, ഡിഗ്രി എക്സാമിൽ വന്നിട്ടുണ്ട്. അതേതാണ്? അത് നമ്മുടെ ലാറ്ററൈറ്റ് സോയിലാണ്. കേരളത്തിന്റെ കാര്യമല്ലേ പറയുന്നത്? മൊത്തം നല്ല മഴ, നല്ല ചൂട്, കശുവണ്ടി, റബ്ബർ കൃഷി. എവിടെയാണ് നാട്? ഏതാ നാട്? കേരളം. ഏതാണ് മണ്ണ്? ലാറ്ററൈറ്റ് മണ്ണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എന്ത് ചെയ്യുക? ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പട്ടികയിൽ എല്ലാ ഭാഗങ്ങളുടെയും അല്ലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പ്രധാനപ്പെട്ട മണ്ണുകളും അതിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ക്രോപ്പുകളും പ്രധാനമായി കാണുന്ന ഭാഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓരോ മണ്ണുകളുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ, അസിഡിക് ആയിട്ടുള്ളത് ഏത്, ആൽക്കനൈൻ ആയിട്ടുള്ള സാധനം ഏത്, ടീ കൃഷിക്ക് ഏറ്റവും നല്ലത് ഏത്, ഹൈലി ലീച്ച്ഡ് ഏത് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി എടുത്ത് പറഞ്ഞ് തരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എഴുതിക്കൊണ്ട് പോവുക. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഓഷ്യൻ കറണ്ടുകൾ. ഓഷ്യൻ കറണ്ടുകൾ എന്താണ്? വാം കറണ്ടുകളും കോൾഡ് കറണ്ടുകളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് തന്നിട്ടുള്ള എന്താണ്? ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താ പറയുക കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇത് നിങ്ങൾക്ക് ഡേറ്റ വായിക്കാനുള്ള സ്ഥലമാണ്. ഓക്കെ, ഇതെന്താണ്? ഡേറ്റ വായിക്കാനുള്ള സ്ഥലം. ലാബ്രഡോർ കറണ്ട് ദേ നോക്കിക്കേ. ലാബ്രഡോർ കറണ്ട് നോർത്ത് അറ്റ്ലാന്റിക്കിലാണ്, ഗൾഫ് സ്ട്രീമിനെ മീറ്റ് ചെയ്യുന്നു, ഗ്രാൻഡ് ബാങ്ക്സിന്റെ അവിടെ, ഗ്രേറ്റ് ഫോർ ഫിഷിംഗ്. ഇവിടെ പറയേണ്ട കൺസെപ്റ്റുകളിൽ ഒന്നെന്ന് പറയുന്നത് നോക്കൂ, ലാബ്രഡോർ കറണ്ട് വരുന്നുണ്ട് അല്ലെ, ഇതൊരു കോൾഡ് കറണ്ട് ആണ്. ഗൾഫ് സ്ട്രീം എന്താണ്? ഒരു വാം കറണ്ട് ആണ് അല്ലെ. ഇത് നോക്ക്, ഇത് പറയുന്നുണ്ട് ഗൾഫ് സ്ട്രീം ആണ്, അത് എന്താണ്? വാം കറണ്ട് ആണ്. ലാബ്രഡോർ കറണ്ട് ആണ് കോൾഡ് കറണ്ട്. ഈ വാം കറണ്ട് പ്ലസ് കോൾഡ് കറണ്ട് വരുന്ന സ്ഥലങ്ങളിൽ എന്തുണ്ടാവും അറിയോ? ഈ സ്ഥലങ്ങളിൽ നല്ല പോലെ പ്ലാങ്ടണുകൾ ഉണ്ടാകും. എന്തുണ്ടാകും? പ്ലാങ്ടൺസ് ഉണ്ടാവും. ഈ പ്ലാങ്ടൺസിനെ തിന്നാൻ എന്ത് വരും? ഫിഷുകൾ നല്ലപോലെ വരും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ കോൾഡ് പ്ലസ് വാം കറണ്ടുകൾ കൂടുന്ന സ്ഥലങ്ങളൊക്കെ വലിയ ഫേമസ് ഫിഷിംഗ് ഗ്രൗണ്ടുകളാണ്. ജപ്പാന്റെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറോഷിയോ ഒയാഷിയോ കറണ്ടുകൾ അല്ലെ, ഈ കുറോഷിയോ കറണ്ടിലേക്ക് എന്ത് ചെയ്യും? ഒയാഷിയോ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വന്നിട്ട് ചേരുന്നുണ്ട്. ഇത് രണ്ടും കൂടുന്ന ജപ്പാന്റെ ഭാഗങ്ങൾ, ജപ്പാന്റെ സൈഡിലാണ് കുറോഷിയോ കറണ്ട് വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒയാഷിയോ കറണ്ട് പോയിട്ട് മുകളിൽ നിന്ന് വന്നിട്ട് മീറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന സ്ഥലം ഇതുപോലെ ഭയങ്കര ഫിഷിങ്ങിന് ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വെറുതെ വായിച്ച് കാണാണ്ട് പഠിക്കുന്നതിന് കാരണം ഇത് നിങ്ങൾ ഡേറ്റ ആയിട്ട് നിങ്ങൾ കയ്യിൽ വെച്ചോളൂ, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ കൃത്യമായി ഇത് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മളുടെ PDF-ന്റെ ബാക്കിലോട്ടൊന്ന് വരിക. മനസ്സിലാവുണ്ടോ? പിക്ചർ നോക്കുക, പിന്നിലോട്ട് വന്ന് നോക്കുക. പിക്ചർ നോക്കുക, പിന്നോട്ട്, അല്ലെങ്കിൽ ഇവിടെ വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ ഇപ്പുറത്തേക്ക് പോവുക. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ കുറോഷിയോ കറണ്ട് വാം കറണ്ട് ഇങ്ങനെ പോകുന്നു, ഒയാഷിയോ കറണ്ട് കോൾഡ് കറണ്ട് മുകളിൽ നിന്ന് വരുന്നു. ഈ ഭാഗം വലിയ ഫിഷിംഗ് ഗ്രൗണ്ട് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ലാബ്രഡോർ കറണ്ട് ഇങ്ങോട്ട് വരുന്നു, ഗൾഫ് സ്ട്രീം അങ്ങോട്ട് പോകുന്നു. ഈ ഭാഗം ഭയങ്കര ഫേമസ് ഫിഷിംഗ് ഗ്രൗണ്ട് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നേരത്തെ ഞാൻ പെറൂവിയൻ കറണ്ടിന്റെ മറ്റൊരു പേര് ചോദിച്ചിരുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യാനായിട്ട് നോക്കുക. അഗുൾഹാസ് കറണ്ട്, മൊസംബി കറണ്ട് അല്ലെ, ബംഗുള കറണ്ട്, ഇങ്ങനെ ഓരോരോ കറണ്ടുകളും വളരെ കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് എന്തിന് പറയാനുള്ളത്? നമുക്കിവിടെ ക്ലാസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കിടക്കുന്നുണ്ട്. അതേ നോക്കൂ, ഹംബോൾട്ട് കറണ്ട്, പെറൂവിയൻ കറണ്ട്, അതെന്താണ്? അതൊരു കോൾഡ് കറണ്ട് ആണ് അല്ലെ. ഈ കോൾഡ് കറണ്ട് അതിന്റെ ഏരിയ മൊത്തം എന്ത് ചെയ്യും? ഡ്രൈ ആക്കി മാറ്റും. അതുകൊണ്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ് ഡെസേർട്ട്? നോക്കിക്കേ, ഹംബോൾട്ട് കറണ്ട് എവിടെയാണ്? അതിന്റെ പേര് പറയും, പെറൂവിയൻ കറണ്ടിന്റെ മറ്റൊരു പേരത്താണ് ഹംബോൾട്ട് കറണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഈ കോൾഡ് കറണ്ട് ഇവിടെ മൊത്തം ഡ്രൈ ആവുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ അറ്റക്കാമ മരുഭൂമിയൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ കണക്ട് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രാൻഡ് ബാങ്ക്സ്, നേരത്തെ പറഞ്ഞു ഗ്രാൻഡ് ബാങ്ക്സ് ഈസ് ഫേമസ് ഫോർ ഫിഷിംഗ് ഗ്രൗണ്ട്. എന്തുകൊണ്ടാണ്? മീറ്റിംഗ് ഓഫ് ടു കറണ്ട്സ്, രണ്ട് പ്രധാനപ്പെട്ട
കറണ്ടുകൾ ഒന്നിക്കുന്ന കാരണമാണ് വലിയ ഫിഷിംഗ് ഗ്രൗണ്ട് ആയിട്ട് അത് മാറുന്നത്. ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഗ്രാൻഡ് ബാങ്ക്സ് ദേ ഇവിടെ കാനഡയുടെയും അമേരിക്കയുടെയും ദേ ഈ ഭാഗമില്ലേ, ഇതാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് അവിടെ ഒന്നിക്കുന്നത്? ഗൾഫ് സ്ട്രീം ഇവിടുന്ന്, ലാബ്രഡോർ ഇപ്പുറത്തുനിന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടുമാണ് അവിടെ ഒന്നിക്കുന്നത്. ലാബ്രഡോർ കറണ്ട് ഗൾഫ് സ്ട്രീമിനെ അവിടെ എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. വിച്ച് ഓഷ്യൻ കറണ്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ വാം ക്ലൈമറ്റ് ഓഫ് വെസ്റ്റേൺ യൂറോപ്പ്? നമ്മുടെ ലാറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ യൂറോപ്പിന്റെ ഈ വെസ്റ്റേൺ ഭാഗമൊക്കെ തണുത്തുറഞ്ഞു കിടക്കണം അല്ലെ. പക്ഷെ ഈ ഗൾഫ് സ്ട്രീം ഇങ്ങനെ പോയിട്ട് അത് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് എത്തുന്നത് കാരണം ഇത് വാം കറണ്ടാ. ഈ വാം കറണ്ട് ഈ ഏരിയയെ എങ്ങനെ സൂക്ഷിക്കുന്നു? റിലേറ്റീവ്ലി തണുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു. മഞ്ഞ് മൂടിയിട്ട് അവിടെ കിടക്കാണ്ട് ഇവിടുത്തെ മഞ്ഞ് കട്ടകളൊക്കെ ഒരുക്കുന്നു. ഇത് നോർവിയൻ കറണ്ട് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യൂറോപ്പിന്റെ വെസ്റ്റേൺ ഭാഗത്തിനെ എങ്ങനെയാണ് ഇത്തിരി വാമായി സൂക്ഷിക്കാൻ കാരണം ആരാണ്? ഈ ഗൾഫ് സ്ട്രീം ആണ് അതിന് കാരണം ആകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള 3 ചോദ്യങ്ങൾ, കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ചില ഭാഗങ്ങളായിരിക്കും ഇവിടെ നിന്ന് വരാൻ സാധ്യത. ഇത് നിങ്ങൾക്ക് അറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക, മനസ്സിലാക്കുക. അടുത്ത ദിവസം അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു എവരിവൺ.